Hi dear students, a very pleasant good morning to all of you. നമ്മുടെ റാങ്ക് റെവല്യൂഷൻ ലൈവ് സീരീസിന്റെ 6ാം ദിവസം. ഈ ദിവസത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. NCERTയുടെ 81 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലൈവ് മോർണിംഗ് സെഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ആദ്യത്തെ റൗണ്ട് ഓഫ് ലൈവ് സീരീസിന്റെ ഫസ്റ്റ് റൗണ്ട് ആണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടീച്ചറാണ് വരുന്നത്, തീർത്ഥ ടീച്ചർ. തീർത്ഥ ടീച്ചറിന് ശേഷം നമ്മുടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും രസതന്ത്രത്തിന്റെ സാങ്കേതിക വിദ്യകളും ഒക്കെ നിങ്ങളോട് പറഞ്ഞു തരാനായി നമ്മുടെ നിശാന്ത് സാർ എത്തുന്നു. ബോട്ടണി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമ്മുടെ ജീവശാസ്ത്രത്തിന്റെ തന്നെ ഒരു പാർട്ടായി മാറിയിരിക്കുന്ന സസ്യജാലങ്ങളെ കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് സസ്യങ്ങളുടെയൊക്കെ ഏറ്റവും നന്നായിട്ട് അനലൈസ് ചെയ്തിരിക്കുന്ന ഒരു എക്സ്പെർട്ട് ബോട്ടണി ഫാക്കൽറ്റി എത്തുന്നു, നമ്മുടെ സിന്ധു ടീച്ചർ. സുവോളജി ഡിപ്പാർട്ട്മെന്റിൽ എപ്പോഴും എനർജറ്റിക് ചാമിങ് ആയിട്ടുള്ള നമ്മുടെ ഹരികൃഷ്ണൻ സർ. അപ്പോൾ ചുരുക്കം പറഞ്ഞ ഒരു അടിപൊളി പാനലാണ് ഇന്ന് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടോ റെഡി ആയിട്ട് ഞങ്ങളോടൊപ്പം കൂടുക. ഇതിന് തൊട്ടു പിന്നാലെ ഈ ഒരു ഫസ്റ്റ് റൗണ്ട് അവസാനിക്കുമ്പോൾ സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ യൂണിറ്റുകളെ ഒരുമിച്ചും സെക്കൻഡ് ഇയർ യൂണിറ്റുകളെ ഒരുമിച്ചും. ഫസ്റ്റ് ഇയർ യൂണിറ്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ +1 പഠിച്ച ടോപ്പിക്കുകളെല്ലാം തന്നെ ഫിസിക്സിന്റെ ഹോൾ ടോപ്പിക്, കെമിസ്ട്രി ഹോൾ ടോപ്പിക്, ബയോളജി ഹോൾ ടോപ്പിക്, അങ്ങനെ ആയിരിക്കും ഇനി അടുത്ത റൗണ്ട് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഓരോ റൗണ്ടിലും പലതരത്തിലുള്ള പുതുമകൾ നിങ്ങളിലേക്ക് എത്തുമ്പോൾ തന്നെ എല്ലാ ചാപ്റ്ററുകളെയും എല്ലാ സബ്ജക്റ്റുകളെയും എല്ലാ കോണ്ടന്റുകളെയും നിങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമം തന്നെയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ തീർത്ഥ മിസ് വളരെ ഈഗർലി വെയിറ്റിംഗ് ഫോർ ടേക്കിംഗ് യുവർ ക്ലാസ്സസ്. അപ്പോൾ ടീച്ചറെ ഓടി വന്നോ, വാ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ വെൽക്കം ടു NEET 2026 റാങ്ക് റെവല്യൂഷൻ. അപ്പോൾ നമ്മൾ എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ ഒരു വർഷത്തോളമായിട്ട് നീറ്റിന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. നമ്മൾ കഴിഞ്ഞ ഒരു 6 ദിവസമായിട്ട് അല്ലെങ്കിൽ 5 ദിവസമായിട്ട് നമ്മൾ NEET 2026 റാങ്ക് റെവല്യൂഷൻ ഇങ്ങനെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ 6th യൂണിറ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 6th യൂണിറ്റിലെ ഫിസിക്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 6th യൂണിറ്റിൽ എന്തൊക്കെയുള്ളത്? ഓസിലേഷനും വേവ്സും ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ +1 ഫിസിക്സിലെ 11th ഫിസിക്സിൻ്റെ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സാണ് നമ്മൾ എവിടെ കൊടുത്തിട്ടുള്ളത്? യൂണിറ്റ് 6ൽ കൊടുത്തിട്ടുള്ളത്. സോ ഓസിലേഷൻസ് ആൻഡ് വേവ്സ് ആണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഓസിലേഷൻ്റെ പാർട്ടായിട്ട് സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെൻറ്റും അതിൻ്റെ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അതുപോലെ തന്നെ വേവ്സ് റിലേറ്റഡ് ആയിട്ട് റെസൊണൻസ് കോളം ആൻഡ് അതിൻ്റെ എക്സ്പെരിമെൻറ്റ്സും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ കണ്ടുവന്ന പാറ്റേൺ പോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അത്യാവശ്യം തിയറി പോർഷൻസ് ഒക്കെ കവർ ചെയ്യുന്നത് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ പ്രീവിയസ് ഇയേഴ്സും, അതായത് ഇപ്പോൾ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം വരാൻ ചാൻസ് ഉള്ള, ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരുപാട് തിയറി നോക്കാതെ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കയറാം. അപ്പോൾ ചോദ്യം വെച്ചിട്ട്, ഓരോ ചോദ്യം വെച്ചിട്ട് അതിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന തിയറി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നമ്മുടെ യൂണിറ്റ് 6, അതായത് ഓസിലേഷൻ ആൻഡ് വേവ്സ് എന്ന് പറയുന്ന യൂണിറ്റ് 6 നിന്ന് വരാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റായി വരാൻ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവരും 7 മണിയപ്പോൾ തന്നെ വന്നിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് കയറാണേ. നോക്കിയേ, ആദ്യത്തെ ചോദ്യം നോക്കിയേ, വായിച്ചു നോക്കിയേ. When the displacement of a simple harmonic oscillator is 1/3 of its amplitude, the ratio of total energy to the kinetic energy is. അപ്പോൾ നമ്മൾ ഓസിലേഷൻസ് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കുന്ന ഒരു സംഭവമാണ് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ അല്ലെ, SHM എന്ന് പറയും, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ അതിൻ്റെ ഒരു ജനറൽ എക്സ്പ്രഷൻ ഒക്കെ പറയാറുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ജനറൽ എക്സ്പ്രഷൻ x = a sin ωt മൈനസ് kx എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ a sin ωt + phi എന്നുള്ള ഫോമിൽ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും SHM-നെ. സോ x = a sin ωt + phi അല്ലേ. അതായത് നമുക്ക് പറയാൻ പറ്റും ഈ F എന്ന് പറയുന്നത്
എഫ് എന്ന് പറയുന്നത് മൈനസ് കെ എക്സ് ആയിട്ട് വരുന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന ആൾക്കാരെയാണ് നമ്മൾ എസ് എച്ച് എം എന്ന് പറയുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റൻ ഇതൊന്നുമല്ല. ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് എസ് എച്ച് എമ്മിൻ്റെ എനർജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ. ഇവിടെ എന്താ പറയുന്നത്? വെൻ ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഇസ് 1/3 ഓഫ് ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ദ റേഷ്യോ ഓഫ് എ ടോട്ടൽ എനർജി ടു ദ കൈനറ്റിക് എനർജി ഈസ്. അതായത് എസ് എച്ച് എമ്മിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അതിനകത്ത് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഡയറക്ട്ലി ഇക്വേഷൻസ് പറയുകയാണ്. നിങ്ങൾ ഇക്വേഷൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ടോട്ടൽ എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്നത് എന്താ? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ്. വേർ എം ഇസ് ദ മാസ് ഓഫ് ദ മൂവിങ് പാർട്ടിക്കിൾ ആൻഡ് ഒമേഗ എന്ന് പറയുന്നത് നമ്മുടെ എസ് എച്ച് എമ്മിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ആൻഡ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് എച്ച് എമ്മിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പെർട്ടിക്കുലർ ഓസിലേഷൻ്റെ കേസിൽ മാസ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും ആൻഡ് ഒമേഗ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്, അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദെയർഫോർ ഒരു പെർട്ടിക്കുലർ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ്റെ കേസിൽ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോൺസ്റ്റൻ്റ് അല്ലേ. അതായത് സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്തായിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്? കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നല്ലേ പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ടോട്ടൽ എനർജി. അതുപോലെ നമുക്ക് കൈനറ്റിക് എനർജിക്ക് എക്സ്പ്രഷൻ ഉണ്ട്. കൈനറ്റിക് എനർജി എപ്പോഴും ഹാഫ് എം വി സ്ക്വയർ. നമ്മൾ എസ് എച്ച് എമ്മിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. വി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതേ നിന്നാണ് ഞാൻ എഴുതാൻ പോകുന്ന എക്സ്പ്രഷൻ വരാൻ പോകുന്നത്. കൈനറ്റിക് എനർജി കെ എന്ന് പറയുന്നത് ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എന്താന്ന് പറയാൻ പറ്റും? ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ് എൻ്റെ ഇക്വേഷൻ, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. നമുക്ക് ഇവിടെ എന്ത് ചോദിച്ചിട്ടില്ല? ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ചോദിച്ചിട്ടില്ല. പക്ഷേ ഇത് രണ്ടും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കാര്യം സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ത് വരണോ നമുക്കറിയാം, ടോട്ടൽ എനർജി വരണോ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ആയിരിക്കും. എന്നാൽ മാത്രമേ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചോദ്യത്തിൽ നമുക്ക് ടോട്ടൽ എനർജി കൈനറ്റിക് എനർജി മാത്രം മതി. പക്ഷെ ഞാൻ പറയുന്ന വഴിക്ക് ആ 3 ഇക്വേഷൻ കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കാര്യം ചിലപ്പോൾ വേറൊരു ക്വസ്റ്റനിൽ ചോദിക്കാൻ പോകുന്നത് ഈ പൊട്ടൻഷ്യൽ എനർജി വെച്ചിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും. അപ്പോൾ എനിവേ ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്? ദ റേഷ്യോ ഓഫ് ടോട്ടൽ എനർജി ടു ദ കൈനറ്റിക് എനർജീസ്. അതായത് നമുക്ക് വേണ്ടത് കൈനറ്റിക് എനർജിയുടെ, അതായത് ടോട്ടൽ എനർജി ബൈ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന റേഷ്യോ ആണ് നമുക്ക് വേണ്ട അല്ലേ. അപ്പോൾ നോക്കിയേ, ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണല്ലോ, ഡിവൈഡഡ് ബൈ ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ. ഹാഫ് എം ഒമേഗ സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്യാൻ പറ്റും, ന്യൂമറേറ്റർ എന്നും ഡിനോമിനേറ്റർ എന്നും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആൻസർ ഒക്കെ പറയുന്നുണ്ട്. യെസ്, 9/8 എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ. ഇനി ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ കൊടുക്കണം. എക്സിൻ്റെ വാല്യൂ കൊടുക്കാൻ വേണ്ടി ഇവിടെ പറയുന്നുണ്ട് എക്സിൻ്റെ വാല്യൂ എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന്. 1/3 ഓഫ് ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ്. അതായത് ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് പറയുന്നത്? എക്സ് എന്ന് പറയുന്നത് 1/3 ഓഫ് ആംപ്ലിറ്റ്യൂഡ് ആണ്, a/3 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? a സ്ക്വയർ ബൈ 9 ആയിരിക്കും. ദെയർഫോർ ദിസ് ഇസ് ഈക്വൽ ടു a സ്ക്വയർ ബൈ a സ്ക്വയർ മൈനസ് a സ്ക്വയർ ബൈ 9 എന്ന് കിട്ടൂലേ? യെസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? a സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ കിട്ടുന്നത്? 8a സ്ക്വയർ ബൈ 9 എന്ന് കിട്ടും. ദെയർഫോർ 9/8 എന്ന് ആൻസർ കിട്ടും. ശരിയാണ്. തീർത്ഥ, എൻ്റെ പേരും തീർത്ഥ എന്നാട്ടോ, അത് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ. കമൻറ്റ് ചെയ്ത കുട്ടിയുടെ പേര് തീർത്ഥാണ്, എൻ്റെ പേരും തീർത്ഥ എന്നാണ്. ഓക്കെ തീർത്ഥ, കറക്റ്റാണ് ആൻസർ. കൺഗ്രാറ്റ്സ്. അപ്പോൾ ഇവിടെ എന്താ 9/8 നമുക്ക് ആൻസർ കിട്ടി അല്ലേ. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റൻ്റെ ആൻസർ എത്രയാണ്? 9/8 ആണ്. 9/8 ആണ്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം സിമ്പിൾ ചോദ്യമാണ്. പക്ഷെ നമുക്ക് ഇതിൻ്റെ മൂന്നിൻ്റെ എന്തറിയണം? എക്സ്പ്രഷൻസ് അറിയണം. ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്, അതുപോലെ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എന്താണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്തും കൂടെ ഓർത്ത് വെച്ചോ, നമ്മുടെ
പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ കൂടെ ഓർത്ത് വെച്ചോ. ഇത് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇതുപോലെ റേഷ്യോ കണ്ടുപിടിക്കാനും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ എനർജി തരും, എന്നിട്ട് ഇത് ആംപ്ലിറ്റ്യൂഡിൻ്റെ എത്ര ടൈംസ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുമ്പോഴാണ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ എക്സ്പ്രഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയയാണ് എനർജി ഓഫ് SHM എന്ന് പറയുന്നത്. സോ അതൊന്ന് നന്നായിട്ട് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരുപാട് എന്തുണ്ടാവും, ഗുണം ഉണ്ടാവും. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകട്ടെ. അതിൻ്റെ ആൻസർ 9/8 ആണ്. നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കണം അത്. സോ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, നോക്കിക്കേ. The velocity of a particle executing SHM varies with a displacement x as a 4v square is equal to 50 minus x square. The time period of oscillation is x by 7 seconds. The value of x is, നമ്മളോട് പൈൻ്റെ വാല്യൂ 22/7 ആയിട്ട് എടുക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ചോദ്യമായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ചോദിക്കുന്നത് എന്താ? The velocity of a particle executing SHM varies with the displacement as 4v square is equal to 4v square is equal to 50 minus x square എന്നാണ് നമുക്ക് എക്സ്പ്രഷൻ തന്നിരിക്കുന്നത്. ഇവിടെ എക്സിനെയും വിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ അറിയാം ഈ എക്സ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്ന് എഴുതാറുണ്ട് SHM-നെ അല്ലേ. ഇതിനെ ഞാൻ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടും. കാര്യം വി എന്ന് പറഞ്ഞാൽ dx/dt ആണ്. അപ്പോൾ വി ഇസ് ഈക്വൽ ടു dx/dt ആണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന എ ഒമേഗ കോസ് ഒമേഗ ടി എന്നുമാണ്. ഇതാണ് നമ്മൾ സാധാരണ വെലോസിറ്റിക്ക് പറയുന്ന ഇക്വേഷൻ SHM-ൽ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇത് വെച്ചത് ചെയ്യാൻ പറ്റത്തില്ല. ഇതല്ല നമുക്ക് ഇവിടെ വേണ്ട എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. കാര്യം ഇത് വെലോസിറ്റി വേഴ്സസ് ടൈം റിലേഷനാണ്. പക്ഷെ നമുക്കിവിടെ തന്നിട്ടുള്ളത് വെലോസിറ്റി വേഴ്സസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷനാണ്, എക്സിൻ്റെ റിലേഷനാണ്. അത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ടൈം പീരീഡ് കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ ടി എന്ന് പറയുന്നത് എന്തുമായാലും ടി ഇസ് ഈക്വൽ ടു 2π/ω ആയിരിക്കും. അപ്പോൾ നമുക്ക് ബേസിക്കലി കണ്ടുപിടിക്കേണ്ട ആരെയാണ്? ഒമേഗ. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ട ഇതാ, എന്തോ കണ്ടുപിടിക്കണം എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ടൈം പീരീഡ് ആണെന്നുണ്ടെങ്കിൽ 2π/ω ആണ് ടൈം പീരീഡ്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്തുവാ? ഒമേഗ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഇതൊരു സ്ഥിരം ചോദിച്ച് കണ്ടൊരു ടൈപ്പ് ഓഫ് ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 4v square is equal to 50 minus x square എന്നുള്ള എക്സ്പ്രഷൻ കിടക്കുന്നത്. നമുക്ക് ഒരു പാർട്ടിക്കിളിന് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആവുന്ന സമയത്തുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. എന്താണ് ആ ഇക്വേഷൻ? എന്താ, ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. വി ഇസ് ഈക്വൽ ടു, ഇത് ക്ലിയർ ആണോ? ഈ കളർ ചിലപ്പോൾ ക്ലിയർ ആയിരിക്കത്തില്ല. V is equal to omega into root of a square minus x square എന്നൊരു എക്സ്പ്രഷൻ ഉണ്ട്. ഇത് വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഇൻ SHM at any displacement ആണ്. അതായത് നമ്മുടെ പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആവുമ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആയത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കാൻ പോകുന്നത് നമുക്ക് തന്നിരിക്കുന്ന 4v square is equal to 50 minus x square എന്ന് പറയുന്ന ഇക്വേഷനെ ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളൊക്കെ ഇതുപോലെ കേട്ടോ ചെയ്യേണ്ടത്. അതൊന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ, 4v square is equal to 50 minus x square എന്നല്ലേ. അപ്പോൾ നോക്കി ഇവിടെ v മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടുത്തെ 4v square 4നെ അങ്ങ് അപ്പുറത്തേക്ക് എടുക്കുകയാണേ. സോ ദിസ് ഇസ് ഈക്വൽ ടു v square is equal to 1/4 into 50 minus x square. ഓക്കെ, ആൻഡ് ഇവിടെ v square വേണ്ടല്ലോ, ഇവിടെ v square ഉണ്ട്. അപ്പോൾ ഞാനങ്ങ് സ്ക്വയർ റൂട്ട് എടുക്കാൻ പോവുകയാണേ. സോ v is equal to സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 1/2 into സ്ക്വയർ റൂട്ട് ഓഫ് 50 minus x square എന്ന് കിട്ടും. നോക്കിക്കേ, ഇതിനെ നമുക്ക് വേണമെങ്കിൽ v is equal to 1/2 into റൂട്ട് 50യുടെ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും അല്ലേ. അങ്ങനെയാണെങ്കിൽ നോക്ക്, ഇവിടെ ഞാൻ എഴുതാണ് v is equal to 1/2 into റൂട്ട് 50യുടെ സ്ക്വയർ എന്ന് വെച്ചാൽ a സ്ക്വയർ, എന്ന് പറഞ്ഞാൽ റൂട്ട് 50 മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും ഒരേ ഫോർമാറ്റിലേക്ക് വന്നില്ലേ. നോക്കിയേ, ഇത് രണ്ടും ഒരേ ഫോർമാറ്റായി. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഒമേഗയുടെ സ്ഥാനത്ത് കിടക്കുന്ന വാല്യൂ എന്താണ്? ഒമേഗ എന്ന് പറയുന്നത് നമുക്ക് എന്തുവാണെന്ന് മനസ്സിലായി? 1/2 ആണെന്ന് മനസ്സിലായി. 1/2 റേഡിയൻ പെർ സെക്കൻഡ് ആണെന്ന് മനസ്സിലായി. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഒമേഗയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കേണ്ട ടൈം പീരീഡ് ആയിരുന്നില്ലേ. ടൈം പീരീഡ് ടി എന്ന് പറയുന്നത് എന്തുവാ? നമ്മൾ യെസ്, ഓപ്ഷൻ 2 ആണെന്നാണ് പറയുന്നത്. യെസ്, 2π/ω 2π/1/2 എന്ന് വരും, 4π എന്ന് വരും. ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ 4 ഇൻറ്റു നമ്മളോട് പറയുന്നുണ്ടായിരുന്നു 22/7 കൊടുക്കണം എന്നല്ലേ. സോ 4 ഇൻറ്റു 22/7 എന്ന് വരുമ്പോൾ 88/7 സെക്കൻഡ്സ് എന്ന് കിട്ടും. അപ്പോൾ എങ്ങനെയായിരുന്നു ഇത് വേണ്ടത്?
യെസ്, x/7 സെക്കൻഡ്സ് ആണ് നമുക്ക് വേണ്ട. എക്സിൻ്റെ വാല്യൂ ആയിരുന്നു. എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് പറയാം? 88 ആണെന്ന് പറയാം. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ ഇത് നല്ലൊരു ചോദ്യമാണ്. അതായത് നമ്മൾ നോർമലി കാണുന്ന പോലെയല്ല ഇവിടുത്തെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വിയും എക്സും കൂടെ റിലേറ്റ് ചെയ്താൽ വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ഇക്വേഷനിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അങ്ങനെ എടുത്തപ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടിയത്. ഇവിടെ കിട്ടി ഒമേഗയുടെ വാല്യൂ 1/2 ആണെന്ന് കിട്ടി. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ അല്ലേ? യെസ്, ഓപ്ഷൻ 2 ആണെന്നൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. യെസ്, കറക്റ്റ്. അപ്പോൾ അടുത്ത ചോദ്യം പറയാമല്ലോ അല്ലേ? രണ്ടാമത്തെ ചോദ്യമായിരുന്നു. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, SHMൽ വരുന്ന ക്വസ്റ്റ്യൻസിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത് ടൈം പീരീഡ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇത്ര സെക്കൻഡിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ഓസിലേഷൻസ് കണ്ടുപിടിക്കുക. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ബേസിക്കലി ടൈം പീരീഡാണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഒമേഗയാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഓസിലേഷൻസ് ഒന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ചോദ്യമാണിതും. നോക്കിക്കേ, ഇൻ ദ ഫിഗർ ഗിവൺ ബിലോ a block of mass m is equal to 490 gram placed on a frictionless table is connected with a two springs having same spring constant. K എന്ന് പറയുന്നത് 2 Newton per meter ആണെന്ന് പറയുന്നുണ്ട്. Okay, if the block is horizontally displaced through x meter, then the number of complete oscillations it will make in 14 pi seconds will be. അല്ലേ? അപ്പോൾ ഇവിടെ ഇതാണ് ഫിഗർ. ഇപ്പോൾ 2 റിജിഡ് സപ്പോർട്ടുകളുണ്ട്. ഇതിൽ നിന്ന് 2 സ്പ്രിങ്ങുകൾ വന്നിട്ട് ഒരു ബ്ലോക്കിലേക്ക് കണക്ട് ചെയ്തേക്കാണ്. ബ്ലോക്കിൻ്റെ മാസ് എന്ന് പറയുന്നത് എം ആണിത് 490 ഗ്രാം എന്ന് പറയുന്നുണ്ട്. സോ എം ഇസ് ഈക്വൽ ടു 490 ഗ്രാം ആണ്. ആൻഡ് കെ രണ്ടും സെയിം ആണ്. കെ എന്ന് പറയുന്നത് എത്രയാണ്? 2 ന്യൂട്ടൺ പെർ മീറ്റർ ആണെന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇത് ഓസിലേറ്റ് ചെയ്യും എന്തായാലും. ഞാൻ ഇങ്ങോട്ടേക്കൊന്ന് ഡിസ്പ്ലേസ് ചെയ്ത് തന്നെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ എന്ത് ചെയ്യും? SHM എക്സിക്യൂട്ട് ചെയ്യും. ഒരു സ്പ്രിംഗ് ബ്ലോക്ക് സിസ്റ്റം ആണ്. ഇറ്റ് വിൽ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻസ് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ദ ടോട്ടൽ നമ്പർ ഓഫ് കംപ്ലീറ്റ് ഓസിലേഷൻസ് ഇറ്റ് വിൽ മേക്ക് ഇൻ 14 pi seconds. നമുക്ക് T സെക്കൻഡ് തരുക, എന്നിട്ട് പറയാം T സെക്കൻഡ് എത്ര ഓസിലേഷൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ. അതായത് നമ്പർ ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. നമ്പർ ഓഫ് ഓസിലേഷൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ടൈം ബൈ ടൈം പീരീഡ് ആയിരിക്കും. അതായത് ഇപ്പം 2 സെക്കൻഡ് അതിൻ്റെ ടൈം പീരീഡ് എന്ന് വിചാരിക്കുക. 2 സെക്കൻഡിൽ ഒരു ഓസിലേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 20 സെക്കൻഡിൽ എത്ര തവണ ഓസിലേറ്റ് ചെയ്യും എന്നറിയാൻ ഈ 20 എന്ന് പറയുന്ന ടോട്ടൽ ടൈമിനെ നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി? ടൈം പീരീഡ് വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരെ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തുവാ? നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ ഗിവൺ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം, നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ടൈം ബൈ ഇതിൻ്റെ ടൈം പീരീഡ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ ടൈം തന്നിട്ടുണ്ട്. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14 pi seconds ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? നമ്പർ ഓഫ് ഓസിലേഷൻസാണ്. സോ ബേസിക്കലി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താ? ഈ ടൈം പീരീഡാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ടൈം പീരീഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ടൈം ബൈ ടൈം പീരീഡ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? നമ്പർ ഓഫ് ഓസിലേഷൻസ് കിട്ടും. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സിസ്റ്റത്തിൻ്റെ, ഈ തന്നിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ടൈം പീരീഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊരു എന്ത് സിസ്റ്റമാണ്? ഇതൊരു സ്പ്രിംഗ് ബ്ലോക്ക് സിസ്റ്റം അല്ലേ? സ്പ്രിംഗ് ബ്ലോക്ക് സിസ്റ്റത്തിൻ്റെ കേസിൽ നമുക്കറിയാം, സ്പ്രിംഗ് ബ്ലോക്ക് സിസ്റ്റത്തിൻ്റെ കേസിൽ ടൈം പീരീഡ് T എന്ന് പറയുന്നത് 2π × m/k ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേർ m is the mass of the block and k is the എന്താണ് ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഓഫ് ദ സ്പ്രിംഗ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു സ്പ്രിംഗ് മാത്രമാണെങ്കിൽ നമുക്ക് അതിൻ്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് അങ്ങ് എടുത്താൽ മതി. പക്ഷേ ഇവിടെ ഒരു സ്പ്രിംഗ് ആണോ ഉള്ളത്? അല്ല, ഇവിടെ 2 സ്പ്രിംഗ് ഉണ്ട് ഇല്ലേ? 2 സ്പ്രിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കൺസിഡർ അല്ലെങ്കിൽ എഫക്റ്റീവ് ഫോഴ്സ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം നോക്കുന്നത് ഇത് സീരീസ് കോമ്പിനേഷൻ ആണോ പാരലൽ ആണോ? നമുക്ക് സ്പ്രിങ്ങിനെ 2 ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ? നമുക്കറിയാം. സീരീസ് ആയിട്ടും കണക്ട് ചെയ്യാം, എങ്ങനെ കണക്ട് ചെയ്യാം? പാരലൽ ആയിട്ടും കണക്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇത് സീരീസ് ആണോ പാരലൽ ആണോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സീരീസ് ആണെങ്കിൽ സ്പ്രിങ്ങുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ സീരീസ് ആണെങ്കിൽ ഇതാ ഇങ്ങനെ ആയിരിക്കും കണക്ഷൻ വരുന്നത്. ഇതൊരു സ്പ്രിങ്, ഇതിൽ നിന്ന് അടുത്ത സ്പ്രിങ്, പിന്നൊരു ബ്ലോക്ക്, ഇങ്ങനെ വരുന്ന കണക്ഷനാണ് സീരീസ് കണക്ഷൻ. ഒരു സ്പ്രിങ്ങിൻ്റെ അകത്ത് വേറൊരു സ്പ്രിങ്, ആ സ്പ്രിങ്ങിലാണ് ബ്ലോക്ക് കണക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? സീരീസ് എന്ന് വിളിക്കുക. പക്ഷെ പാരലൽ ആണെങ്കിൽ നോർമലി ഇപ്പോൾ 2 സ്പ്രിങ് പാരലൽ ആണെങ്കിൽ ഈ 2 സ്പ്രിങ്ങിനും ബ്ലോക്കുമായിട്ട് കണക്ഷൻ കാണും. ഇവിടെ ഒരു സ്പ്രിങ്ങിനല്ലേ ബ്ലോക്കായിട്ട് കണക്ഷൻ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അങ്ങനെ നോക്കിയാൽ മതി. ഇപ്പോൾ 2 സ്പ്രിങ് ഉണ്ട്, 2 സ്പ്രിങ്ങും ബ്ലോക്കുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ നോർമലി അതെന്ത് കോമ്പിനേഷനാണ്? പാരലൽ കോമ്പിനേഷനാണ്. ഇവിടെ ഇപ്പോൾ ഒരു സ്പ്രിങ്, അടുത്ത സ്പ്രിങ്, ബ്ലോക്ക്, അങ്ങനെ വരുവാണെങ്കിൽ അത് എന്ത് കണക്ഷനാണ്? പാരലൽ കണക്ഷനാണ് അല്ലേ? സോ ഇതിപ്പം 2 സ്പ്രിങ്ങിനും ബ്ലോക്കുമായിട്ട് കണക്ഷൻ ഉണ്ട്.
അല്ലേ? അപ്പോൾ രണ്ട് സ്പ്രിങ്ങിൻ്റെ ഒരു പോയിന്റ് ഒരു ബൗണ്ടറിയിലും ഒരു പോയിന്റ് എവിടെ ചെയ്യുക, ബ്ലോക്കിലുക. അങ്ങനെ വരുന്ന കോമ്പിനേഷൻസ് പാരലാണെന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണേലും നമുക്കിപ്പോൾ ഇതെന്ത് കോമ്പിനേഷൻ ആണെന്ന് മനസ്സിലായി, പാരലൽ ആണെന്ന് മനസ്സിലായല്ലോ. പാരലൽ കോമ്പിനേഷനാണ്, പാരലൽ കോമ്പിനേഷനാണ്. പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ നമ്മുടെ കെ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തുവാ വരാൻ പോകുന്നത്? കെ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ K1 + K2 അല്ലേ? അപ്പോൾ കെ എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ പാരലിൻ്റെ കേസിൽ കെ എഫക്റ്റീവ് K1 + K2 ആണ്. ഇനി സീരീസ് ആണെങ്കിൽ അത് ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. സീരീസ് ആണെങ്കിൽ അത് എന്ത് വരുന്നേനെ? സീരീസ് ആണെന്നുണ്ടെങ്കിൽ 1/K എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ 1/K1 + 1/K2 + 1/K3 എക്സെട്ര എന്ന് വന്നേനെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ പാരലൽ ആകുമ്പോൾ കെ എഫക്റ്റീവ് നമുക്ക് K1 + K2 ആണ്. യെസ്, അവിടെ എത്രയാണ് പാരലൽ കോമ്പിനേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇവിടെ രണ്ടുപേരുടെയും കെ എന്ന് പറഞ്ഞാൽ എത്ര? രണ്ടുപേരുടെയും കെ എന്ന് പറയുന്നത് 2 Nm/m ആണ്. സോ ദാർഫോർ ഇവിടുത്തെ കെ എഫക്റ്റീവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 + 2 4 Nm/m ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയേ, ടൈം പീരീഡ് ടി എന്ന് പറഞ്ഞാൽ 2π × √m/k എഫക്റ്റീവ് അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടും? 2π × എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 490 ഗ്രാം അല്ലേ? അപ്പോൾ നമുക്ക് 0.49 എടുക്കാം. കെ എഫക്റ്റീവ് 4 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഇസ് ഈക്വൽ ടു 2π × ഇവിടെ ഞാനൊന്ന് 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, താഴെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതെന്തായി? 49/400 ആയില്ലേ? അത് രണ്ടും പെർഫെക്റ്റ് സ്ക്വയർസ് ആയില്ലേ? അപ്പോൾ എനിക്ക് അങ്ങ് സ്ക്വയർ റൂട്ട് എടുത്താൽ പോരെ. സോ ദിസ് ഇസ് ഈക്വൽ ടു 2π × 49ൻ്റെ സ്ക്വയർ റൂട്ട് 7 ആണ്. 400ൻ്റെ എത്രയാണ്? 20 ആണ്. 2ഉം 20ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് കട്ട് ചെയ്യുമ്പോൾ താഴെ 10 കിട്ടും. 7π/10 സെക്കൻഡ്സ് എന്ന് കിട്ടും. എന്ത് ടൈം പീരിയഡ്? ടൈം പീരീഡ് ആണോ ചോദിച്ചേക്കുന്നത്? അല്ല, ചോദിച്ചേക്കുന്ന ടൈം പീരീഡ് അല്ല. അതായത് ടൈം പീരീഡ് നമ്മൾ കണ്ടുപിടിച്ചു, ഫൈൻ. ചോദിച്ചിരിക്കുന്ന ടൈം പീരീഡ് അല്ല, ചോദിച്ചിരിക്കുന്നത് ഇവിടെ ടോട്ടൽ ടൈം എത്രയാണ്? 14π സെക്കൻഡ്സിൽ ഇത് എത്ര ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചേക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ തന്നെ എഴുതുകയാണ്. n is equal to ടോട്ടൽ ടൈം ബൈ ടൈം പീരിയഡ്. ടോട്ടൽ ടൈം എത്ര? 14π അല്ലേ? 14π സെക്കൻഡ്സ് ഡിവൈഡഡ് ബൈ 7π/10 സെക്കൻഡ്സ്. 14π/7π ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. ഈ 10 അങ്ങ് മേളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇത് എത്ര എന്ന് കിട്ടും? ഇത് 2 × 10 = 20 ആണെന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഈ പറയുന്ന സമയത്ത് 14π സെക്കൻഡ്സിൽ ഇത് എത്ര ഓസിലേഷൻസ് ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? 20 ഓസിലേഷൻസ് ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ടൈം പീരീഡ് കണ്ടുപിടിക്കുക എന്ന് ഡയറക്റ്റ്ലി നമ്മളോട് പറയുന്നതേ ഇല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഓക്കെ, ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ട വരും? ടൈം പീരീഡ് കണ്ടുപിടിക്കേണ്ട വരും. അങ്ങനെ കണ്ടുപിടിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക? ഈ പറയുന്ന സമയത്ത് എത്ര തവണ ഇത് ഓസിലേറ്റ് ചെയ്തു നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ആ ചോദ്യം. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം പറയട്ടെ. ഇത് വേവ്സിലെ ചോദ്യമാണേ. ഓക്കെ, ഇൻ ദ റെസൊണൻസ് എക്സ്പെരിമെൻറ്റ് 2 എയർ കോളംസ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ് എന്ന് വെച്ചാൽ ക്ലോസ്ഡ് പൈപ്പാണ്. ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ് of 100 cm and 120 cm long gives 15 beats per second when each one is sounding in the respective fundamental notes. The velocity of sound in the air column is. അപ്പോൾ നമ്മളോട് പറയുകയാണ് 2 എയർ കോളം ഉണ്ട്, ക്ലോസ്ഡ് പൈപ്പാണെന്ന് പറയുന്നുണ്ടല്ലേ. എയർ കോളം ആകുമ്പോൾ നമ്മൾ സാധാരണ അതിനെ ക്ലോസ്ഡ് പൈപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇതാണ് ഞാൻ ജസ്റ്റ് ഫിഗർ ഒന്ന് വരച്ച് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടുള്ള ഫിഗർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ 2 എയർ കോളംസ് ഉണ്ടാവുമായിരിക്കും. ഡിഫറെൻ്റ് ലെങ്ത് ആണ് ഇതിന് രണ്ടിനും. അപ്പോൾ ഏതൊക്കെയാണ്? 100 ആൻഡ് 120 സെൻറ്റിമീറ്റർ ലോങ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും എങ്ങനെയുമാണ്? ഫണ്ടമെൻ്റൽ മോഡിലുമാണ്. ഫണ്ടമെൻ്റൽ മോഡെന്ന് പറയുമ്പം ഏറ്റവും ആദ്യത്തെ വൈബ്രേഷൻ അല്ലേ? അപ്പോൾ ഫണ്ടമെൻ്റൽ മോഡാന്ന് പറഞ്ഞാൽ ഇങ്ങനല്ലേ വൈബ്രേഷൻസ് ഉണ്ടാകുന്നത്? ഇങ്ങനെ ഇതിനകത്താണേലും ഇങ്ങനല്ലേ വൈബ്രേഷൻസ് ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ ഇത് 2 പൈപ്പാണ്. ഇത് 100 സെൻറ്റിമീറ്ററാണ്. ഇത് എത്ര? ഇത് 120 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ നമ്മളോട് പറയുകയാണ് ഫണ്ടമെൻ്റൽ മോഡിൽ ഇവർ വൈബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ന്യൂ ഫണ്ടമെൻ്റൽ ഓഫ് ഇതെന്ത് പൈപ്പാണ്? ക്ലോസ്ഡ് പൈപ്പാണ്. ക്ലോസ്ഡ് പൈപ്പ് ആകുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ V/4L എന്നാണ് വരുന്നത്
അല്ലേ? കാര്യം ഇതിനകത്ത് ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. ഞാനതിൻ്റെ തിയറി പാർട്ടിലേക്ക് പോകുന്നില്ല, കാര്യം നമ്മൾ ചോദ്യം ചെയ്ത് പഠിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ന്യൂ ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞാൽ V/4L ആണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ, gives 15 beats per second when they are sounding in their respective fundamental modes. അതായത് ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് V/4L1 ആയിരിക്കും, ഇതിൻ്റെ V/4L2 ആയിരിക്കും. ഇവർ രണ്ടുപേരോട് ഒരുമിച്ച് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ബീറ്റ്സ് കിട്ടുന്നുണ്ട്? 15 ബീറ്റ്സ് കിട്ടുന്നുണ്ട്. എന്താ ബീറ്റ്സ് എന്ന് പറഞ്ഞാൽ? നിയർലി ഈക്വൽ ഫ്രീക്വൻസി ഉള്ള രണ്ട് വേവ്സ് വന്ന് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പം there will be a periodic variation in intensity, അല്ലേ? വാക്സിങ് ആൻഡ് വാനിങ് ഓഫ് ഇൻറ്റൻസിറ്റീസ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ബീറ്റ്സ് എന്നൊക്കെ നമുക്കറിയാം. എന്തോ ബീറ്റ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ? ബീറ്റ് ഫ്രീക്വൻസി നമുക്ക് ഒരു സെക്കൻഡ് കേൾക്കാൻ പറ്റുന്ന നമ്പർ ഓഫ് ബീറ്റ്സ് ആണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മളിപ്പോൾ പറഞ്ഞത് നിയർലി ഈക്വൽ ഫ്രീക്വൻസി എന്നല്ലേ? അപ്പോൾ ഫ്രീക്വൻസിക്ക് ചെറിയ ചേഞ്ച് മാത്രമുള്ള രണ്ട് വേവ്സ് ആണ് സൂപ്പർ ഇമ്പോസ് ചെയ്യുക. അപ്പോൾ ബീറ്റ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി ആയിരിക്കും. ഇപ്പോൾ രണ്ട് വേവ്സിനിടയ്ക്കുള്ള ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി 5 ഹെഡ്സ് ആണെങ്കിൽ ബീറ്റ് ഫ്രീക്വൻസി എത്രയായിരിക്കും? 5 ഹെഡ്സ് ആയിരിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ നമ്മളോട് പറയാണ് ബീറ്റ് ഫ്രീക്വൻസി എത്രയാണെന്ന്. ബീറ്റ് ഫ്രീക്വൻസി 15 ആണെന്നല്ലേ പറയുന്നത്? ബീറ്റ് ഫ്രീക്വൻസി 15 എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് കേൾക്കാൻ പറ്റുന്ന നമ്പർ ഓഫ് ബീറ്റ്സ് എത്രയാണെന്നാ? 15 ആണെന്നാ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബീറ്റ് ഫ്രീക്വൻസി 15 ആണെങ്കിൽ μ1 മൈനസ് μ2 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കിട്ടും? ആ ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി 15 ആണെന്നാ, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ μ1നെ എനിക്ക് വേണമെങ്കിൽ എന്താണെന്ന് എഴുതാൻ പറ്റും? V/4L1 എന്ന് എഴുതിക്കൂടെ? അതാണ് ആദ്യത്തെ പൈപ്പിലെ ഫണ്ടമെന്റൽ വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി. അടുത്ത എന്തുവാ? V/4L2. ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര കിട്ടുമെന്നാണ് ചോദ്യത്തിൽ പറയുന്നത്? 15 കിട്ടുമെന്നാണ് ചോദ്യത്തിൽ പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ V/4L1 മൈനസ് V/4L2 ഇസ് ഈക്വൽ ടു 15. L1 L2 നമുക്കുണ്ട്. L1ൻ്റെ വാല്യൂ 100 സെൻറ്റിമീറ്റർ, L2ൻ്റെ വാല്യൂ എത്രയാണ്? 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ഇവിടെ എനിക്ക് V/4 കോമൺ എടുക്കാൻ പറ്റുമേ. V/4 ഇൻറ്റു 1/L1 മൈനസ് 1/L2, അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു 15. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ആണ് കണ്ടുപിടിക്കേണ്ടത്, V ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ എഴുതാൻ പോവുക? V/4 ഇൻറ്റു 1/100 സെൻറ്റിമീറ്റർ 1 എന്ന് തന്നെ കൊടുത്താൽ മതിയല്ലോ, കാര്യം SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് 1 മീറ്റർ ആയി. സോ 1/1 മൈനസ് 1/1.2 ഇസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും? 15 ആണെന്ന് കിട്ടും. ഓക്കെ, ഇനി V/4 ഇൻറ്റു ഇതെന്തുവാ? 1 മൈനസ് 1.2 അല്ലയോ? 1 മൈനസ് 1/1.2 ഇസ് ഈക്വൽ ടു 15. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടുന്ന് V/4 ഇൻറ്റു ഇതെത്രയാ? 1.2. 1.2 മൈനസ് 1 ചെയ്യുമ്പോൾ 0.2 എന്ന് കിട്ടും. ദിസ് ഇസ് ഈക്വൽ ടു 15 ആണെന്ന് കിട്ടിയില്ലേ? സോ ഇതിനെ എനിക്ക് വേണമെങ്കിൽ ഇത് 2/12 എന്ന് കിട്ടും. 2/12 എന്ന് പറഞ്ഞാൽ 1/6. സോ V/4 ഇൻറ്റു 6 ഇസ് ഈക്വൽ ടു 15 എന്ന് കിട്ടും. യെസ്, ആൻസർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. എത്രയാണ്? 4 ഇതങ്ങ് ചെല്ലുമ്പോൾ 60 ഇൻറ്റു 6 360 എന്ന് കിട്ടൂലേ? അപ്പോൾ 360 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് കിട്ടും നമ്മുടെ എന്ത്? സ്പീഡ് ഓഫ് സൗണ്ട്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കൺസെപ്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ക്ലോസ്ഡ് പൈപ്പിൻ്റെ കേസിലുള്ള ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി V/4L ആണെന്നുള്ളതും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി ഓഫ് 2 വേവ്സ് ആണെന്ന് പറയുന്ന രണ്ട് കൺസെപ്റ്റും കൂടെ കമ്പൈൻ ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക? ഈ ചോദ്യത്തിൻ്റെ ആൻസർ കിട്ടുക. സോ നല്ലൊരു ചോദ്യമാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ഒക്കെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ ഇനിയും ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ലോലൊന്ന് വായിച്ച് വെച്ചേക്കണം. സോ ഇതിൻ്റെ ആൻസർ എത്രയാണ് വരുന്നത്? 360 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. നമ്മുടെ ഓപ്ഷൻ 4 വരും. ഓക്കെ, സോ അതാണ് ആ ചോദ്യം. അടുത്ത ചോദ്യം പറയാമല്ലോ എനിക്ക്. നോക്കി, ഇത് നല്ലൊരു ചോദ്യമാണ്. The displacement equations of two interfering waves are given by y1 is equal to 10 sin omega t plus pi by 3 centimeter and y2 is equal to 5 sin omega t plus √3 cos omega t centimeter respectively. The amplitude of the resultant wave is dash centimeter. അപ്പോൾ നമുക്കറിയാം വേവുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റും, സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പറ്റും.
അങ്ങനെ പല വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് റിസൾട്ടൻ്റ് വേവ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സൈനസോയിഡൽ വേവ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ വേവ് എന്ന് പറയുന്നത് y1 = 10 sin ωt + y/3 ആണ്. സെക്കൻഡ് വേവിനെ നമുക്ക് സൈനസോയിഡൽ ഫോമിൽ തന്നെ എഴുതിയെന്നുണ്ടായിരുന്നെങ്കിൽ ഫേസ് ഡിഫറൻസ് എടുത്തിട്ട് എന്തോ ആംപ്ലിറ്റ്യൂഡ് അല്ലേ വേണ്ട, √(a1² + a2² + 2a1 a2 cos φ എന്നങ്ങ് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി എന്തെഴുതാൻ പറ്റത്തില്ല, ഡയറക്റ്റ് ആയിട്ട് ഫേസ് ഡിഫറൻസ് എടുക്കാൻ പറ്റത്തില്ല. കാര്യം ഇത് തന്നെ കോമ്പിനേഷൻ ഓഫ് 2 assertion ആയിട്ടാണ് കിടക്കുന്നത്. അതായത് 5 sin ωt + 5√3 cos ωt എന്ന് പറയുന്ന 2 assertionൻ്റെ കോമ്പിനേഷൻ ആയിട്ടാണ് ഈ y2 കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ സാധനത്തിനെ എന്ത് ചെയ്യേണ്ടി വരും, ചേഞ്ച് ചെയ്യേണ്ടി വരും. എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ പല ചോദ്യങ്ങൾ പല വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ആണ് ഇതിൻ്റെ പല ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ 5 × sin ωt + √3 cos ωt ഇതല്ലേ. ഇവിടെ ഒരു sin ωt ടേം ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു 1 എന്നൊരു മൾട്ടിപ്പിൾ ഉണ്ടാവും. 1 × sin ωt + √3 × cos ωt. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരാം. ഇവിടെ നോക്കി, ഇപ്പം a sin ωt + b cos ωt ഈ ഫോമിലല്ലേ ഇത് കിടക്കുന്നത്. 1 × sin ωt + √3 × cos ωt ഈ ഫോമിലല്ലേ കിടക്കുന്നത്. ഇങ്ങനൊരു ഫോമിൽ കിടക്കുന്ന വേവിനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യം മാത്രം ചെയ്താൽ മതി. ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് a, ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് b. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ √(a² + b² വെച്ച് ഇതിനെ മൾട്ടിപ്ലൈയും ചെയ്യണം, ഡിവൈഡും ചെയ്യണം. അതായത് ഈ ടോട്ടൽ ഇക്വേഷനെ √(a² + b² വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ sin of a + b ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. സോ ഇവിടെ ഇതാണ് ഫോം എന്നുള്ളൊരു സംശയമില്ലല്ലോ, a sin ωt + b cos ωt. അപ്പോൾ ഇവിടുത്തെ എക്ക് വരെ വരുന്ന വാല്യൂ എന്തുവാ, 1 ആണ്. ഇവിടെ എന്തോ വരുന്നത് √3 അല്ലേ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇവിടെ എനിക്ക് വേണമെങ്കിൽ √(1 + √3യുടെ സ്ക്വയർ എന്ന് വെച്ചാൽ √(1 + 3) എന്ന് കിട്ടും, √4 എന്ന് കിട്ടും, 2 എന്ന് കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകും, ഞാൻ ഈ ടോട്ടൽ ഇക്വേഷനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2 വെച്ച് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ദിസ് ഈസ് ഈക്വൽ ടു, ഞാൻ ആദ്യം 5 × 2 മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി അകത്താണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. സോ 1/2 × sin ωt + √3/2 × cos ωt ഇതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, 2 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇക്വേഷൻ വ്യത്യാസമൊന്നുമില്ല, സെയിം നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് സെയിം നമ്പർ വെച്ച് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ 5 × 2 ഇവിടെ 1/2 sin ωt + √3/2 cos ωt. നമുക്ക് ശരിക്കും ബേസിക്കലി ഇക്വേഷൻ വേണ്ട എന്തെങ്കിലും ഇപ്പം a0 sin ωt + 5 എന്നുള്ള ഫോമിലാണ് ഇക്വേഷൻ വരേണ്ടത്. ഇത് നോക്ക്, ഇതിനെ ഞാൻ a + b എന്ന് പറയുന്ന sin of a + b കൺവേർട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ sin of a + bയുടെ ഇക്വേഷൻ എന്തായിരുന്നു, sin of a + b എന്ന് പറഞ്ഞാൽ sin a cos b + cos a sin b അല്ലേ. sin of a + b എന്ന് പറഞ്ഞാൽ sin a cos b + cos a sin b ഈ ഫോമിലേക്ക് ഞാനതിനെ മാറ്റാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി എനിക്കൊരു sin ωt ഉണ്ട്. അപ്പോൾ ഇനി എനിക്ക് വേണ്ടത് ഒരു cos φ ആയിരിക്കും അല്ലേ. sin ωt cos φ, അതായത് ഏതോ ഒരു ആംഗിളിൻ്റെ കോസ് വാല്യൂ ആണ് 1/2. ഏത് ആംഗിളിൻ്റെ കോസ് വാല്യൂ 1/2 എന്ന് ആലോചിച്ച് നോക്ക്. cos π/3 അല്ലേ, cos 60 അല്ലേ 1/2 എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിതിനെ sin ωt cos 60 എന്ന് എഴുതാൻ പറ്റും, sin ωt cos 60. ഓക്കെ, ഇനി ഇവിടെ വരുമ്പോൾ എന്തുവാ, cos ωt ഉണ്ട്, sin 60 അല്ലേ കിടക്കുന്നത്, √3/2. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ എനിക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ പറ്റും, ഇതിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു, ഇത് 5 × 10 ആയി, 10 × sin ωt. ഇനി 1/2 വരെ എനിക്ക് എന്ത് എഴുതാൻ പറ്റും, sin ωt cos π/3 അല്ലേ. 1/2 പകരം എന്തുവാ, cos π/3 പ്ലസ് ഇതാരാ, ഇനി ഒരു cos ωt ഉണ്ട്, sin ωt cos π/3 പ്ലസ് cos ωt sin π/3 അല്ലേ, √3/2. അപ്പോൾ cos ωt sin π/3. ഓക്കെ ആണോ. അപ്പോൾ ഇതാരാ,
sin omega t cos pi by 3 plus cos omega t sin pi by 3. ഇത് sin of a plus b എന്ന് വെച്ചാൽ sin of omega t plus pi by 3. സംശയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതിനെ എനിക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാൻ പറ്റും 10 sin omega t plus pi by 3. ഓക്കെ ആണോ? ഇവിടെ നമ്മൾ രണ്ട് കോമ്പിനേഷൻ ഓഫ് എസ് എച്ച് എം ആക്കി എഴുതി വെച്ചിരുന്ന സാധനത്തിന് ഞാനിപ്പോൾ എന്താക്കി മാറ്റി? ആ ഒരു നോർമൽ എസ് എച്ച് എമ്മിൻ്റെ ഇക്വേഷൻ ആക്കി മാറ്റി. 10 sin omega t plus pi by 3 ആക്കി മാറ്റി. അപ്പോൾ എനിക്ക് y2നെ എങ്ങനെ റീറൈറ്റ് ചെയ്യാം? y2 എന്ന് പറഞ്ഞാൽ 10 sin omega t plus pi by 3. y1 എന്തുവായിരുന്നു? y1 ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. y1 എന്ന് പറഞ്ഞാൽ അത് 10 തന്നെയായിരുന്നോ? 10 sin omega t plus pi by 3. 10 sin omega t plus pi by 3. അപ്പോൾ നമുക്ക് y1 കിട്ടി, y2 കിട്ടി അല്ലേ? ഇതാണ് ഇതിൻ്റെ ഫേസ് ഡിഫറൻസ് φ1, ഇതാണ് ഇതിൻ്റെ ഫേസ് ഡിഫറൻസ് φ2 അല്ലേ? അപ്പോൾ ഈ രണ്ട് വേവ്സിനിടയ്ക്കുള്ള ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ φ is equal to എന്തുവാ? φ1 മൈനസ് φ2 ആ. രണ്ടുപേരുടെ ഫേസിനിടയ്ക്കുള്ള വ്യത്യാസമാണ്. അപ്പോൾ pi by 3 മൈനസ് pi by 3 എത്രയാണെന്ന് കിട്ടും? 0 ആണെന്ന് കിട്ടും. അപ്പോൾ രണ്ടുപേർക്ക് ഇടയ്ക്ക് എന്തില്ല? ഫേസ് ഇല്ല. രണ്ടുപേരും സെയിം ഫേസിലാണെന്നുണ്ടെങ്കിൽ ഫൈയുടെ വാല്യൂ 0 ആണെങ്കിൽ if phi is equal to 0 then a റിസൾട്ട് എന്താ പറയുന്നത്? a1 plus a2 എന്ന് മാത്രമല്ലേ ഉള്ളൂ. സ്ക്വയർ റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2 cos phi എന്നുള്ള ഫോമിൽ എഴുതുന്നത്. അപ്പോൾ നമുക്ക് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2 എന്ന് കിട്ടും. a1 പ്ലസ് a2 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. രണ്ടുപേരും സെയിം ഫേസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എത്ര വരും? a1 പ്ലസ് a2 ആണെന്ന് വരും. ഓക്കെ, അപ്പോൾ a1 ഉം a2 നമ്മുടെ കയ്യിലുണ്ട്. എത്രയാണ്? 10 ഉം 10 ഉം ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 10 പ്ലസ് 10 എത്രയാണെന്ന് കിട്ടും? 20 ആണെന്ന് കിട്ടും. 20 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ചോദ്യമാണ്. ഇതുപോലെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് മാത്രം ഓർത്താൽ മതി. അതായത് ഇപ്പം ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻ, ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയാതെ, ഇങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിൽ ഇപ്പം ഇതിപ്പോൾ a sin omega t പ്ലസ് b cos omega t ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്വയർ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ എടുക്കുക, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, അത്രയും ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, നല്ല ചോദ്യമാണ്, ഓർത്ത് വെച്ചേക്കാം കേട്ടോ. സോ അതിൻ്റെ ആൻസർ എത്രയാണ്? 20 സെൻറ്റിമീറ്റർ ആണ്. ക്ലിയർ അല്ലേ? ഞാൻ അടുത്ത ചോദ്യം പറഞ്ഞോട്ടെ. ഓക്കെ, a set of 20 tuning forks is arranged in a series of increasing frequencies. If each fork gives 4 beats with respect to the preceding fork and the frequency of the last fork is at twice the frequency of the first, then the frequency of the last fork is എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഒന്ന് സിറ്റുവേഷൻ മനസ്സിലാക്കി നോക്കും. ഇപ്പം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ ഒരു കഥ കാണും. ഈ കഥ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചോദ്യം ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ മനസ്സിലാക്കുന്ന കഥ ശരിക്കുള്ള കഥയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നോക്കിക്കേ, ഇവിടെ സെറ്റ് ഓഫ് 20 ട്യൂണിംഗ് ഫോക്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ സീരീസ് ഓഫ് ഇൻക്രീസിങ് ഫ്രീക്വൻസീസ്. അതായത് നമ്മുടെ ഇതിൽ 20 ട്യൂണിംഗ് ഫോക്സ് ഉണ്ട്. ഓരോന്നിൻ്റെ ഫ്രീക്വൻസി nu1, nu2, nu3 എക്സെട്ര അപ് ടു എവിടെ വരെ ഉണ്ട്? nu20 വരെ ഉണ്ട്. അപ്പോൾ 20 ട്യൂണിംഗ് ഫോക്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുക. ഇൻക്രീസിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇതിനേക്കാളും കൂടുതലായി ഇത്. അപ്പോൾ nu1, nu2, nu3 എവിടം വരെ? nu20 വരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി പറയുന്ന കാര്യം നോക്കിയേ, ഇഫ് ഈച്ച് ഫോർ ഗീവ്സ് 4 ബീറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു ദ പ്രിസീഡിങ് ഫോർക്ക്, എന്ന് വെച്ചാൽ nu1 ഉം nu2 കൂടെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ 4 ബീറ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി ആണല്ലേ. അപ്പോൾ ഈ nu1നേക്കാളും എത്ര കൂടുതലാണ്? nu2 4 കൂടുതലാണ്. അതുപോലെ nu2നേക്കാളും 4 കൂടുതലാണ് nu3. nu3യേക്കാളും 4 കൂടുതലാണ് എന്ത്? nu4 അല്ലേ. അപ്പോൾ ഇവരെല്ലാം ഒരു 4 ഹെഡ്സ് ഫ്രീക്വൻസി റേഞ്ചിൽ ഡിഫറൻസിൽ വരുന്ന ട്യൂണിംഗ് ഫോർക്കുകളാണ്. അതായത് എനിക്ക് ഇവിടെ എഴുതാൻ പറ്റും ബീറ്റ് ഫ്രീക്വൻസി എത്ര? ബീറ്റ് ഫ്രീക്വൻസി എല്ലാത്തിൻ്റെ, ഒന്നിൻ്റെ മാത്രമല്ല, ഏത് അടുത്തടുത്തുള്ള 2 ട്യൂണിംഗ് ഫോർക്ക് എടുത്ത് നോക്കിയാലും ബീറ്റ് ഫ്രീക്വൻസി എത്ര? 4 ആണ്. അതായത് ഇങ്ങനെ എഴുതാൻ പറ്റും എനിക്ക്, nu2 മൈനസ് nu1 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് എഴുതാൻ പറ്റും? 4 ആണെന്ന് എഴുതാൻ പറ്റും. അതായത് nu2 എന്ന് പറഞ്ഞാൽ nu1 പ്ലസ് 4 ആണ് അല്ലേ. ഇതിൽ നിന്ന് എനിക്ക് വേണമെങ്കിൽ nu3 ഈസ് ഈക്വൽ ടു nu2 പ്ലസ് 4 എന്ന് എഴുതാൻ പറ്റും. ഈ nu2 എന്ന് പറഞ്ഞാൽ ഓൾറെഡി nu1 പ്ലസ് 4 അല്ലയോ. അപ്പോൾ ഇതിന് എനിക്ക് വേണമെങ്കിൽ nu1 പ്ലസ് 2 × 4 എന്ന് എഴുതി കൂടെ. അതായത് ഇതിൻ്റെ കൂടെ 4 കൂട്ടി ഇത് കിട്ടും. 4 കൂട്ടി ഇത് കിട്ടുമെങ്കിൽ 8 കൂട്ടി ഇത് കിട്ടും, 12 കൂട്ടി അടുത്തത് കിട്ടും. അങ്ങനെയല്ലേ വരുന്നേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഇവിടെ nu1, nu2, nu3 എക്സെട്ര അപ് ടു nu20 എന്ന് പറഞ്ഞാൽ nu1 പ്ലസ്
2 into 4, 3 into 4. അപ്പോൾ എത്ര വരും? 19 into 4 എന്ന് വരത്തില്ലയോ? അതായത് ന്യൂ1ൻ്റെ കൂടെ 19 പ്രാവശ്യം 19 ടൈംസ് 4 ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? ന്യൂ20 കിട്ടുക. 19 into 4 എന്ന് പറഞ്ഞാൽ എത്ര? അത് 76 അല്ലേ? അപ്പം ന്യൂ20 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് കിട്ടി? 76. ന്യൂ1 പ്ലസ് 76 ആണ് കിട്ടും അല്ലേ? ന്യൂ20 ഈസ് ഈക്വൽ ടു ന്യൂ1 പ്ലസ് 76 ആണ് കിട്ടും. ഇതാണ് എൻ്റെ ഒരു ഇക്വേഷൻ. ഓക്കെ ആണോ? അപ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ന്യൂ20 എന്ന് പറയുന്നത് എത്രയാണെന്ന്? 76 ആണെന്ന് കിട്ടി. ഓക്കെ, ഐ മീൻ ന്യൂ20 എന്ന് പറഞ്ഞാൽ ന്യൂ1 പ്ലസ് 76 ആണെന്ന് കിട്ടി. ഇനി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ്? ദ ഫ്രീക്വൻസി ഓഫ് ദ ലാസ്റ്റ് ഫോർക്ക് ഇസ് ട്വൈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ ഫസ്റ്റ് ഫോർക്ക്. അതായത് നമ്മളോട് പറയുകയാണ് ന്യൂ20 അല്ലേ ലാസ്റ്റ് ഫോർക്ക്. ന്യൂ20 എന്ന് പറഞ്ഞാൽ 2 into ന്യൂ1 ആണ്. ഇതാണ് എൻ്റെ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ്റെ LHS സെയിം ആയതുകൊണ്ട് RHS ഇക്വേറ്റ് ചെയ്യാൻ പോവുക. എന്തോ കിട്ടും? ന്യൂ1 പ്ലസ് 76 ഇസ് ഈക്വൽ ടു 2 ന്യൂ1 ആണെന്ന് കിട്ടും. ആണോ? അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങ് ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2 ന്യൂ1 മൈനസ് ന്യൂ1 ഇസ് ഈക്വൽ ടു 76. ന്യൂ1 ഇസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടി? 76 ഹെഡ്സ് കിട്ടി. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കിട്ടിയല്ലോ ആൻസർ എന്ന് പറഞ്ഞിട്ട് പോയി ബബിൾ ചെയ്യരുത്. കാര്യം എന്താ? നമുക്കിപ്പോൾ കിട്ടിയത് ഫസ്റ്റ് ട്യൂണിങ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസിയാണ്. ചോദിച്ചേക്കുന്ന ഫസ്റ്റ് ട്യൂണിങ് ഫോർക്കിൻ്റെ അതിൻ്റെ ഫ്രീക്വൻസി അല്ല. എന്തിൻ്റെയാണ് ചോദിച്ചേക്കുന്നത്? ഫ്രീക്വൻസി ഓഫ് ദ ലാസ്റ്റ് ഫോർക്കാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ 76 മാർക്ക് ചെയ്താൽ നമുക്ക് ഒരു മാർക്ക് അങ്ങ് പോവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഒന്ന് വായിച്ച് നോക്കിയിട്ടേ ചെയ്യാവൂ. ലാസ്റ്റ് ട്യൂണിങ് ഫോർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ട്യൂണിങ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസിയുടെ 2 ടൈംസാണ്. ന്യൂ20 എന്ന് പറയുന്നത് 2 into ന്യൂ1 ആണ്. 2 into 76 ആണ്. 152 ഹെഡ്സ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിയാത്തത് കൊണ്ടല്ല ആൻസർ തെറ്റിപ്പോന്നെ. ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമുക്ക് ചിലപ്പോൾ ഒരു ശ്രദ്ധ കുറവ് വരുന്നതുകൊണ്ട് ആൻസർ തെറ്റിപ്പോവുക. അപ്പോൾ ഇവിടെ 76 അല്ല ആൻസർ വരുന്നത്. ഉറപ്പായിട്ട് 76 കാണുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മളെ തെറ്റിക്കാനൊരു ഉദ്ദേശമുള്ള 76 ഇവിടെ കാണും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഏതാണ് ആൻസർ? 152 ആണ് ആൻസർ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതുപോലെ വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഞാൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലോണം ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. സോ അതിൻ്റെ ആൻസർ എത്രയാണ്? 152 ഹെഡ്സ് ആണ്. അടുത്ത് നോക്കിയേ. The general displacement of a simple harmonic oscillator is x is equal to a sin omega t. നമുക്കറിയുന്ന ഇക്വേഷൻ അല്ലേ ഇത്? general displacement of a simple harmonic oscillator is x is equal to a sin omega t. Let t be the time period. The slope of its potential energy versus time curve will be maximum when t is equal to t by beta. The value of beta is. അപ്പോൾ ഇവിടെ പറയുകയാണ് ജനറൽ എക്സ്പ്രഷൻ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് a sin omega t ആണ്. നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനാണ് വേണ്ട അല്ലേ? അപ്പോൾ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ യു എന്ന് പറയുന്നത് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ യു ഇസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. നമുക്കറിയാം ചെയ്യാം എക്സ് ഇസ് ഈക്വൽ ടു എന്തുവാന്ന്? എ സൈൻ ഒമേഗ ടി അല്ലേ? എന്നിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? യു ഇസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. ഇത് യു വേഴ്സസ് ടി റിലേഷനാണ്. പൊട്ടൻഷ്യൽ എനർജി വേഴ്സസ് ടൈം റിലേഷനാണ് ഇത്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ? ടൈം പീരീഡ് ടി എന്നൊക്കെ പറയുന്നുണ്ട്. ദ സ്ലോപ്പ് ഓഫ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി വേഴ്സസ് ടൈം കർവ് വിൽ ബി മാക്സിമം വെൻ ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ടി ബൈ ബീറ്റ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് എന്താണ് സ്ലോപ്പ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി വേഴ്സസ് ടൈം കർവ്? സ്ലോപ്പ് ഓഫ് യു വേഴ്സസ് ടി ഗ്രാഫ്. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? ഏത് ഗ്രാഫിൻ്റെയും സ്ലോപ്പ് dy ബൈ ഡി എക്സ് ആണ്. ഈ യു വേഴ്സസ് ടി ഗ്രാഫ് ആകുമ്പോൾ വൈക്ക് പകരം യുവും വരും, എക്സിന് പകരം എന്തും വരും? ടിയും വരും. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡി യു ബൈ ഡി ടി ആണ് അല്ലേ? സ്ലോപ്പ് ഡി യു ബൈ ഡി ടി. അപ്പം ആൻസറൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ചെയ്ത് നോക്കിക്കോ ഒന്ന്. അപ്പോൾ ഇവിടെ ഡി യു ബൈ ഡി ടി ആണെന്ന് വരും അല്ലേ? നമുക്ക് എന്ത് മാത്രം ചെയ്താൽ മതി? നമ്മുടെ യുവിൻ്റെ ഫംഗ്ഷനെ ഒന്ന് ടി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇവിടെ ഡി യു ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്തുവാ കിട്ടാൻ പോന്നേ? ഡി ബൈ ഡി ടി ഓഫ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. അപ്പോൾ ഇവിടെ എം കോൺസ്റ്റൻ്റാ, ഒമേഗ കോൺസ്റ്റൻ്റാ, എ കോൺസ്റ്റൻ്റ്, അതിനെയൊക്കെ ഞാൻ ഇങ്ങനെ പുറത്ത് എഴുതാൻ പോവുകയാണേ. ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ്
സൈൻ സ്ക്വയർ ഒമേഗ ടി. അപ്പോൾ ഇവിടെ നമുക്ക് സൈൻ സ്ക്വയർ ഒമേഗ ടിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാനിതിനെ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ഒമേഗ ടി ഡെറിവേറ്റീവ് ആദ്യം ഞാൻ സൈൻ സ്ക്വയറിന് ഇത് ചെയ്യുന്നു. അപ്പോൾ അതെന്തായി 2 സൈൻ ഒമേഗ ടി അല്ലേ, 2 സൈൻ ഒമേഗ ടി ഇൻറ്റു 2 സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗയുടെ ഡെറിവേറ്റീവ് എന്തുവാ കോസ് ഒമേഗ ടി. അപ്പോൾ 2 സൈൻ ഒമേഗ ടി ഇൻറ്റു കോസ് ഒമേഗ ടി ഇൻറ്റു ഇനി എന്തുവാ ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് ചെയിൻ റൂളാണ്. ഒമേഗയുടെ ഡെറിവേറ്റീവ് എന്തുവാ ഒമേഗ. ഇങ്ങനല്ലേ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നേ. ഇനി ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഒമേഗേനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു. അപ്പോൾ ഹാഫ് എം ഒമേഗ ക്യൂബ് എ സ്ക്വയർ ഇൻറ്റു ഇതാരാ, ഇതാ ഇവിടെ കിട്ടേണ്ട സംഭവം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടി. ആരാ 2 സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി. 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ 2x ആണ്. അപ്പോൾ 2 സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും സൈൻ 2 ഒമേഗ ടി ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് സ്ലോപ്പ് എന്തുവാന്ന് കിട്ടി du/dt. du/dt എന്ന് പറഞ്ഞാൽ ഹാഫ് ഒമേഗ ക്യൂബ് എക്സ് സ്ക്വയർ. അതെവിടെ ഇരുന്നോട്ടെ, ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ, അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. സൈൻ 2 ഒമേഗ ടി ആണെന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇതെപ്പോൾ എന്താവുമെന്നാ, ഇതെപ്പോൾ മാക്സിമം ആവുമെന്നാ. അതായത് du/dt മാക്സിമം ആവണം, du/dt മാക്സിമം ആവണം. du/dt മാക്സിമം ആണെന്നുണ്ടെങ്കിൽ ഇത് മാക്സിമം ആവണം. ഇത്രയും വാല്യൂ കോൺസ്റ്റന്റാ, അതിന് മാക്സിമം മിനിമം വാല്യൂ ഒന്നുമില്ല, അതിനൊരു കോൺസ്റ്റന്റ് വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സൈൻ 2 ഒമേഗ ടി എന്തോ ആയാൽ മതി, മാക്സിമം ആയാൽ മതി അല്ലേ. du/dt മാക്സിമം ആവാൻ വേണ്ടി സൈൻ 2 ഒമേഗ ടി എന്തായാൽ മതി, മാക്സിമം ആയാൽ മതി. ഇതൊരു സൈൻ ഫംഗ്ഷനാണ്. സൈൻ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ 1 അല്ലേ. സൈൻ വാല്യൂവിന് വരാവുന്ന ഏറ്റവും മാക്സിമം വാല്യൂ 1. അതായത് സൈൻ 2 ഒമേഗ ടി എന്താ വരണം, സൈൻ 2 ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എത്ര ആണെന്ന് വരണം, 1 ആണെന്ന് വരണം അല്ലേ. അതായത് സൈൻ വാല്യൂ 1 വരുന്നത് ഈ ആംഗിൾ എത്ര വരുമ്പോഴാണ്, π/2 വരുമ്പോഴല്ലയോ. അതായത് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും 2 ഒമേഗ ടി എന്ത് വന്നാൽ മതി, π/2 വന്നാൽ മതി, 90 ഡിഗ്രി വന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, യെസ് 2 ഇൻറ്റു ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t അല്ലേ, നമുക്ക് ടൈം പീരീഡ് വെച്ചിട്ട് എഴുതണ്ടേ. 2π/t ഇൻറ്റു ടി എന്ന് പറയുന്നത് എത്ര, π/2 ആണ്. ഞാൻ ഇവിടുന്ന് പൈ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ടി ഇസ് ഈക്വൽ ടു എന്തുവാന്ന് കിട്ടും, സ്മോൾ ടി എന്ന് പറയുന്നത് ക്യാപിറ്റൽ T/4 താഴെ വരുമ്പോൾ 8 ആണെന്ന് കിട്ടും. ഓക്കെ ആണോ. അപ്പോൾ നമ്മുടെ du/dt ഗ്രാഫിൻ്റെ സ്ലോപ്പ് മാക്സിമം ആവുന്നത് ടി ഇസ് ഈക്വൽ ടു എന്ത് വരുമ്പോഴാ, T/8 എന്ന് വരുമ്പോഴാണ്. സോ നല്ലൊരു ചോദ്യമാണ്, ഓർത്ത് വെച്ചേക്കുക. അതിൻ്റെ ഓപ്ഷൻ എത്രയാണ്, ഓപ്ഷൻ എന്ന് പറയുന്നത് T/8 ആണ്. ഓക്കെ, T/8 ഓക്കെ ആണല്ലോ അല്ലേ. അടുത്ത ചോദ്യം നോക്കിയേ. In a linear simple harmonic motion, assertion, the restoring force is directly proportional to the displacement. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം, ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നോക്കാം. നോക്കിയേ, റീസ്റ്റോറിങ് ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആണോ നോക്കാം. SHM ആവുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, SHM ആവാനുള്ള കണ്ടീഷൻ തന്നെ ഇതാ, F is equal to -kx എന്ന് എഴുതാൻ പറ്റുന്ന ഫോഴ്സുകളെയാണ്, അതായത് ഇങ്ങനെ വരുന്ന സംഭവങ്ങളെ നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്, SHM എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ റീസ്റ്റോറിങ് ഫോഴ്സ്, ഇത് റീസ്റ്റോറിങ് ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഡിസ്പ്ലേസ്മെൻറ്റ് ശരിയല്ലേ. ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റൂലേ, F പ്രൊപ്പോർഷണൽ ടു എക്സ് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലേ, റീസ്റ്റോറിങ് ഫോഴ്സ് എപ്പോഴും എന്തിന് പ്രൊപ്പോർഷണൽ, ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊപ്പോർഷണൽ. ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുമ്പോൾ ആ ഫോഴ്സും കൂടും. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആകുമ്പം ഫോഴ്സ് എന്തോ ചെയ്യും, ആ ഫോഴ്സ് 0 ആവുകയും ചെയ്യും. സോ ഈ ഓപ്ഷൻ ശരിയാണ്, ഇത് കറക്റ്റ് ഓപ്ഷനാണ്. അടുത്ത എന്തുവാ, ആക്സിലറേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ശരിയല്ലേ. ഇതേ നോക്കിക്കേ, എഫ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇക്വൽ ടു -kx. ഇത് നമുക്ക് വേണമെങ്കിൽ എ എന്ന് പറയുന്നത് എ പ്രൊപ്പോർഷണൽ ടു -x ആണെന്ന് പറഞ്ഞൂടെ. അതായത് എഫും എക്സും ഒക്കെ അങ്ങനെ തന്നെ. ഇത് ഫോഴ്സിന് പ്രൊപ്പോർഷനല്ല, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനല്ല. ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണോ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴും എന്ത് ആക്ട് ചെയ്യാൻ പോകുന്നത്, ഫോഴ്സ് ആക്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ആക്സിലറേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്സ് ആർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. യെസ്, അത് ശരിയാണ്. അടുത്ത എന്താ, വെലോസിറ്റി ഈസ് മാക്സിമം അറ്റ് മെയിൻ പൊസിഷൻ. നിങ്ങളൊന്ന് സിമ്പിൾ പെൻഡുലം ആലോചിച്ചാൽ മതി. സിമ്പിൾ പെൻഡുലം വരുന്ന കേസിൽ എന്തുവാ സംഭവിക്കുന്നത്, ആ സിമ്പിൾ പെൻഡുലം വരുമ്പം ഇത് മെയിൻ പൊസിഷനെ ക്രോസ് ചെയ്യുന്ന മാക്സിമം സ്പീഡിലാണ് അല്ലേ. അതേ നമുക്ക് ഇങ്ങനെ വേണേലും ആലോചിക്കാം. നമുക്ക് വെലോസിറ്റി ഇക്വേഷൻ V is equal to omega into root of a square minus x square എന്നല്ലേ ഇക്വേഷൻ. മീൻ പൊസിഷൻ ആവുമ്പം
മീൻ പൊസിഷനിൽ എക്സിൻ്റെ വാല്യൂ 0 ആണ്. എക്സിൻ്റെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ a² - 0². അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് a² എന്ന് വരും. അപ്പോൾ വി എന്തുവാന്ന് വരും? ആ വി എന്ന് പറയുന്നത് a⍵ ആന്ന് വരും, വിച്ച് ഇസ് ദ മാക്സിമം വാല്യൂ. ദെയർഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് ശരിയാണ്, വെലോസിറ്റി ഇസ് മാക്സിമം ടു മീൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ശരിയാണ്. മീൻ പൊസിഷനെ ക്രോസ് ചെയ്യുന്ന മാക്സിമം സ്പീഡില്ല. അടുത്ത എന്തുവാ? ആക്സിലറേഷൻ ഇസ് മിനിമം അറ്റ് എക്സ്ട്രീം പോയിന്റ്സ്. അങ്ങനെയാണോ? ആക്സിലറേഷൻ്റെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെ a = -ω²x എന്ന. എക്സ്ട്രീം പോയിന്റിൽ മിനിമം ആണ് വരുന്നത്. എക്സ്ട്രീം പോയിന്റ് എന്ന് പറയുമ്പോൾ എൻ്റെ പോയിന്റിൽ എക്സിൻ്റെ വാല്യൂ a ആണ് വരുന്നത്, a അല്ലെങ്കിൽ -a ആണ് വരുന്നത്. അപ്പോൾ ആക്സിലറേഷൻ മാക്സിമം ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം ആകുമ്പോൾ ആക്സിലറേഷൻ മാക്സിമം ഓർ മിനിമം വരുന്ന കാര്യം ആ സൈനും കൂടെ അവിടെ കിടക്കുന്നുണ്ട്. അത് ഒരിക്കലും എന്തല്ല, മിനിമം അല്ല വരുന്നത്. അതായത് ഒന്നുകിൽ പോസിറ്റീവ് മാക്സിമം അല്ലെങ്കിൽ നെഗറ്റീവ് മാക്സിമം. മിനിമം വാല്യൂ 0 ആണ്, അതൊരിക്കലും വരത്തില്ലല്ലോ. അപ്പോൾ ഇത് ശരിയല്ല, ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ദെയർഫോർ ഏതൊക്കെയാണ് കറക്റ്റ് ആൻസേഴ്സ്? എയും ബിയും സിയും ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസേഴ്സ്. ഓക്കെ ആണോ? അപ്പോൾ ഇതതിൻ്റെ ബേസിക്സ് ആണ്. പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങ് സോൾവ് ചെയ്യും, അതൊക്കെ നമുക്ക് ചെയ്യാൻ അറിയാം. പക്ഷെ നമ്മൾ ഏറ്റവും ബേസ് എന്ന ചോദ്യം ചോദിക്കുമ്പം നമ്മൾ തെറ്റിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഇങ്ങനത്തെ ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി വെച്ചേക്കണം. ഇതെല്ലാം പ്രീവിയസ് ഇയർ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാം എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം നോക്കിയേ, നല്ലൊരു ചോദ്യമാണേ. മിക്കവാറും നമുക്ക് ഇതും കൂടെ ചെയ്യാനുള്ള ടൈം ആയിരിക്കും ഉണ്ടാവുക. ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഇസ് t. The time taken to complete 5/8 oscillations starting from the mean position is. നോക്കിയേ, ഇവിടെ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് t ആണെന്നാണ് പറയുന്നത്. t ആണ് ടൈം പീരീഡ്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചേക്കാണ് 5/8 ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയമെടുക്കും? നോക്കിയേ, ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് ഒരു സെഷൻ എന്ന് വിചാരിക്കുക. ഇതിൻ്റെ പാത്താണ് ഞാൻ വരച്ചേക്കുന്നത്. ഇതിൻ്റെ മീൻ പൊസിഷനാണ്. x is equal to 0. ഇത് x is equal to +a ആണ്. ഇത് x is equal to എത്രയാണ്? -a ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടൈം പീരീഡ് t ആണെന്ന് പറഞ്ഞാൽ t എന്ന് പറയുന്ന സമയം കൊണ്ട് എന്ത് ചെയ്യും? മീൻ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ഇവിടം വരെ പോവും, തിരിച്ചിവിടം വരെ വരും, ഇവിടം വരെ പോവും, തിരിച്ചിവിടം വരെ വരും. എന്ന് വെച്ചാൽ ആകെ എത്ര ഇതിന് ഡിസ്റ്റൻസ് ഇത് കവർ ചെയ്യുന്നുണ്ട്? a a a 4a ആണ് ഒരു ടൈം പീരീഡിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ്. സംശയമുണ്ടോ? അപ്പോൾ ഒരു ടൈം പീരീഡിൽ t എന്ന് പറയുന്ന സമയം കൊണ്ട് 4a ഡിസ്പ്ലേസ്മെൻറ്റ് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്പ്ലേസ്മെൻറ്റിലെ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്യുന്നുണ്ട്. സോ a വരെ പോകുന്നു, തിരിച്ചു വരുന്നു, 2a, t/2 സമയം കൊണ്ട് 2a, പിന്നെ ഇവിടം വരെ പോകുന്നു, തിരിച്ചു വരുന്നു. ഓക്കെ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? 5/8 ഓസിലേഷൻസ് കവർ ചെയ്യുന്നു. അതായത് ഒരു ഓസിലേഷനിൽ 4a, ഒരു ഓസിലേഷനിൽ 4a എന്ന് പറയുന്നത് ഇതിൻ്റെ 5/8 അല്ലേ? അതായത് 4a-യുടെ 5/8. 4a-യുടെ 5/8 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കിട്ടും? ഇത് രണ്ടും കൂടെ വെട്ടിക്കളയുമ്പോൾ നമുക്ക് 5/2a എന്ന് കിട്ടും. അതായത് ഈ പറയുന്ന സമയം കൊണ്ട് 5/2a ഡിസ്റ്റൻസ് ആണ് ഈ സാധനം എന്ത് ചെയ്തിട്ടുള്ളത്? കവർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? 5/2a-നെ എനിക്ക് ഇത് 2.5a ആണല്ലോ അല്ലേ? 2.5a ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനെ എന്ത് എഴുതാൻ പറ്റും? 2a + a/2 ഒന്ന് സ്പ്ലിറ്റ് ചെയ്തൂടെ? അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിലാണ് ഇതിൻ്റെ ചോദ്യം ഇരിക്കുന്നത്. അപ്പോൾ 2a + a/2. ഇനി നോക്ക്, 2a ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എത്ര സമയം വേണമായിരിക്കും? ഇവിടുന്ന് ഇവിടം വരെ പോയി തിരിച്ചു വന്നു, അതാണ് 2a എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഇവിടം വരെ പോയി തിരിച്ചു വരുമ്പോൾ അത് പകുതി ഓസിലേഷനായി. അപ്പോൾ 2aക്ക് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ എത്ര? ഇതിനെടുക്കുന്ന സമയം t/2 ആ. t/2 ആ. ഇനി മീൻ പൊസിഷനിൽ നിന്ന് എവിടം വരെ പോയി? ഇത് a/2 വരെ പോയി. മീൻ പൊസിഷനിൽ നിന്ന് എവിടം വരെ പോയി? a/2 വരെ പോയി. എന്നുവെച്ചാൽ മീൻ പൊസിഷനിൽ നിന്ന് a/2 വരെ പോയിട്ട് എടുക്കുന്ന സമയം t/12 ആണ്. അത് പഠിച്ചു വെച്ചേക്കണം. പഠിച്ചു വെച്ചില്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ അതങ്ങനെ പറയുന്നേ ഉള്ളൂ. ഇത് t/2 എത്രയാണ്? t/12. ഇത് കിട്ടാൻ പ്രത്യേകിച്ച് പാടൊന്നുമില്ല. x is equal to a sin ωt-ക്കകത്ത് xന് എന്ത് കൊടുത്താൽ മതി? a/2 കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കുമ്പോൾ ഇത് കിട്ടും. ഓക്കെ, സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതല്ലേ ടോട്ടൽ ടൈം. അപ്പോൾ t എന്ന് പറഞ്ഞാൽ എത്ര? t/2 + t/12 ആണ്. ഇത് 6t/12 എന്ന് കിട്ടും. സോ 7t/12 നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ ആണോ? അപ്പം ഞാൻ ടൈം ഉണ്ടെങ്കിൽ ഒരു ചോദ്യം കൂടെ, എളുപ്പമുള്ളൊരു ചോദ്യം നോക്കി ചെയ്യാം കേട്ടോ. ഇത് ഞാനൊന്ന് വേഗം പറയാം.
In an experiment to measure the speed of sound by a resonating air column, a tuning fork of frequency 500 Hz is used. The length of air column is varied by changing the level of water in the resonance tube. Two successive resonances are held at the air column of length 50.7 cm and 83.9 cm. Find the speed of sound in air. എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത്രയും മാത്രം നോക്കിയാൽ മതി. ഇവിടെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കിയാൽ മതി. അതായത് ഇവിടെ നമ്മുടെ ഫസ്റ്റ് റെസൊനേറ്റിംഗ് ലെങ്ത് L1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? L1 എന്ന് പറഞ്ഞാൽ 50.7 സെൻറ്റിമീറ്ററും L2 എന്ന് പറയുന്നത് എത്രയാണ്? 83.9 സെൻറ്റിമീറ്ററുമാണ്. ഒരു റെസൊണൻസ് കുളത്തിൽ എപ്പോഴും രണ്ട് സക്സസീവ് റെസൊണൻസ് ലെങ്തുകൾക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് λ/2 ആയിരിക്കും. ആ ഒരു ഒറ്റ പോയിന്റ് മാത്രം ഓർത്ത് വെക്കണം എന്നുള്ളതാണ് ഞാൻ ഈ ചോദ്യം കൂടെ പറയുന്നത്. അപ്പോൾ ഇൻ റെസൊണൻസ് കോളം the distance between two consecutive resonance length will be λ/2. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, L2 minus L1 is equal to എന്തുമായിരിക്കുമെന്ന്? λ/2 ആയിരിക്കുമെന്ന്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 83.9 minus 50.7 is equal to എത്രയാണെന്ന് കിട്ടും? λ/2 ആണെന്ന് കിട്ടും. ഇത് എത്ര? ഇത് 33.2 എന്നല്ലയോ കിട്ടുന്നത്? This is equal to λ/2. ഇനി നമുക്ക് ലാംഡ എത്രയാണെന്ന് കിട്ടും? ലാംഡ 66.4 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടും, അല്ലെങ്കിൽ 0.664 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടും. കിട്ടൂലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുണ്ട്? ഇപ്പം ലാംഡ ഉണ്ട് നമ്മുടെ കയ്യിൽ. ലാംഡ ആണെങ്കിൽ ഇനി എന്തോ വന്നാൽ മതി, വി കിട്ടിയാൽ പോരെ? വി is equal to ന്യൂ ലാംഡയാ. ഇവിടെ ന്യൂ is equal to 500 ഹെഡ്സ് ആണ്. ആൻഡ് ലാംഡ എത്രയാണ്? 0.664 സെൻറ്റിമീറ്റർ ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്ന ആൻസർ ഒന്ന് പറയാമോ? ഏകദേശം 332 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഈ ചോദ്യം. അപ്പോൾ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, നമുക്ക് ടൈം കൺസ്ട്രെയിൻഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെയ്യുന്ന ചോദ്യങ്ങൾ വൃത്തിക്ക് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും അപ്പോൾ നിങ്ങളെല്ലാവരും നീറ്റൊക്കെ എഴുതാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ കമ്പൈൻഡ് മോഡലിൻ്റെയും കമ്പൈൻഡ് യൂണിറ്റ്സിൻ്റെ ഒക്കെ എന്ത് വരുന്നുണ്ട്? റാങ്ക് റെവല്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് നന്നായിട്ടൊന്ന് ചെയ്ത് പഠിക്കുക. ഇതെല്ലാം പ്രീവിയസ് ഇയർ ആണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സമാധാനത്തിൽ പഠിക്കുക. നമുക്ക് സമയമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് സമയം നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ സമാധാനത്തിൽ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, കുറേ ചോദ്യങ്ങൾ ചെയ്ത് വെക്കുക കേട്ടോ. ഫിസിക്സിന് എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ കുറേ തിയറി വായിക്കുന്നതിനേക്കാളും എത്ര ചോദ്യം ചെയ്ത് പഠിക്കാമോ അത്ര നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവുക ചെയ്യുന്ന കാര്യം. നമ്മൾ തിയറി വായിച്ചാൽ ചെയ്യാൻ പറ്റുന്നൊരു പരീക്ഷയല്ല ഇത്. അപ്പോൾ നന്നായിട്ട് പല സോഴ്സിനുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ എന്താണെങ്കിലും നന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, തീർത്ഥയ്ക്ക് ബൈ പറയുന്നുണ്ട്. ഓക്കെ, ബൈ, എല്ലാവർക്കും ബൈ. ഓക്കെ, സോ എനിവേ നന്നായിട്ട് പഠിക്കുക, നല്ല റാങ്ക് മേടിക്കുക. സോ താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.
Yes, good morning all of you dear students. എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? ആ മിസ്സ് പോയോ എന്താ അത്ര സങ്കടം? ഭയങ്കര സങ്കടത്തോടൊക്കെ ഒരു ഇതായിരിക്കുന്നുണ്ടല്ലോ. Okay, good morning. Myself Nishant, my code is CNH. I am chemistry faculty. Let's start some, we can discuss some questions. എന്ത് ക്വസ്റ്റ്യൻസ്? തുടങ്ങാം അല്ലേ? മിനിമം ടൈമിൽ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന ഉദ്ദേശത്തോടെ ഞാൻ മെസ്സേജ് ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് നിങ്ങളുടെ ചാറ്റിങ് കേട്ടോ. ചാറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ വല്ല ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. കുറച്ച് സമയം കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇത് നോക്കിയേ, എന്നാത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 1 bromo 3 chloro butane is treated with 2 equivalent of sodium അല്ലേ? ക്വസ്റ്റ്യൻ വായിച്ചു വരുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെന്താണ് വുർട്സ് റിയാക്ഷൻ എന്ന് കിട്ടിയോ? എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? എന്താണ് 2 equivalent of sodium in the presence of the dry ether എന്നുണ്ട് അവിടെ, dry ether which of the following will be formed. അപ്പം നമ്മൾ 1 bromo 3 chlorocyclobutane ആണ്. ഓക്കെ, 1 bromo 3 chlorocyclobutane ആണ്. 1 bromo 3 chlorocyclobutane. ഓക്കെ, ഇതാണല്ലോ സൈക്ലോബ്യൂട്ടേൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലോറിനുണ്ട്, ഇവിടെ ബ്രോമിനുണ്ട്. ശരിയല്ലേ? ക്ലോറിനുണ്ട്, ഇവിടെ ബ്രോമിനുണ്ട്. നോക്കിയേ, ഇതിൻ്റെ ആരോമ 2 molecule of the N, 2 sodium atoms and dry ether. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? അപ്പോൾ മനസ്സിലാക്കുക, ഇവിടെ 2 സോഡിയം ഡ്രൈ ഈതറും ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് 1 bromo 3 chlorocyclobutane എന്ന കോമ്പൗണ്ട്. അപ്പോൾ ഇത് വുർട്സ് റിയാക്ഷൻ എന്ന് കൺക്ലൂഡ് ചെയ്യുക. വുർട്സ് റിയാക്ഷൻ എന്ന് കൺക്ലൂഡ് ചെയ്തതിന് ശേഷം മോസ്റ്റ് ഓഫ് ദ നിങ്ങൾക്ക് ചിലപ്പം കാർബോകാറ്റൈൻ മെക്കാനിസം വെച്ചായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ഫ്രീ റാഡിക്കലായിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ ഫ്രീ റാഡിക്കൽ വെച്ച് ഇത് ഫോളോ ചെയ്തോ. കാര്യം എന്താ പറയുക, ഫ്രീ റാഡിക്കൽ വെച്ച് ഫോളോ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഇത് ഇങ്ങനെ ഇടാം, ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഇത് ഇങ്ങനെ ഇടാം. മറ്റേ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്തിടാൻ പറ്റും? പ്രോഡക്റ്റ് ഇങ്ങനെ എഴുതാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ആൻസർ എന്താണ്? ദിസ്. ക്ലിയർ അല്ലേ? ഓക്കെ, കൺസെപ്റ്റ് കിട്ടിയോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ ഇത് പെട്ടെന്ന് പറഞ്ഞേ. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ക്ലോറിൻ. ഇതിൻ്റെ ആൻസർ ക്ലോറിൻ. ആരോ മാർഗങ്ങൾ 2 സോഡിയം, എന്താണ് ഡ്രൈ ഈതർ. അങ്ങനെ കിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെ ലോജിക്കലായിട്ട് നമുക്ക് വുർട്സ് റിയാക്ഷൻ ആദ്യം കൺക്ലൂഡ് ചെയ്യുക, അതിനുശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? മനസ്സിലായോ? ഓക്കെ അല്ലേ? മനസ്സിലായോ? കിട്ടുവാണെങ്കിൽ അന്നേരം സൈക്ലോബ്യൂട്ടീൻ. അപ്പോൾ ആ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ വുർട്സ് റിയാക്ഷൻ പറഞ്ഞു വെച്ചേക്കുന്നത് ഈവൻ നമ്പർ ഓഫ് ഹൈഡ്രോ കാർബൺ ആണെങ്കിലും നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഈ റിയാക്റ്റൻ്റ് അനുസരിച്ച് ഇതല്ലേ എഴുതാൻ പറ്റുള്ളൂ. മനസ്സിലായോ? നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് റിയാക്റ്റീവ് ടുവേഴ്സ് ദ ഇലക്ട്രോഫിലിക് റിയേജൻറ്റ്. ഡിയർ സ്റ്റുഡൻസ്, വാട്ട് ഇസ് ദ ഇലക്ട്രോഫിലിക് റിയേജൻ്റ് ആണ്. അപ്പോൾ ഇലക്ട്രോഫൈൽ, ആ കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത്, ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് E+ ആണ് അല്ലേ? ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് എന്താണ്? E+ ആണ്. മനസ്സിലായെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തേ. നിങ്ങൾക്ക് മനസ്സിലാകുന്നതനുസരിച്ച് നിങ്ങൾ ആൻസർ ഒന്ന് പറഞ്ഞേ അവിടെ. ഓക്കെ, അപ്പോൾ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് റിയാക്റ്റീവ് ടുവേഴ്സ് ദ ഇലക്ട്രോഫിലിക് റിയേജൻറ്റ്. അപ്പോൾ ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ E+ ആണ്. E+ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്താണ്? പോസിറ്റീവ് സ്പീഷീസ് അല്ലേ? ദാറ്റ് ഈസ് Cl+ ആയിക്കോട്ടെ, NO2+ ആയിക്കോട്ടെ, പിന്നെ എന്തൊക്കെയുണ്ട് ഇലക്ട്രോഫൈലായിട്ട്? NO2+ ആയിക്കോട്ടെ, CH3+ ആയിക്കോട്ടെ, ഇതെല്ലാം ഇലക്ട്രോഫൈൽ അല്ലേ? എടാ, ഒരു പോസിറ്റീവ് സ്പീഷീസ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോഫൈൽ, പോസിറ്റീവ് സ്പീഷീസ് അല്ലെങ്കിൽ ഇലക്ട്രോഫൈൽ ഒരു പർട്ടിക്കുലർ സെൻറ്ററിലേക്ക് അറ്റാക്ക് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? ഇതൊരു റിംഗാണെന്ന് കരുതിക്കോ. ഈ റിങ്ങിലേക്ക് അറ്റാക്ക് ചെയ്യണമെങ്കിൽ, ഇലക്ട്രോഫൈൽ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ മൊത്തം എന്ത് വേണം? നെഗറ്റീവ് സ്പീഷീസ് വേണം, നെഗറ്റീവ് ചാർജ്. ശരിയല്ലേ? നെഗറ്റീവ് വേണം. ക്ലിയർ അല്ലേ? ഓക്കെ, നെഗറ്റീവ് വേണമെങ്കിൽ എന്ത് വേണം? നെഗറ്റീവ് വേണമെങ്കിൽ അതിനകത്ത് എന്താണ്? ഒരു +R ഇഫക്റ്റോ +I ഇഫക്റ്റോ വേണ്ടേ? +R ഇഫക്റ്റോ +I ഇഫക്റ്റോ ഉണ്ടെങ്കിൽ റിങ്ങിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുകയും തുടർന്ന് ഒരു ഇലക്ട്രോഫൈൽ ഈസി ആയിട്ട് ഒന്ന് അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ആൻസർ? നോക്കിക്കേ, ഞാൻ ഇത് വെച്ച് പറയാം ആൻസർ ഏതാണെന്ന് പറയും. നോക്കിയേ, ഇവിടെ ഇപ്പോൾ +I ഇഫക്റ്റേ ഉള്ളൂ, ഇവിടെ ഒരു +R ഇഫക്റ്റും ഒരു ഇത് രണ്ടും ഉണ്ട്. ഇവിടെ ഒരു +I ഇഫക്റ്റും ഹൈപ്പർ കോഞ്ചുഗേഷൻ അല്ലെങ്കിൽ +R ഇഫക്റ്റും ഉണ്ട്. ഇവിടെ എല്ലാം +R ഇഫക്റ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും, അപ്പോൾ റിങ്ങിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. ശരിയല്ലേ? പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ മൂന്നാമത്തെ അല്ലേ ആൻസർ അല്ലേ? ലോജിക്കലായിട്ട് തിങ്ക് ചെയ്തേ. ഇതൊരു +R ഇഫക്റ്റാണ്, ഇലക്ട്രോൺ ഡെൻസിറ്റി ഇങ്ങോട്ട് കൂടുന്നു. ഇത് CH3 ആണ്, ഇത് ഇങ്ങോട്ട് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്നു. അപ്പോൾ ആഫ്റ്റർ ഓൾ റിങ്ങിൽ മൊത്തം ഇലക്ട്രോൺ ഡെൻസിറ്റി വളരെ കൂടുന്നു. ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? എന്താണ്? ഇലക്ട്രോഫൈൽ വളരെ ഫാസ്റ്റായിട്ട് വന്ന് അറ്റാക്ക് ചെയ്യും. ഇലക്ട്രോഫൈൽ ഫാസ്റ്റായിട്ട് വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്യും.
ഓക്കെ, ഇലക്ട്രോഫൈൽ ഫാസ്റ്റായിട്ട് ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോൾ ആൻസർ ഏതാണ്? 3 ആണ്. 2 എന്നാണ് ആൾക്കാർ പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ, പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ. So dear students, arrange the following in order of the decreasing the reactivity and the nucleophile. Nucleophile നേരത്തെ പറഞ്ഞ ഇലക്ട്രോഫൈൽ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് ന്യൂക്ലിയോഫൈൽ ആണ്. ന്യൂക്ലിയോഫൈൽ എന്ന് പറയുമ്പോഴേക്കും നെഗറ്റീവ് സ്പീഷീസ് ആണ്. നെഗറ്റീവ് സ്പീഷീസ് അറ്റാക്ക് ചെയ്യുന്നതാണ് എനിക്കറിയേണ്ടത്. നെഗറ്റീവ് സ്പീഷീസ് അറ്റാക്ക് ചെയ്യണമെങ്കിൽ റിങ്ങിൽ പോസിറ്റീവ് ക്രിയേറ്റ് ചെയ്യണം. റിങ്ങിൽ എന്താണ്? പോസിറ്റീവ് ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലായല്ലോ? റിങ്ങിൽ പോസിറ്റീവ് ക്രിയേറ്റ് ചെയ്യണം. ഇത് റിംഗ് ആണ്, ഇത് റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് എന്താണ്? NU മൈനസ് ആണ്. ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് NU മൈനസ് ആണ്. മനസ്സിലായല്ലോ? സോ അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഓർഡർ ഓഫ് ഡിക്രീസിങ് ഓർഡർ ഓഫ് ദ ഡിക്രീസിങ് ഓർഡർ. അപ്പോൾ ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? ഡിക്രീസിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? നമുക്ക് ഈ സ്ട്രക്ചറൊക്കെ ഒന്ന് വരച്ച് നോക്കിയാൽ ഇത് ക്ലോറോബെൻസിനാണ്. ഒരാൾ എന്താണ്? ഇത് ക്ലോറോബെൻസിനാണ് അല്ലേ? അടുത്ത 2,4-ഡൈനൈട്രോ ക്ലോറോബെൻസിൻ. 2,4-ഡൈനൈട്രോ ക്ലോറോബെൻസിനാണ്. ക്ലോറോബെൻസിൻ 2,4-ഡൈനൈട്രോ. ഇതിൽ 2,4-ഡൈനൈട്രോ ക്ലോറോബെൻസിൻ. പാരാനൈട്രോ ക്ലോറോബെൻസിനാണ്. പാരാനൈട്രോ ക്ലോറോബെൻസിനാണ്. ശരിയല്ലേ? അപ്പോൾ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും റിങ്ങിൽ എന്ത് വേണം? റിങ്ങിൽ എന്തോ ന്യൂക്ലിയോഫൈൽ എന്ന നെഗറ്റീവ് സ്പീഷീസ് ആണ്. റിങ്ങിൽ പോസിറ്റീവ് വേണം. ശരിയല്ലേ? അപ്പോൾ ക്ലോറോബെൻസിൻ എന്ന് പറയുന്നത് A ആണ്. അതിന് 2,4-ഡൈനൈട്രോ ക്ലോറോബെൻസിൻ എന്ന് പറയുന്നത് B ആണ്. പാരാനൈട്രോ ക്ലോറോബെൻസിൻ എന്ന് പറയുന്നത് C ആണ്. ഈ NO2 എന്നുള്ളത് -I-R ഇഫക്റ്റാണ്. ഇലക്ട്രോണെ വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നു, അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകുന്നു, ഇതും വലിച്ചുകൊണ്ട് പോകുന്നു. ഇൻഫാക്റ്റ് ഇതും ഒരു -I ഇഫക്റ്റാണ്, ഇവനും ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നു. ആഫ്റ്റർ ഓൾ ഈ റിങ് മൊത്തം പോസിറ്റീവ് സ്പീഷീസ്, പോസിറ്റീവ് കൂടും അല്ലേ? പോസിറ്റീവ് കൂടും, ഇലക്ട്രോൺ ഡെഫിഷ്യൻസി കുറയും. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് പറ്റും? ഇതിൽ ന്യൂക്ലിയോഫൈൽ ഏറ്റവും ഫാസ്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് ബിയിലായിരിക്കത്തില്ലേ? അങ്ങനെ ബിയിലായിരിക്കും ഏറ്റവും ഫാസ്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. തുടർന്ന് സിയിലായിരിക്കും, പിന്നെ എയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആൻസർ BCA. അത് ഒരുപാട് പേര് എന്തായാലും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. 2 എന്ന് കിടപ്പുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അതിലേക്ക് പോവുകയാണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ചേറെ ക്വസ്റ്റ്യൻ നിങ്ങൾ കിട്ടാൻ വേണ്ടി കേട്ടോ ഞാൻ പെട്ടെന്ന് പറയുന്നത്. ശ്രദ്ധിച്ചേ. അറേഞ്ച് ദ ഫോളോയിങ് സെറ്റ് ഓഫ് ദ കോമ്പൗണ്ട്സ് ഇൻ ദ ഓർഡർ ഓഫ് ഡിക്രീസിങ് റിലേറ്റീവ് റിയാക്ടിവിറ്റി വിത്ത് ഇലക്ട്രോഫൈൽ. പിന്നെയും ഇലക്ട്രോഫൈൽ തന്നെയാണ്. അപ്പോൾ നമുക്കിത് ഒറ്റ സ്റ്റെച്ച് തന്നെ പറയാൻ പറ്റും. നിങ്ങൾക്ക് അതേ നോക്കിയേ, ഇതിൽ തന്നെ ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പോസിറ്റീവ് ആണെന്ന് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ റിങ്ങിൽ ഒരു -I-R ഇഫക്റ്റ് വേണ്ട. കാര്യം റിങ്ങിൽ -I-R ഇഫക്റ്റ് ഉണ്ടെങ്കിൽ റിങ്ങിൽ പിന്നെയും അത് വിഡ്രോ ചെയ്തുകൊണ്ട് പോസിറ്റിവിറ്റി കൂടുക ചെയ്യുന്നത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു NO2 ഗ്രൂപ്പുണ്ട്, ഇവിടെ 2 NO2 ഗ്രൂപ്പുണ്ട്. സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ CH3 ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇലക്ട്രോഫൈൽ ഫാസ്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് ഇതിലായിരിക്കും. ടൊളുവിനാണ് ഈ സംഭവം, ടൊളുവിൻ ഇതായിരിക്കും. അതിനുശേഷം എന്തായിരിക്കും? ഇതായിരിക്കും. കാര്യം ഇവിടെ 2 NO2 ഉണ്ട്. 2 NO2 ഉണ്ടെങ്കിൽ പോസിറ്റീവ് സ്പീഷീസ് ആ റിങ്ങിൽ കൂടും, ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യില്ല. അപ്പോൾ ആൻസർ എന്താണ്? ഇവിടെ 2 ആണ്. ഓക്കെ, അടുത്ത ജോമെട്രിക്കൽ ഐസോമറിസം ഷോൺ ബൈ. ഇതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ജോമെട്രിക്കൽ ഐസോമറിസം ഷോൺ ബൈ ഏതാണ്? ജോമെട്രിക്കൽ ഐസോമറിസം പറഞ്ഞാൽ C⋅C. ഉറപ്പായിട്ട് എന്താണ്? AB വരണം, AB വരണം, A ആൻഡ് B. നോക്കി ലോജിക്കലായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരിക്കലും ജോമെട്രിക്കൽ ഐസോമറിസം എന്താകില്ല? ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് പറയുന്നത് C⋅C വേണം, A. ഇതൊരിക്കലും സെയിം ആകരുത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, C⋅C ഉണ്ട്. ഈ C⋅C ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വ്യത്യാസം അല്ലേ? ഇത് വ്യത്യാസമാണ്. പക്ഷേ C⋅C CH2 ആണ്. CH2 എന്ന് പറഞ്ഞാൽ CAA. അപ്പോൾ ഇവിടെ ജോമെട്രിക്കൽ ഐസോമറിസം ഇല്ല. ഇത് CH2 ഉണ്ട്, C⋅CH2 ജോമെട്രിക്കൽ ഐസോമറിസം ഇല്ല. ഇവിടെയും പക്ഷേ ഈ C⋅C നോക്കി ഇത് ഒരേപോലെ സിമെട്രിയാണ് കണ്ടോ? ഇത് ഒരേപോലെ സിമെട്രിയാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ജോമെട്രിക്കൽ ഐസോമറിസം ഇല്ല. പിന്നെ വന്നിട്ട് പോയിട്ട് ഇത് നോക്കി C⋅CHCl. പിന്നെ ഇതെന്താണ്? ഇത് ഒരു കോമ്പൗണ്ടായിട്ട് മാറാം, ഇതൊരു കോമ്പൗണ്ടായിട്ട് മാറാം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എവിടെ ഉള്ളൂ ജോമെട്രിക്കൽ ഐസോമറിസം? 4 ഉള്ളൂ. ജോമെട്രിക്കൽ ഐസോമറിസിൻ്റെ കൺസെപ്റ്റ് എന്താ? ആ C⋅C വെച്ച് നോക്കുമ്പോഴേ ഈച്ച് കാർബൺ ആറ്റം ഡിഫറൻറ്റ് ആറ്റം വേണം. ഓരോ കാർബൺ ആറ്റത്തിൽ AB എന്ന കൺസെപ്റ്റ് തന്നെ വേണം. മനസ്സിലായല്ലോ? ഓക്കെ, യെസ്. നമ്മൾ ഇതൊക്കെ ലോജിക്കലായിട്ട് തന്നെ ആലോചിച്ച് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നിങ്ങൾ നോക്കിയാൽ ഇവിടെ ലിൻഡിലാർഡ്സ് കാറ്റലിസ്റ്റും സോഡിയം ലിക്വിഡ് അമോണിയ. ലിൻഡിലാർഡ്സ് കാറ്റലിസ്റ്റ് എന്ന സിസ് ആൽക്കീനും, പിന്നെ എന്താണ് ലിൻഡിലാർഡ്സ് കാറ്റലിസ്റ്റ് എന്ന സിസ് ആൽക്കീനും, അതുപോലെ തന്നെ നമ്മുടെ എന്താ ലിക്വിഡ് അമോണിയ അല്ലേ? ഇത് ലിഥിയം അല്ലെങ്കിൽ സോഡിയം ലിക്വിഡ് അമോണിയ എന്ന ബിർക്ക് റിഡക്ഷനുമാണ്. നോക്കിയേ ഇവിടെ
ഇവിടെ 1 2 3 4 5 6 7 8 9 10. ഓക്കെ, എനിവേ ലിൻഡിലാറ്റ്സ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പാർഷ്യൽ റിഡക്ഷനാണ്. ലിൻഡിലാറ്റ്സ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ റിഡക്ഷനാണ്. H2 ഇൻ പലാഡിയം ആക്ടിവേറ്റഡ് ചാർക്കോളുണ്ട്, പലാഡിയം പ്ലസ് ആക്ടിവേറ്റഡ് ചാർക്കോളുണ്ട്, പാർഷ്യൽ റിഡക്ഷനാണ്. പിന്നെ 98% സിസ് ആൽക്കിൻ കിട്ടും. സിസ് ആൽക്കിൻ എന്ന കൺസെപ്റ്റ് അവിടെ കൊണ്ടുവരണം. മനസ്സിലായല്ലോ? ഇനി ഇപ്പുറത്ത് കിടക്കുന്ന സോഡിയമിൻ ലിക്വിഡ് അമോണിയ അല്ലെങ്കിൽ ലിഥിയമിൻ ലിക്വിഡ് അമോണിയ എന്ന് പറയുന്നത് ബ്രിക്ക് റിഡക്ഷനാണ്. അവിടെ ട്രാൻസ് ആൽക്കിനുമാണ് പ്രൊഡക്റ്റ് എന്നറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന് ആൻസർ എന്താണെന്ന് പറഞ്ഞേ, ഒന്ന് പറയാമോ? ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ എന്താണ്? കുറച്ച് പേരൊക്കെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയുണ്ടോ? പറഞ്ഞോ. A ഈക്വൽ ടു ബി ഈക്വൽ ടു ആണോ? A ഈക്വൽ ടു ബി ഈക്വൽ ടു ആണോ? എന്താണ് പറഞ്ഞേ? അപ്പം എ എന്ന് പറയുന്നത് സിസ് എന്ന കൺസെപ്റ്റ്. അതേ നോക്കിയേ, സി ഡബിൾ ബോണ്ട് സി, ഇത് ഇങ്ങോട്ട് നോക്കിയേ, ഒരേ സൈഡാ അല്ലേ? അപ്പോൾ ശരിക്കും ഇത് പറഞ്ഞത് സിസ് അല്ലേ? ഇത് സിസ് അല്ലേ? അതേസമയത്ത് സി ഡബിൾ ബോണ്ട് സി ഇതെന്താണ്? താഴോട്ടും ഇത് മുകളിലോട്ടും. കണ്ടോ ലോജിക്ക് നമ്മൾ നോക്കുന്നുണ്ടോ? കണ്ടോ, ഇത് ഒരാൾ മുകളിലോട്ടും ഒരാൾ താഴോട്ടും. അപ്പോൾ ട്രാൻസ് അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? 3 ആണ്. ആദ്യം അതിൻ്റെ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കിയിട്ട് ആദ്യം വായിച്ചാൽ അത് കണക്റ്റ് ആയില്ലെങ്കിൽ ഒന്നുകൂടി വായിക്കുക. വായിച്ചിട്ട് അതിൻ്റെ കൺസെപ്റ്റ് ഏതാണ്, അതിലെ കൺസെപ്റ്റ് ചോദിച്ചേക്കുന്നത്. എനിക്ക് ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ആദ്യം സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് ഡൗട്ട് ആവുമല്ലോ ഇത് എന്താണെന്നുള്ള രീതിയിൽ അല്ലേ? നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സ്ട്രക്ചർ. അപ്പോൾ അതുകൊണ്ട് നമ്പർ ഇട്ട് നോക്കിയപ്പോഴേക്കും 10 എന്ന് വന്നു. അപ്പോൾ 10 ഉണ്ട്. സൈക്ലോ ഹെക്സൻ ഇതുപോലെ മോഡലായിട്ടുള്ള 2 ഫ്യൂസ് ചെയ്ത സ്ട്രക്ചറാണ്. എന്നിട്ട് ആരോ മാർക്കിൻ്റെ മുകളിൽ ഏത് റിയേജൻ്റ് എന്ന് നോക്കുക. ആരോ മാർക്കിൻ്റെ മുകളിൽ ഏത് റിയേജൻ്റ് എന്ന് നോക്കിയിട്ട് അത് എന്താണ് അതിൻ്റെ പ്രോഡക്റ്റ് ലീഡ് ചെയ്യുന്നത്, റിഡക്ഷൻ ആണോ? അപ്പോൾ നമ്മൾ ഓൾറെഡി ആ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പഠിച്ച് വയ്ക്കണം. ഹൈഡ്രോ കാർബണിനകത്ത് ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുന്നുണ്ട്. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സിസ്റ്റം ട്രാൻസ്ഫർ എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ കോമ്പൗണ്ട് അനലൈസ് ചെയ്തു നമ്മൾ വന്നു. ശരിയല്ലേ? നോക്കിയേ, CH3 C ട്രിപ്പിൾ ബോണ്ട് C അല്ലേ? അപ്പോൾ ഇവിടെ കോമ്പൗണ്ട് CH3 C ട്രിപ്പിൾ ബോണ്ട് H, ആരോ മാർക്കുകൾ NaNH2. ഈ ടെർമിനൽ ഹൈഡ്രജൻ CH3 C ട്രിപ്പിൾ ബോണ്ട് CH ടെർമിനൽ ഹൈഡ്രജൻ അല്ലേ? ഇത് റീപ്ലേസ് ചെയ്യുമല്ലോ. ഇതൊരു അസിഡിക് നേച്ചർ ഉള്ളതുകൊണ്ട് ഇത് ഇവനെ റീപ്ലേസ് ചെയ്യും. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എന്ത് കിട്ടും ഇവിടെ? CH3 C ട്രിപ്പിൾ ബോണ്ട് C Na കിട്ടും അല്ലേ? അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുന്നത്? ഇത് ഇട്ട് കൊടുക്കുന്നത് അല്ലേ? അപ്പം ഇത് ഇട്ട് കൊടുക്കുമ്പോഴേക്കും അവിടെ ഇങ്ങനെയല്ലേ? ഇവിടെ OH ഉണ്ട്, ശരിയല്ലേ? അപ്പം ഇവിടെ Br ഉണ്ട്. നമുക്കറിയാം ഇത് ഇങ്ങനെയുണ്ട്. ഇത് എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് ഇവിടെ എന്ത് കിട്ടും? ഇവിടെ നമുക്ക് എഴുതിക്കുക CH3 C ട്രിപ്പിൾ ബോണ്ട് C. ഇത് രണ്ടും പോയിട്ട് ഇത് CH2 യെസ്, CH2 CHOH യെസ്, CHOH ലാസ്റ്റ് എന്തുണ്ട്? CH3 കിട്ടി. ഇതാണ് കിട്ടിയത്. മനസ്സിലായല്ലോ? പിന്നെ ഇത് കഴിഞ്ഞില്ലായിരുന്നേ. പിന്നെ എന്തുണ്ട്? ഹൈഡ്രോജനേഷൻ നടത്തണം അല്ലേ? എന്താ നടത്തേണ്ടത്? തൊട്ട് താഴെ എന്ത് നടത്തണം? ഹൈഡ്രോജനേഷൻ. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ H2 നിക്കൽ ഉണ്ടായിരുന്നു കേട്ടോ. ക്വസ്റ്റ്യൻ നിങ്ങൾ കാണത്തില്ല അല്ലേ? നോക്കിയേ CH3 C ട്രിപ്പിൾ ബോണ്ട് കേട്ടോ. CH3 C ട്രിപ്പിൾ ബോണ്ട് CH. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാര്യം ഇത് ഒരു ടെർമിനൽ ആൽക്കൈൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യേണ്ടത്. ആദ്യം CH3 C ട്രിപ്പിൾ ബോണ്ട് CH എന്ന് കണ്ടപ്പോൾ NaNH2 എനിക്ക് മനസ്സിലായി ടെർമിനൽ ആൽക്കൈൻ ഈ ഹൈഡ്രജനായിട്ട് റീപ്ലേസ് ചെയ്തിട്ട് സോഡിയം വരും. അതൊരു സോഡിയം അസറ്റിലൈഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ടാണ്. ഓർക്കുന്നുണ്ടോ? സോഡിയം അസറ്റിലൈഡും ഹാലോ ആൽക്കൈനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഹയർ ആൽക്കൈൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ആ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്കൗട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ സോഡിയം ഈ ബ്രോമിനും കൂടി പോയിട്ട് ഇത് ക്ലബ് ചെയ്തു. പിന്നെ H2 പലാഡിയം C. ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? H2 മതി കേട്ടോ. H2 ആണ്. അതിനനുസരിച്ച് H2 ആണ്. ഓക്കെ, ഇവിടെ H2 ആണ്. H2. അപ്പോൾ H2 ഇൻ നിക്കൽ അല്ലെങ്കിൽ പലേഡിയം ട്രിപ്പിൾ ബോണ്ടിൻ്റെ മൊത്തം മാറ്റും. അപ്പം ട്രിപ്പിൾ ബോണ്ടിൻ്റെ മൊത്തം മാറ്റിയിട്ട് എന്ത് കിട്ടും ഇവിടെ? ഇത് മൊത്തം പോകുമല്ലോ അല്ലേ? അപ്പോൾ എന്ത് കിട്ടും ഇവിടെ? CH3
CH2 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 CHOH CH3 കിട്ടി. തുടർന്ന് പിന്നെ CrO3 ഓക്സിഡേഷൻ നടത്താൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. CrO3 ഇടുമ്പോഴേക്കും ഈ CH ട്രിപ്പിൾ ബോണ്ട് എന്തായിട്ട് മാറും? കറസ്പോണ്ടിങ് ആയിട്ട് കീറ്റോണായിട്ട് മാറും. അപ്പോൾ അവസാനം എന്ത് കിട്ടി ആൻസർ? CH3 CH2 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 C ഡബിൾ ബോണ്ട് O CH3 ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? അപ്പോൾ ഏത് റിയേജൻ്റ് ആണെന്നും അത് എന്ത് കൺസെപ്റ്റാണെന്ന് നമുക്ക് നല്ലൊരു വ്യക്തമായ ഐഡിയ ഉണ്ടെങ്കിൽ അത് വായിച്ച് അത് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, യെസ് ഇതൊരു ആൽക്കൈനാണ്, NaNH2 സോഡാമൈഡാണ്. ഉറപ്പായിട്ടും ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് സോഡിയം കയറും, സോഡിയം അസറ്റൈഡ് കിട്ടുന്ന റിയാക്ഷനാണ്. സോഡിയം അസറ്റൈഡ് കിട്ടിയപ്പോഴാണ് ഞാൻ ബ്രോമിൻ ഹാലോ ആൽക്കൈൻ കണ്ടത്. സോഡിയം അസറ്റൈഡും ഹാലോ ആൽക്കൈനും കൊണ്ട് കമ്പൈൻ ചെയ്ത ഹയർ ആൽക്കൈൻ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന റിയാക്ഷനാണ്. അപ്പോൾ അന്നേരം തന്നെ എന്ത് പറ്റി? ഹയർ ആൽക്കൈൻ പ്രിപ്പയർ ചെയ്തു. ഓക്കെ, ഹയർ ആൽക്കൈനും പ്രിപ്പയർ ചെയ്തു. തുടർന്ന് ഹൈഡ്രോജനേഷൻ നടത്തി, ട്രിപ്പിൾ ബോണ്ട് മൊത്തം പോയി. ലാസ്റ്റ് എന്താണ്? ഓക്സിഡേഷൻ നടത്തിയപ്പോഴേക്കും സെക്കൻഡറി ആൽക്കഹോൾ എന്നുള്ളത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കീറ്റോണായി. അപ്പോൾ ആൻസർ 4 വരും. ഓക്കെ അല്ലേ? മനസ്സിലായോ? നെക്സ്റ്റ് HBr(Cl4) ആണേ. ഇതാണ് കോമ്പൗണ്ട്. ക്ലിയർ ആണല്ലേ? അവിടെ എഴുതാം ഒന്നുകൂടി നോക്കിയേ. ഇതാ കോമ്പൗണ്ട്, ഇങ്ങനെ. അപ്പോൾ ഇതിലേക്ക് HBr ഉണ്ട്. HBr H++Br-. അപ്പോൾ ഉടനെ തന്നെ അൺസിമെട്രിക്കൽ ആൽക്കൈനുണ്ട്. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ചെയ്തപ്പോഴേക്കും പിന്നെ എന്ത് കിട്ടിയണേ? ഇത് ഇങ്ങനെ, ഇത് CH2- ആണല്ലോ. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇത് CH2- ആവും. ഈ CH2- H+ അറ്റാക്ക് ചെയ്തിട്ട് CH3 ആയി. ഇവിടെ പോസിറ്റീവായി, ശരിയല്ലേ? ദെൻ ഇവിടെ പോസിറ്റീവായി, ഇവിടെ CH3 ഉണ്ട്. ഇത് സെക്കൻഡറി ആണ്. അപ്പോൾ ഒരു മീതൽ ഷിഫ്റ്റ് നടത്തട്ടെ. ഒരു മീതൽ ഷിഫ്റ്റ് ഇങ്ങനെ നടത്തി. നടത്തിയപ്പോഴേക്കും എന്ത് കിട്ടി? ഇവിടെ നമുക്ക് ടെർഷറി കാർബോഹൈഡ്രേറ്റ് കിട്ടുകയാണ്. ഇതിങ്ങനെയായി, അല്ലേ? ഈ പോയിന്റിലേക്ക് എന്ത് വന്നു? പോസിറ്റീവ് വന്നു. തുടർന്ന് അവസാനം എന്ത് കയറി? Br- അറ്റാച്ച് ചെയ്ത്. സിമ്പിളി ഇത് മാർക്കോണിക്ക ഫുൾ തന്നെയായിരുന്നു, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആൻസർ ഏതാണ്? 2. യെസ്, 2. ആൻസർ എന്താണ്? 2. ഓക്കെ, മനസ്സിലായി? നോക്കിയേ, 1 by 1 ആയിട്ട് എഴുതി കിട്ടുമല്ലോ, അല്ലേ? മനസ്സിലായോ? നെക്സ്റ്റ് അടുത്തതിൻ്റെ ആൻസർ എന്ന് പറയാൻ നോക്കിയാൽ സിമ്പിളാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഒന്നാമത്തെ റിയേജൻറ്റ് Br2 ഫെറസ് ഉണ്ട്. Br2 ഫെറസ്, ദെൻ മഗ്നീഷ്യം ഡ്രൈ ഈതർ, അടുത്തത് CH3OH. നോക്കിയേ, ലൈവിലുണ്ടോ? നിങ്ങൾ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. വർക്കൗട്ട് ചെയ്ത് നോക്കുവാണോ? സോ ഡിയർ സ്റ്റുഡൻസ്, ചെയ്ത് നോക്കിയേ. റിയേജൻറ്റ് 1 by 1 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ റിയേജൻറ്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആഡ് ചെയ്തേ. എന്നിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് പറഞ്ഞേ. ഫസ്റ്റ് ബെൻസിൻ അല്ലേ? ഓക്കെ, ബെൻസിനിലേക്ക് ആദ്യം എന്ത് കൊടുക്കണം? ബെൻസിനിലേക്ക് Br2 Fe കൊടുക്കണം. അപ്പോൾ ഉറപ്പായിട്ട് Br+. ഒരു ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും നമുക്കിവിടെ? ബ്രോമോ ബെൻസിനും കിട്ടും, ഉറപ്പാണല്ലേ? ബ്രോമോ ബെൻസിനും അടുത്ത് എന്താ ഇട്ടേക്കുന്നത്? മഗ്നീഷ്യം ഇട്ടേക്കുന്നത്. മഗ്നീഷ്യം കയറി ഫ്യൂസ് ചെയ്യും. മഗ്നീഷ്യം ഫ്യൂസ് എന്ത് കിട്ടും നമുക്കിവിടെ? ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് MgBr കിട്ടും, ശരിയല്ലേ? ഓക്കെ, തുടർന്ന് എന്ത് കിട്ടും? CH3OH കിട്ടുന്നുണ്ട്, അല്ലേ? എന്ത് കിട്ടും ഇവിടെ?
CH3OH. CH3OH. അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എന്ന് പറയുന്നത് കാർബൺ മഗ്നീഷ്യം ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് ഹൈഡ്രജനെ വലിച്ചെടുക്കും. ഗ്രിഗ്നാർഡ് റിയേജൻ്റ് H+ ഹൈഡ്രജനെ വലിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ. ഇറ്റ് ക്യാൻ അബ്സ്ട്രാക്ട് ദ H+. അപ്പോൾ എന്ത് കിട്ടും ഇവിടെ? ഇങ്ങനെ. എ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ക്യാൻ അബ്സ്ട്രാക്ട് ദ ഹൈഡ്രജൻ ടു ഗീവ് ആൽക്കെയിൻ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ. അറിയാമല്ലോ, എ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ക്യാൻ അബ്സ്ട്രാക്ട് ഹൈഡ്രജൻ ടു ഗീവ് എന്താണ് കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ തരും. ആ റിയാക്ഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എന്ന് പറയുമ്പോഴേക്കും കാർബൺ മഗ്നീഷ്യം ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഓക്കെ, കിട്ടിയോ? കൺസെപ്റ്റ് കിട്ടിയോ? ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ എന്താ? ആൻസർ ബെൻസിൻ നമ്പർ 1. ഓക്കെ. So dear students, CH3, C double bond, CH, CH3, HI. ഞാൻ ഇവിടെ എഴുതാവേ. CH3, C double bond, C, ഇവിടെ CH3 ഉണ്ട്, ഇവിടെ CH3 ഉണ്ട്, ഇവിടെ എന്താണ് Br2 ഉണ്ട്, ഇവിടെ CH3OH ഉണ്ട്. അപ്പോൾ Br2 എന്ന് പറയുന്ന നോൺ പോളർ നമുക്കറിയാം സിംപ്ലി ബ്രോമിനേഷനാണ്. ഡബിൾ ബോണ്ടിലേക്ക് ബ്രോമിനേഷൻ നടത്തുന്നു അല്ലേ? ഡബിൾ ബോണ്ടിലേക്ക് എന്ത് നടത്തുന്നു? ബ്രോമിനേഷൻ നടത്തുന്നു. അപ്പോൾ ഈ ഡബിൾ ബോണ്ടിലേക്ക് ബ്രോമിനേഷൻ നടത്തുന്നു മോർ സ്റ്റേബിൾ കാർബോക്യാറ്റോൺ. അപ്പോൾ ശരിക്കും ബ്രൊമോണിയം കാർബോക്യാറ്റോൺ വഴിയാണ് ഇത് അറ്റാക്ക് ചെയ്യുന്നത്. അതൊക്കെ അറിയാമല്ലോ അല്ലേ? ബ്രൊമോണിയം കാർബോക്യാറ്റോൺ ദാറ്റ് ഈസ് Br ഡെൽറ്റ പ്ലസ് Br ഡെൽറ്റ മൈനസ് ആണ്. അപ്പം ബ്രൊമോണിയം കാർബോക്യാറ്റോൺ വഴിയാണ് ഇത് കയറുന്നത്. ശരിയല്ലേ? ബ്രൊമോണിയം കാർബോക്യാറ്റോൺ CH3 സിംഗിൾ ബോണ്ട് C, CH3 ഇവിടെ CH3 Br ഡെൽറ്റ പ്ലസ് മോർ സ്റ്റേബിൾ കാർബോക്യാറ്റോൺ കിട്ടണം എന്നുള്ളതുകൊണ്ട് ഇത് ഇങ്ങോട്ട് വലിച്ചെടുക്കും. ശരിയല്ലേ? അങ്ങോട്ട് വലിച്ചെടുത്തിട്ട് CH3 C ബ്രോമിൻ ഇവിടെ പോസിറ്റീവ് കിടപ്പുണ്ടേ, ഇവിടെ CH3 ഉണ്ട്, മോർ സ്റ്റേബിൾ കാർബോക്യാറ്റോൺ ആയേ. എന്താണ് ഇവിടെ CH3? ക്ലിയർ അല്ലേ? തുടർന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ. ആദ്യം ഈ Br2 Br പ്ലസ് Br മൈനസ് ആണ്. ആ Br പ്ലസ് ആദ്യം അറ്റാക്ക് ചെയ്തിട്ട് സൈക്ലിക് ബ്രൊമോണിയം അയോൺ വഴി നമുക്ക് ഇതുപോലൊരു കോംപ്ലക്സ് കിട്ടി, ഒരു ഇൻ്റർമീഡിയറ്റ് കിട്ടി. രണ്ടാമത്തെ ഇവൻ ഇവിടെ കയറിയിട്ട് Br മൈനസും ഉണ്ട്, ഇവിടെ CH3O മൈനസും ഉണ്ട്. മനസ്സിലാക്കണേ, രണ്ട് പേരുണ്ട്. ആരൊക്കെയാണ് ഉള്ളത്? ഒന്ന് Br മൈനസും കിടപ്പുണ്ട്, Br മൈനസും ഉണ്ട്, CH3O മൈനസും ഉണ്ട്. കാര്യം ഇവിടുത്തെ നമ്മളിവിടെ സോൾവൻ്റായിട്ട് CH3O മൈനസും ഉണ്ട്. ഈ രണ്ടിൻ്റെ ആസിഡ് എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ആസിഡ് ഇത് കോൺജുഗേറ്റ് ബേസ് ആണല്ലോ. ഇത് HBr ആണ്, ഇതിൻ്റെ ആസിഡ് എന്ന് പറയുന്നത് CH3OH ആണ്. ഇതിൽ ആരാണ് സ്ട്രോങ് ആസിഡ്? HBr ഈസ് എ ഗ്രേറ്റർ ദാൻ ദിസ് വൺ. ഇതിൻ്റെ കോൺജുഗേറ്റ് ബേസ് ആണ് ദിസ് വൺ ആൻഡ് ദിസ് വൺ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സ്ട്രോങ് ആസിഡിൻ്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് വീക്ക് ബേസാണ്. അപ്പോൾ ഇതിലെ സ്ട്രോങ് ബേസ് ആരാ? CH3O മൈനസ്. അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡ് അഡീഷൻ നടക്കുന്നത് ഉറപ്പായിട്ടും CH3O മൈനസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കയറുന്ന ആൾ ആരാ? രണ്ടാമത്തേക്ക് ഇത് സ്ട്രോങ് ബേസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ന്യൂക്ലിയോഫിലിസിറ്റി ഉള്ള ഇവനായിരിക്കും വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ത് കിട്ടി? ഇവിടെ CH3, ഇവിടെ OCH3, ഇവിടെ എന്തുണ്ട്? CH3, ഇവിടെ എന്തുണ്ട്? Br or CH3. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അപ്പോൾ ആ ഓപ്ഷൻ എന്താണ്? 1. മനസ്സിലായോ?
ഇനി നമുക്ക് ഏറ്റവും കൂടുതലൊരു പ്രോമിനൻ്റ് ഏരിയ ആണ് അല്ലേ ഈ അസേർഷൻ റീസൺ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. കാര്യം ചോദിച്ചാൽ അസേർഷൻ റീസൺ ആണ് ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്നത്. കാര്യം ഒന്ന് വായിച്ച് വരുമ്പോഴേ ഇതാണോ അതാണോ എന്നുള്ളത് നമുക്ക് ഡൗട്ട് വരുന്ന ഒരു പാർട്ടാണ് ഈ അസേർഷൻ റീസൺസ്. അപ്പോൾ നമുക്ക് കുറച്ച് അസേർഷൻ റീസൺ കൂടി ചെയ്യാം. എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടല്ലോ അല്ലേ? കുറച്ച് പേരൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് പേരൊക്കെ ഇത് നോക്കി മനസ്സിലാക്കുന്നു ഞാൻ വിചാരിക്കുന്നു. എനിവേ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് അത്രയും നിങ്ങൾ അത്രയും നോളജും അത്രയും കണ്ടൻറ്റും അത്രയും എന്തൊക്കെയാണോ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയാണോ ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി അങ്ങ് വിട്ടേക്കുക. എളുപ്പമാണെങ്കിൽ ഒന്നും കൂടി വായിച്ച് ആ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് മനസ്സിൽ വെച്ചേക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് വരുന്ന അവസ്ഥ ആലോചിക്കുക. അപ്പോൾ ചിന്തിക്കത്തില്ലേ ഒന്നുകൂടി നോക്കിയിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന രീതിയിൽ ഒന്ന് റിഗ്രറ്റ് ചെയ്യേണ്ടി വരരുത്. അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യനും അതിനനുസരിച്ച് നോക്കി മനസ്സിലാക്കുക കേട്ടോ. തുടങ്ങാം. അസേർഷൻ റീസൺസ്. അസേർഷൻ റീസൺസ് ഒന്നാമത്തെ നോക്കിക്കോട്ടെ. അസേർഷൻ റീസണിൻ്റെ കൺസെപ്റ്റ് അറിയാമല്ലോ. ഇഫ് ബോത്ത് അസേർഷൻസ് ആൻഡ് റീസൺസ് ആർ ദ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ പറയുന്നതിന് മുമ്പ് എന്നോട് ആൻസർ പറയുകയാണോ? എന്താ ക്വസ്റ്റ്യൻ ഉണ്ടോ ഇവിടെ? സ്റ്റൈറിൻ്റെ അല്ലേ? ഓക്കെ ഓരോന്നറിയാമല്ലോ. ഇഫ് ബോത്ത് അസേർഷൻ റീസൺസ് ആർ ദ ട്രൂ റീസൺസ് കറക്റ്റ് എക്സ്പ്ലനേഷൻസ്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി നമുക്ക് വായിക്കാൻ തുടങ്ങാം. The styrene molecules does not exhibit the geometrical isomerism. Styrene molecule does not exhibit the geometrical isomerism. Styrene എന്ന് പറഞ്ഞ കോമ്പൗണ്ട് എന്താ അറിയാമല്ലോ, ഇത് സ്റ്റൈറിൻ അല്ലേ? അപ്പോൾ CH ഡബിൾ ബോണ്ട് CH2 ഇത് കാണുമ്പോൾ തന്നെ അറിയാം ജോമെട്രിക്കൽ ഐസോമർസം ഇല്ല. കാരണം ഈ കാർബണാറ്റത്തിൽ H2 ആണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ജോമെട്രിക്കൽ ഐസോമർസം ഇല്ല. ഓക്കെ, the styrene molecule does not exhibit geometrical isomerism. The styrene molecules does not exhibit geometrical isomerism. Geometrical isomerism ഇല്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് കേട്ടോ. ഇത് ക്ലിയർ ആണല്ലേ? ഇനി all the carbon atom of the styrene molecules lie in a plane. യെസ്, ബിക്കോസ് ഇത് sp2 ആയതുകൊണ്ട് എല്ലാ ആറ്റങ്ങളും ഒരേ പ്ലെയിനിലല്ലേ. അപ്പോൾ ആൻസർ അങ്ങനെ 3 വരുന്ന 3 ഒക്കെ പറയുന്നുണ്ടല്ലോ. നോക്കി, ഇത് രണ്ട് ശരിയല്ലേ? The styrene molecule does not exhibit geometrical isomerism. അസേർഷൻ ശരിയാണ്. All the carbon atom of the styrene molecule lie in a plane because sp2 കാർബൺ ആറ്റം ആയതുകൊണ്ട് ഇതെല്ലാം ഒരേ പ്ലെയിനിലായിരിക്കും. അപ്പോൾ അസേർഷൻ കറക്റ്റാണ്. എന്താണ് റീസണും കറക്റ്റാണ്. ബട്ട് ഡിയർ സ്റ്റുഡൻസ്, ആ അസേർഷനുള്ള റീസൺ അല്ല തന്നിരിക്കുന്നത്. അസേർഷൻ എന്തുകൊണ്ടാണ് ജോമെട്രിക്കൽ ഐസോമർസം ആകാത്തത്? ജോമെട്രിക്കൽ ഐസോമർസം ആകാത്തത് കാരണം ഈച്ച് കാർബണിൻ്റെ ഡിഫറൻറ്റ് ആറ്റം വേണം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യം സി എ, ഇത് ബി, ഇത് എ, ഇത് ബി, സി ഡബിൾ ബോണ്ട് സി, ഇത് എ ബി കണ്ടോ, ഡിഫറൻറ്റ് ആറ്റം വന്നത് കണ്ടോ? ഇവിടെ ഈ കാർബൺ ആറ്റത്തിൽ എ ബിക്ക് പകരം എ തന്നെയാണ്. എ എന്ന് പറയുമ്പോൾ ജോമെട്രിക്കൽ ഐസോമർസം വരില്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ദ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ എന്ന് പറയുന്നത് 2 അല്ലേ? എന്താണ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ബോത്ത് അസേർഷൻസ് ആൻഡ് റീസൺസ് ആർ ദ ട്രൂ but the reason is not the correct explanation of assertion. Clear അല്ലേ? ഓക്കെ, പറഞ്ഞു വന്നപ്പോൾ കൺസെപ്റ്റ് കിട്ടി അല്ലേ? അസേർഷൻ, the CH bond in ethine is shorter than CH bond in ethene. Definitely CH bond in ethine is shorter than CH bond is ethene. ഓക്കെ അല്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ, കറക്റ്റാണ്. ഇനി കാർബൺ ആറ്റമിൻ്റെ ഈഥീൻ ഈസ് SP. ഇവിടെ തന്നെ മനസ്സിലായി തെറ്റാണ്. കാർബൺ ആറ്റം ഓഫ് ദ ഈഥീൻ ഈസ് sp2. നേരെ തിരിച്ചു വന്നേക്കുന്നു. അപ്പോൾ ആൻസർ എന്താണ്? 3 ആണ് അല്ലേ? ഇഫ് ദ അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ദ ഫോഴ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. യു അണ്ടർസ്റ്റുഡ്? അത് നമുക്ക് ഒറ്റ വായന തന്നെ കിട്ടും അല്ലേ കൺസെപ്റ്റ്? ഓക്കെ അല്ലേ? കിട്ടുന്നില്ലേ? മനസ്സിലാകുന്നില്ലേ? ഓക്കെ, നോക്കിയേ. ദ കാൽസ്യം കാർബൈഡ് ഓൺ ഹൈഡ്രോളിസിസ് ഗിവ് എഥിലിൻ. സംഭവിച്ചു. കാൽസ്യം കാർബൈഡ് എന്ന് പറഞ്ഞാൽ CaC2 കാൽസ്യം കാർബൈഡ് അല്ലേ? കാൽസ്യം കാർബൈഡ് ഓഫ് ദ ഹൈഡ്രോളിസിസ് ഗീവ്സ് എഥിലീൻ എന്നാണ് കിടക്കുന്നത് കേട്ടോ. എഥിലീൻ. ട്വിസ്റ്റ് ഉണ്ട്, 1 ട്വിസ്റ്റ്. എഥിലീൻ എന്ന് പറയുന്നത് CH2 ഡബിൾ ബോണ്ട് CH2. ഇതാ എഥിലീൻ എന്ന് വിളിക്കുന്നത്. CH ട്രിപ്പിൾ ബോണ്ട് CH ആണ് ഇവൻ തരുന്നത് അല്ലേ? കാൽസ്യം കാർബൈഡ് കണ്ടെയ്ൻസ് C4- ആനോൺ അല്ല. കാൽസ്യം കാർബൈഡ് എന്ന് പറഞ്ഞാൽ CaC2 അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടും തെറ്റാണ്. അപ്പോൾ ആൻസർ എന്താ? ബോത്ത് അസേർഷൻസ് ആൻഡ് റീസൺസ് ആർ ദ ഫോഴ്സ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലാകുന്നുണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അന്നേരം ചോദിക്കണേ, ചാറ്റ് ചെയ്ത് ചോദിക്കണം കേട്ടോ. അടുത്തത് അസേർഷൻസ്. ആൽക്കൈൻസ് ആർ മോർ റിയാക്റ്റീവ് ടുവേഴ്സ് ദ ന്യൂക്ലിയോഫിലിക് അഡീഷൻസ് റിയാക്ഷൻസ് ആസ് കമ്പയർഡ് ടു ദ ആൽക്കീൻസ്. ആൽക്കീൻസ് കണ്ടെയ്നിങ് ദ 2 ആൽക്കൈൻസ് കണ്ടെയ്നിങ് ദ 2 പൈ ബോണ്ട്. അത് ശരിയല്ലേ? കാര്യം
ആ പൈ ബോണ്ട് എന്ന കൺസെപ്റ്റ് വരുന്നുണ്ട്. ആൽക്കൈൻസ് ആർ മോർ റിയാക്റ്റീവ് ടുവേഴ്സ് ദ ന്യൂക്ലിയോഫിലിക് അഡീഷൻ CH ട്രിപ്പിൾ ബോണ്ട്. ആൽക്കൈൻസ് കണ്ടെയ്നിങ് ദ 2 പൈ ബോണ്ട്. ഇത് നോക്കിയേ, CH ട്രിപ്പിൾ ബോണ്ട് ഈസ് എ മോർ റിയാക്റ്റീവ് ദാൻ എന്താ പറയുന്നത് CH2 ഡബിൾ ബോണ്ട് ആൽക്കീൻ എന്ന് പറയുന്നത്. വിത്ത് റെസ്പെക്ട് ഈ ഒരു കാർബൺ ആറ്റത്തിൽ ന്യൂക്ലിയോഫിലിക് അഡീഷൻ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഈച്ച് കാർബൺ ആറ്റം ഇവൻ SP ആണ്, മോർ ഇലക്ട്രോ നെഗറ്റീവ് ക്യാരക്ടറാണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഉണ്ടെങ്കിൽ ഇവിടെ മൈനസ് അല്ലെങ്കിൽ പോസിറ്റീവ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ന്യൂക്ലിയോഫിലിക് അഡീഷൻ നടക്കാനായിട്ട് ഇവൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ. അത് തന്നെയല്ല ന്യൂക്ലിയോഫിലിക് അഡീഷൻ, അത് തന്നെയല്ല ഈ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്ന ഹൈ സ്ട്രെയിൻ ആണ്. പെട്ടെന്ന് തന്നെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് റിയാക്ടിവിറ്റി കൂട്ടും. അങ്ങനെയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് SP കാർബൺ ആറ്റം ന്യൂക്ലിയോഫിലിക് അഡീഷൻ വളരെ ഫാസ്റ്റായിട്ട് ട്രിപ്പിൾ ബോണ്ടിലേക്ക് നടക്കത്തുള്ളൂ. അപ്പം ഈ പറയുന്ന ആൽക്കൈൻസ് കണ്ടെയ്നിങ് 2 പൈ ബോണ്ട്, 2 പൈ ബോണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല അവിടെ ശരിക്കുള്ള റീസൺ. അതിനുള്ള റീസൺ SP കാർബൺ ആറ്റം മോർ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ആയതുകൊണ്ട് എന്താണ്, ഒരു ന്യൂക്ലിയോഫൈലിനെ വലിച്ചെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ന്യൂക്ലിയോഫൈലിനെ വളരെ ഫാസ്റ്റായിട്ട് വിഡ്രോ ചെയ്യും, വലിച്ചെടുക്കും. ഓക്കെ, അതാണ് അതിൻ്റെ റീസൺ. അപ്പോൾ എനിവേ ആൽക്കൈൻസ് ആർ മോർ റിയാക്റ്റീവ് ടുവേഴ്സ് ദ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ചെയ്ത് ശരിയാണ്. ആൽക്കൈൻസ് കണ്ടെയ്നിങ് 2 പൈ ബോണ്ട് അതും ശരിയാണ്. പക്ഷേ ആ 2 പൈ ബോണ്ട് എന്നുള്ളതല്ല കൺസെപ്റ്റ്. SP കാർബൺ ആറ്റം ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദ SP കാർബൺ ആറ്റം ഈസ് ദ റീസൺ വൈ ദിസ് ഈസ് ദ മോർ റിയാക്റ്റീവ് ടുവേഴ്സ് ദ ന്യൂക്ലിയോഫിലിക് അഡീഷൻ എന്നൊരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെന്താണ് 2 ആണ്. ഓക്കെ, acetylene on treating with NaNH to give sodium acetylate and ammonia അല്ലേ? കറക്റ്റ് അല്ലേ? acetylene എന്ന് പറഞ്ഞാൽ CH ട്രിപ്പിൾ ബോണ്ട് അല്ലേ? acetylene on treating with NaNH to give sodium acetylate and ammonia. നമ്മളിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ. acetylene എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താ CH ട്രിപ്പിൾ ബോണ്ട് CHനെ acetylene എന്ന് വിളിക്കുന്നത്. ഇവിടെ സോഡിയം നമ്മൾ ഇട്ടു, സോഡിയം കൊണ്ട് ട്രീറ്റ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി ഇവിടെ? CH ട്രിപ്പിൾ ബോണ്ട് CNA സോഡിയം അസറ്റലൈഡ് കിട്ടി. സോഡിയം അസറ്റലൈഡ്. SP hybridized carbon atom of the acetylene are considerably electronegative. രണ്ടും കറക്റ്റ് അല്ലേ? യെസ്, അതുകൊണ്ട് തന്നെയാണ്. അത് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ആയതുകൊണ്ടാണല്ലോ ഇത് അസിഡിക് നേച്ചർ വന്ന് ഇതിനെ കളയുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൻസർ 1 തന്നെ കൊടുക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. പ്രശ്നമുണ്ടോ? ഓക്കെ, നോക്കിയേ, acidity of the CH bond decreasing in the order. യെസ്, acidity ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട് കേട്ടോ, ഡബിൾ ബോണ്ട് കൊടുത്തുള്ളൂ, ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. യെസ്, ഇത് കറക്റ്റ് തന്നെയാണ്. acidity of the CH bond increasing as a electronegativity of the carbon atom which it is attached increases. കറക്റ്റ് അല്ലേ? അപ്പോൾ എന്ത് തന്നെയാണ് ആൻസർ? A തന്നെയാണ് കേട്ടോ. അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലായല്ലോ. acidity of the CH bond ഡിക്രീസസ്. ഏറ്റവും കൂടുതൽ ട്രിപ്പിൾ ബോണ്ടാണ്, പിന്നെ ഡബിൾ ബോണ്ട്, പിന്നെ സിംഗിൾ ബോണ്ടാണ്. CH ബോണ്ട് ഇൻക്രീസസ്. acidity of the CH bond increases as the electronegativity of the carbon atom. യെസ്, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ടാണ് ആ CH ബോണ്ടിൻ്റെ acidity കൂടിയത്, Hൻ്റെ acidity കൂടിയതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആൻസർ 1 തന്നെ. യെസ്, നമ്മളപ്പോൾ ഈ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. അതിനകത്ത് ആൽക്കൈൻ ഉണ്ടായിരുന്നു, ആൽക്കീൻ ഉണ്ടായിരുന്നു, ആൽക്കൈൻ ഉണ്ടായിരുന്നു, അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വാസ്റ്റ് ടോപ്പിക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. അതായിരുന്നു ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അടുത്തത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു ലാസ്റ്റ് 2 വെച്ച്, അത് ചെറിയൊരു പോർഷൻ അല്ലേ, പ്യൂരിഫിക്കേഷൻ എന്നൊരു കൺസെപ്റ്റ്. ആ പ്യൂരിഫിക്കേഷൻ്റെ 2-3 ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് നോക്കാം. വെൻ തയോയൂറിയ ഈസ് ഹീറ്റഡ് വിത്ത് മെറ്റാലിക് സോഡിയം, തയോയൂറിയ ഈസ് ഹീറ്റഡ് വിത്ത് മെറ്റാലിക് സോഡിയം, ദ കോമ്പൗണ്ട് വിച്ച് കനോട്ട് ബി ഫോംഡ് ഈസ് തയോയൂറിയ. എന്താണ് തയോയൂറിയ അല്ലേ? NH2CS NH2 ആണ് തയോയൂറിയ. അപ്പോൾ ഇതിൽ നൈട്രജൻ മെറ്റാലിക് സോഡിയം എന്ന് പറയുമ്പോൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് എന്തെല്ലാം ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. എന്തൊക്കെ ഫോം ചെയ്യാം? എന്തൊക്കെ ഫോം ചെയ്യാം? ഈ സോഡിയം സൈനൈഡാണ് കേട്ടോ, ശരിക്കും NaCN ആണ്. ഇതിനുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ടല്ലേ. സോഡിയം സൾഫറിൻ്റെ പോസിബിലിറ്റി ഉണ്ട്, സോഡിയം സൈനൈഡിൻ്റെ പോസിബിലിറ്റി ഉണ്ട്. കാര്യം നൈട്രജനും സൾഫറും ഉള്ളതുകൊണ്ട് തന്നെ സോഡിയം CNS തയോസൈനൈഡിൻ്റെ പോസിബിലിറ്റി ഉണ്ട്. ഈ സോഡിയം സൾഫേറ്റ് എന്നൊരു കൺസെപ്റ്റ് ഇവിടെ ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല. അപ്പോൾ ആൻസർ എന്താണ്? 1. ആൻസർ എന്താണ്? 1. ഓക്കെ, റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? നോക്കിയേ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ.
The Lassaigne extract of an organic compound which contain both nitrogen and sulfur on treatment with FeCl3. നൈട്രജനും സൾഫറും ഉണ്ടെങ്കിൽ അത് ഏത് കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത് പറഞ്ഞേ. നൈട്രജനും ഇതുണ്ടെങ്കിൽ ഏത് കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത് പറഞ്ഞേ. പറയൂ. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയേണ്ട ക്വസ്റ്റ്യൻ ആണല്ലോ. ഒന്ന് ആലോചിച്ച് പറഞ്ഞാൽ ഏതായിരിക്കും ആൻസർ? നൈട്രജനും സൾഫറും ഉണ്ടെങ്കിൽ ഏത് കോംപ്ലക്സ് ആയിരിക്കും കിട്ടുന്നത്? ആരും പറയുന്നില്ലല്ലോ. ക്വസ്റ്റ്യൻ മനസ്സിലാകുന്നില്ലേ? റെസ്പോണ്ട് ചെയ്തേ. ഒരു ബ്ലഡ് റെഡ് കളർ കിട്ടുമല്ലേ? 1 ആണോ? ബ്ലഡ് റെഡ് കളർ കിട്ടുന്ന കോംപ്ലക്സ് ഏതാ? കണ്ടോ, സംഭവം ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. പക്ഷേ വന്നപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് അടിച്ചത് കണ്ടോ? അല്ല, ഏത് ആൻസർ ഏതാ? 4 ആണ് കേട്ടോ. FeCNS ത്രൈസ് ആണ്. ഫെറിക് തയോസൈനേറ്റ് 4 ആണ്. അതായത് ബ്ലഡ് റെഡ് കളർ കിട്ടുന്ന കോംപ്ലക്സ്, ബ്ലഡ് റെഡ് കളർ കോംപ്ലക്സ്. ഓക്കെ, ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ 4. ആ കോംപ്ലക്സ് ഒക്കെ എഴുതി പഠിക്കണം. അതെല്ലാം കളേർഡ് കോമ്പൗണ്ട് അല്ലേ? കോംപ്ലക്സ് ഒന്ന് എഴുതി പഠിക്കണം. ഓക്കെ, next, if excess of sodium is used during the fusion, which is the following compound will not give the red blood red color? നൈട്രജനും സൾഫറും വേണം. will not give അല്ലേ? excess sodium is used during the fusion, which of the following compound will not give red color in the Lassaigne test? ഓക്കെ, ആരാണ് ഇതിൽ ലസൈൻ ടെസ്റ്റിൽ ബ്ലഡ് റെഡ് കളർ തരാത്തത്? ബ്ലഡ് റെഡ് കളർ തരണമെങ്കിൽ എന്തൊക്കെ വേണം? നൈട്രജനും സൾഫറും വേണം. ഓരോ കോമ്പൗണ്ട് അനലൈസ് ചെയ്തേ. ഇവിടെ നൈട്രജനും സൾഫറും ഉണ്ട്, നൈട്രജനും സൾഫറും ഉണ്ട്, നൈട്രജനും സൾഫറും ഉണ്ട്. അപ്പോൾ ആൻസർ നൺ. എല്ലാവരും ബ്ലഡ് റെഡ് കളർ തരും. കാര്യം എല്ലാ കോമ്പൗണ്ടിൻ്റെ അകത്ത് എന്തുണ്ട്? എല്ലാ കോമ്പൗണ്ടിൻ്റെ അകത്തും എന്തുണ്ട് പറഞ്ഞേ? നമ്മുടെ നൈട്രജനും സൾഫറും ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഡിയർ സ്റ്റുഡൻസ്, വേറൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹീമോഗ്ലോബിൻ കണ്ടെയ്നിങ് 0.33% ഓഫ് അയോൺ ബൈ മാസ്. ഓക്കെ, ബൈ മാസ്. ഓക്കെ, the molecular mass of the hemoglobin is approximately 67200 എന്നാണ്. പോയിന്റ് ഇല്ല അവിടെ. The number of iron atoms present in 1 molecule of the hemoglobin. So dear students, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, the percentage by mass എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ അറിയാം. എന്താണ് the percentage by mass? The percentage by mass. The percentage by mass എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഫ് ദ പെർസെൻറ്റേജ് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് ദ ഫെറസ് അല്ലേ? ദ മാസ് ഓഫ് ദ ഫെറസ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ്. മോളിക്കുലർ മാസ്. ഓക്കെ, നമുക്കിവിടെ കാണേണ്ടത് മാസ് ഓഫ് ദ കോമ്പൗണ്ട് അല്ലേ? ദ മാസ് ഓഫ് ദ ഫെറസ് ആണ് കാണുള്ളത്. മാസ് ഓഫ് ദ ഫെറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പെർസെൻറ്റേജ് ഓഫ് ദ മാസ്, percentage of the mass divided by 100 into molecular mass. ഓക്കെ, ദ പെർസെൻറ്റേജ് ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കാൻ 0.33% ആണ്. 0.33% എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ 100. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കിയോ. ഇൻറ്റു 67200 അതിൻ്റെ മോളിക്കുലർ മാസ് കേട്ടോ. എന്നിട്ട് സോൾവ് ചെയ്യുമ്പോൾ 221.76 യൂണിറ്റ് കിട്ടും. ഓക്കെ, നമ്പർ ഓഫ് ദ ഫെറസ് ആറ്റം എന്ന് പറയുന്നത് എന്താ? ഒരു ഫെറസ് ആറ്റം 56 എന്നറിയാമല്ലോ. ഒരു ഫെറസ് ആറ്റം 56 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഫെറസ് ആറ്റം,
നമ്പർ ഓഫ് ദ ഫെറസ് ആറ്റം എന്ന് പറയുന്നത് എത്രയാണ്? 221.76 ഡിവൈഡ് ബൈ 56. നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് സോൾവ് ചെയ്യുമ്പോഴേക്കും അപ്രോക്സിമേറ്റ് എത്ര കിട്ടും? 3.96 കിട്ടും. അതൊന്ന് റൗണ്ട് അപ്പ് ചെയ്യുമ്പോൾ 4 കിട്ടും ആൻസർ. അപ്പോൾ ആൻസർ എത്രയാണ്? ഓപ്ഷൻ 2. കുറച്ച് ഓപ്ഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ? വെരി ഗുഡ്. 2, ഓപ്ഷൻ 2. ഇവിടെ ആൻസർ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. വെരി ഗുഡ്, ഓപ്ഷൻ 2. മനസ്സിലായല്ലോ? ഇതുപോലെ തന്നെയാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുക. ദ സൾഫർ കണ്ടൻറ്റ് ഓഫ് ദ സിസ്റ്റീൻ ഈസ് 26.7%. ഇഫ് ദ സിസ്റ്റീൻസ് കണ്ടെയ്നിങ് 2 സൾഫർ ആറ്റംസ് ദെൻ ഇറ്റ്സ് മോളിക്കുലർ മാസ്. ഇവിടെ മോളിക്കുലർ മാസാണ് കാണേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ അനുസരിച്ച് നമുക്കിത് എഴുതാം. മോളിക്കുലർ മാസ് എങ്ങനെയാണ് മോളിക്കുലർ മാസ് കാണുന്നത്? ദ പെർസെൻറ്റേജ് ഓഫ് the percentage content of the sulfur, the percentage content of the sulfur which is equal to the mass of the sulfur divided by total molecular mass, that is molecular mass into 100. Okay, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് മോളിക്കുലർ മാസിൻ്റെ ഇതിൽ തിരിച്ചെഴുതാമല്ലോ. പെർസെൻറ്റേജ് കണ്ടന്റ് എത്രയാണ്? ദാറ്റ് ഈസ് മാസ് ഓഫ് ദ സൾഫർ എത്രയാണ് കിട്ടിയേക്കുന്നത്? മാസ് ഓഫ് ദ സൾഫർ കണ്ടന്റ് സിസ്റ്റീൻ ഈസ് 26.7% അല്ലേ? അങ്ങനെയാണെങ്കിൽ മോളിക്കുലർ മാസിൻ്റെ ടേം എഴുതിക്കും. മോളിക്കുലർ മാസ് ഇതല്ലേ ടോട്ടൽ മോളിക്കുലർ മാസ്. മോളിക്കുലർ മാസ് എന്ന് പറയുമ്പോഴേക്കും മാസ് ഓഫ് ദ സൾഫർ ഇൻറ്റു 100 divided by percentage content of sulfur. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ദ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് സൾഫറിൻ്റെ മാസ് ഓഫ് ദ സൾഫർ എത്ര തന്നേക്കുന്നത് ഇവിടെ? ദ സൾഫർ കണ്ടന്റ് ഓഫ് ദ സിസ്റ്റീൻ ഈസ് 26.7%. അത് സിസ്റ്റീൻ കണ്ടന്റ് 2 സൾഫർ. ഒരു സൾഫർ 32 ആണെങ്കിൽ 2 സൾഫർ 64 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് കണ്ടൻറ്റ് എന്ന് പറയുമ്പോഴേക്കും എത്ര? 26.7 വിച്ച് ഈസ് ഈക്വൽ ടു 239.7%. ഓപ്ഷൻ 4. രണ്ട് സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഓക്കെ, essential oils are purified by steam distillation. Essential oils. The compounds with decompose at their boiling points can be purified by steam. Compounds with decomposed at their boiling point. അല്ലല്ലോ, എസെൻഷ്യൽ ഓയിൽസ് എന്ന് പറയുന്നത് നമ്മൾ എസെൻഷ്യൽ ഓയിൽസിൻ്റെ സ്റ്റീം ഡിസ്റ്റിലേഷൻ തന്നെയാണ്. എസെൻഷ്യൽ ഓയിൽസ് ആർ എന്താണ്? സ്റ്റീം ഡിസ്റ്റിലേഷൻ അല്ലേ? എസെൻഷ്യൽ ഓയിൽസ് ആർ പ്യൂരിഫൈഡ് ബൈ സ്റ്റീം ഡിസ്റ്റിലേഷനാണ്. അത് ശരിയാണ്. പക്ഷേ ദ കോമ്പൗണ്ട്സ് വിത്ത് ഡീകമ്പോസ് അറ്റ് ദെയർ ബോയിലിംഗ് പോയിൻറ്റ്സ് ക്യാൻ പ്യൂരിഫൈഡ് ബൈ സ്റ്റീം ഡിസ്റ്റിലേഷൻ. അതല്ലല്ലോ നമ്മൾ സ്റ്റീം ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ കൺസെപ്റ്റ് അനുസരിച്ച് ഏതാണ്? വാക്വം ഡിസ്റ്റിലേഷനാണ്. കോമ്പൗണ്ട് വിത്ത് ഡീകമ്പോസ്ഡ് അറ്റ് ദെയർ ബോയിലിംഗ് പോയിൻറ്റ്. ബോയിലിംഗ് പോയിൻറ്റിൽ ഡീകമ്പോസ് ചെയ്യുന്ന കോമ്പൗണ്ടുകളെ പ്യൂരിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗം വാക്വം ഡിസ്റ്റിലേഷനാണ്, സ്റ്റീം ഡിസ്റ്റിലേഷൻ അല്ല. എസെൻഷ്യൽ ഓയിൽസ് ആർ പ്യൂരിഫൈഡ് ബൈ സ്റ്റീം ഡിസ്റ്റിലേഷനാണ്. ഓക്കെ, ബിക്കോസ് അത് സ്റ്റീം വോളറ്റൈൽ ആയതുകൊണ്ടാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നത്, എസെൻഷ്യൽ ഓയിൽസ്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ 3 അല്ലേ? 3 ആണ്. കാര്യം എന്താ? അസർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് 2 ക്വസ്റ്റ്യൻ മുന്നോട്ട് പോയി നോക്കിയേ. Nitration of the phenol. Okay, nitration of the phenol with a dilute HNO3 gives a mixture of orthonitrophenol and paranitrophenol. അത് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ? Nitration of the phenol with a dilute HNO3 gives a mixture of orthonitrophenol and paranitrophenol. Yes, സമ്മതിച്ചു. Orthonitrophenol and paranitrophenol.
This mixture can be separated by steam distillation. അല്ലേ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടുള്ള ഓർത്തോ നൈട്രോഫിനോൾ ആൻഡ് പാരാ നൈട്രോഫിനോൾ ഇത് OH ഇതെന്താണ് NO2 ഇത് OH ഇതെന്താണ് NO2 ഓക്കെ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടുള്ള ഇവന് സ്റ്റീം ഡിസ്റ്റിലേഷൻ ആണ് സംഭവം ശരിയാണ് ശരിയല്ലേ ക്ലിയർ അല്ലേ നൈട്രേഷൻ ഓഫ് ദ ഫിനോൾ HNO3 gives the mixture of orthonitrophenol and paranitrophenol. This mixture separated with steam distillation. Orthonitrophenol has the intramolecular hydrogen bond. Hydrogen bond is hydrogen bond while paranitrophenol exists as associated molecules. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ആൻസർ 1 തന്നെയാണ് ക്ലിയർ അല്ലേ both assertions and reasons are the true and the reason is the correct explanation for the assertions. Intramolecular hydrogen bond ഉള്ളതുകൊണ്ടാണ് steam distillation സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചത് നോക്കി അടുത്ത് നോക്കിയേ ഗ്ലിസറോൾ ക്യാൻ ബി പ്യൂരിഫൈഡ് ബൈ ഡിസ്റ്റിലേഷൻസ് ബൈ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ യെസ് കറക്റ്റാണ് കാര്യം എന്താ ഗ്ലിസറോൾ എന്ന് പറയുന്ന ആ ഒരു കമ്പോണൻറ്റിൻ്റെ ഹൈ ബോയിലിംഗ് പോയിൻറ്റ് നിയർലി 290 കെൽവിനൊക്കെ ഉണ്ട് അപ്പം വളരെ ഹൈ ബോയിലിംഗ് പോയിൻ്റ് ആയതുകൊണ്ട് വളരെ ഹൈ ബോയിലിംഗ് പോയിൻ്റ് ആയതുകൊണ്ട് ആ ബോയിലിംഗ് പോയിൻറ്റിലോ അതിന് തൊട്ട് താഴെ വരുമ്പോൾ അതിനെ ഡീകമ്പോസ് ചെയ്യും അപ്പോൾ ആ ടൈപ്പ് ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യും നമ്മൾ വാക്വം ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ച് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ വഴിയാണ് പ്യൂരിഫൈ ചെയ്യുന്നത് അപ്പോൾ ഗ്ലിസറോൾ അതിൻ്റെ എക്സാമ്പിളാണ് അല്ലേ ഗ്ലിസറോൾ ഈസ് എ ട്രൈഹൈഡ്രിക് ആൽക്കഹോൾ അത് സംബന്ധിച്ചു ഗ്ലിസറോൾ ഈസ് എന്ന് പറയുന്നത് എന്താണ് ട്രൈഹൈഡ്രിക് ആൽക്കഹോളാണ് അപ്പോൾ ആൻസർ എന്താണ് ഗ്ലിസറോൾ ക്യാൻ ബി പ്യൂരിഫൈഡ് ബൈ ഡിസ്റ്റിലേഷൻ ബൈ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ അത് സംബന്ധിച്ചു ഗ്ലിസറോൾ ഈസ് എ രണ്ടും ശരിയാണ് പക്ഷേ ഈ പറയുന്ന റീസൺ അല്ല ഈ അസേർഷൻ്റെ കാരണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ 2 പറയാൻ പറ്റുള്ളൂ അല്ലേ ഇഫ് ബോത്ത് അസേർഷൻസ് ആൻഡ് റീസൺസ് ആർ ദ ട്രൂ ബട്ട് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ അസേർഷൻസ് എന്ന് പറയാൻ പറ്റും ക്ലിയർ അല്ലേ ഓക്കെ സോ ഡിയർ സ്റ്റുഡൻസ് അപ്പം ഇതാണ് നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് 1 hour കൊണ്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അത് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ കൂടുതലായിട്ട് എടുത്തു കാര്യം ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ചാപ്റ്റർ എന്താ പറയുക കുറച്ച് ഏറെ ഉണ്ടല്ലോ വലിയൊരു ചാപ്റ്ററാണല്ലോ അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത് വളരെ ടെൻഷനൊന്നും അടിക്കാതെ വളരെ കൂളായിട്ട് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക നിങ്ങൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ആ റിയാക്ഷൻസൊക്കെ ഒന്ന് എഴുതി മനസ്സിലാക്കുക ഇനി എല്ലാം കൂടി ഇത് പഠിച്ചില്ല എന്നും എന്തോ വല്ലാത്ത ടെൻഷൻ അടിച്ച് പോയിട്ട് കാര്യം നിങ്ങൾ കിട്ടുന്ന ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക ഇനി ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുന്നതിലൂടെയാണ് ഇപ്പോൾ ഞാൻ പറയട്ടെ നിങ്ങൾ ഈ കുറച്ച് നേരത്തിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തു അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓക്കെ ആയി അപ്പം മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ടൈം ഇനി വിനിയോഗിക്കുക വളരെ പോസിറ്റീവായിട്ടിരിക്കുക ബി കോൺഫിഡൻ്റ് ആയിരിക്കുക എക്സാം ഫേസ് ചെയ്യുക നന്നായിട്ട് വരിക ഓക്കെ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഡിയർ സ്റ്റുഡൻസ് ടേക്ക് കെയർ താങ്ക് യു
Hi everyone. So botany part, the chapter respiration in plants. +1, the respirations plants. So the biology, botany last chapter ആണല്ലേ നിങ്ങളുടെ റിവിഷൻ സീരീസിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. നല്ല ബ്യൂട്ടിഫുൾ ചെറിയ ഒരു ചാപ്റ്ററാണ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഫ്യൂ കൺസെപ്റ്റ്സ്. ഇഫ് യു ലുക്ക് നമ്മളിങ്ങനെ അതിൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ദ ചാപ്റ്റർ ഇസ് ബിഗിനിങ് വിത്ത് കണക്റ്റിംഗ് ദി ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ അല്ലേ. ഫോട്ടോസിന്തസിസിൽ ഉണ്ടാകുന്ന ഗ്ലൂക്കോസിന് വീണ്ടും എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് റെസ്പിറേഷൻ. സോ ഇറ്റ് ഈസ് കണക്റ്റിംഗ് ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ. Then it's telling about the respiratory substrates. The common respiratory substrates glucose, but certain conditions we can use fats, proteins, even organic acids as a respiratory substrates. Then the plant, do the plant breathes? Yes, but നമ്മളെ പോലെ പ്ലാന്റ്സിന് എന്തില്ല, ഒരു റെസ്പിറേറ്ററി ഓർഗൻസ് ഇല്ല. സോ അതിനുള്ള 3 റീസൺസ് ആണ് പിന്നെ നമ്മുടെ NCERT-യിലുള്ളത്. Then we can see the types of respiration, that is aerobic and anaerobic. That common step of aerobic and anaerobic is glycolysis. So we will see about the glycolysis, the 10 steps. Then after the glycolysis, the product is pyruvate. Then what is happening to the pyruvate? Based on the cellular need, the type of organism, the oxygen availability, it can either enter into alcoholic fermentation, acid fermentation, anaerobic respiration. So alcohol, acid, anaerobic respiration. Then RQ value. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് അല്ലേ. സോ ഒരു ചെറിയ ചാപ്റ്റർ ആണ്. സോ we can start with the questions. So can we start with the questions? Okay. So first question we can see that from glycolysis. In glycolysis, substrate level phosphorylation occurs during the formation of. So what do you mean by substrate level of phosphorylation? You studied 3 types of phosphorylation. How do you remember it? In photosynthesis, you studied about photophosphorylation. Then in this chapter, respiration, you are hearing the word, that is substrate level of phosphorylation and oxidative phosphorylation. So in the photophosphorylation, the light energy is converted into chemical energy for making ATP. So that is a photophosphorylation which is occur in the grana, isn't it, during light reaction. Then you studied about here you can see the word substrate level of phosphorylation. Well, what is substrate level of phosphorylation? When the substrate is changing into product, transforming into product, it's helping to make the ATP. So when the substrate is providing the inorganic phosphate to make the ATP. So that's we can call it as substrate level of phosphorylation. And we study, each chapter തന്നെ നമ്മൾ കേൾക്കുമ്പോൾ the oxidative phosphorylation related to electron transport system. അപ്പോൾ ഇവിടെ question is demanding എന്താണ്, substrate level of phosphorylation. ഏത് സ്റ്റെപ്പിലാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഓഫ് ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്? ഗ്ലൂക്കോസ് ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആ സ്റ്റെപ്പിലാണോ? അല്ല. ഇവിടെ എന്താ നടക്കുന്നത്? ATPയുടെ യൂട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. ഐ ക്യാൻ സീ ദാറ്റ് യു പീപ്പിൾ ആർ ടെല്ലിംഗ് ദി ആൻസർ. ഓപ്ഷൻ 3 ആണോ? ഐ ക്യാൻ സീ ദാറ്റ് ആൻസർ. സോ ബട്ട് I will explain other options. Okay. So glucose to glucose 6 phosphate എന്താ നടക്കണേ? ATPയുടെ യൂട്ടിലൈസേഷൻ ആണ് നടക്കുന്നത് അല്ലേ, ഫോസ്ഫോറിലേഷൻ ഓഫ് ഗ്ലൂക്കോസിൽ. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ടു ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ്, ഇവിടെയും എന്താ നടക്കുന്നത്? ATP യൂട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ 2 സ്റ്റെപ്പിൽ ഗ്ലൈക്കോലിസിസിൽ ATPയുടെ യൂട്ടിലൈസേഷൻ നടക്കുന്നുണ്ട് അല്ലേ. ഒന്ന് ഗ്ലൂക്കോസ് ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റും മറ്റൊന്ന് ഏതാ? ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റും ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? സബ്സ്ട്രേറ്റ് ലെവൽ ഓഫ് ഫോസ്ഫോറിലേഷൻ. എവിടെയാ സബ്സ്ട്രേറ്റ് ലെവൽ ഓഫ് ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്? ആൻസർ ഇസ് ഓപ്ഷൻ 3. When 1,3 bisphosphoglyceric acid convert into 3-phosphoglycerate, that is shortly we can tell BPGA into 3PGA, isn't it? BPGA into 3PGA. 1,3 bisphosphoglyceric acid to 3PGA. In that step, you can see that ATP formation is taking place. ADP,
plus inorganic phosphate from BPGA, it's forming ATP. So substrate level of phosphorylation. Then coming to the option 4, pyruvate to acetyl coenzyme. It is not taking place in glycolysis. That glycolysis is not happening. This step, pyruvate to acetyl coenzyme. Link reaction during aerobic respiration. Now, substrate level, the answer is option 3. Now, one glycolysis substrate level of phosphorylation. What step? One more step. What step? What step? One step in the glycolysis substrate level of phosphorylation. Last step. What phosphoenol pyruvate, PEP to pyruvic acid. PEP to pyruvic acid step substrate level of phosphorylation. Now, glycolysis is 2 steps substrate level. BPGA into 3PGA and PEP into pyruvate. Clear? So, here the answer is option 3. Okay, second question. Which of the following enzyme is common to both aerobic respiration and fermentation? Okay, so which one is common to aerobic and fermentation? That is anaerobic respiration. Which one is a common? Pyruvate decarboxylase. Common ano? Alla. Pyruvate decarboxylase. Evadya? Eda step ila ee pyruvate decarboxylase ubhayikkane? Glycolysis kazhinja nammada pyruvate alcohol fermentation like enter cheyana step ila. Ennu parna pyruvic acid convert into decarboxylation nadatti pyruvic acid is decarboxylated into acetaldehyde. ആ സ്റ്റെപ്പിലാണ് എന്ത് ഉപയോഗിക്കുന്നത്? പൈറുവേറ്റ് ഡീകാർബോക്സിലേസ്. സോ പൈറുവേറ്റ് ഡീകാർബോക്സിലേസ് എൻസൈം യൂസ്ഡ് അല്ലെങ്കിൽ എൻസൈം ഈസ് മീഡിയേറ്റിംഗ് വിച്ച് കൺവേർഷൻ? ഡീകാർബോക്സിലേഷൻ ഓഫ് പൈറുവിക് ആസിഡ് ടു അസെറ്റാൽഡിഹൈഡ്. കിട്ടിയല്ലോ? ദെൻ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എവിടെയാ? ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് ഏത് സ്റ്റെപ്പിലാ? വെൻ acetaldehyde. Acetaldehyde is reduced to ethyl alcohol. Acetaldehyde is reduced to ethyl alcohol. A step mediated by the enzyme alcohol dehydrogenase. Then, so common nu parna ivide ellaru answer okke parayunnundu. So what is a common step nu parna edana? Oru doubt illa, the enzyme common for aerobic and fermentation is hexokinase. What is a hexokinase? ഏത് സ്റ്റെപ്പിലാ ഹെക്സോകൈനസ് ഉപയോഗിക്കണേ? ഓർക്കണ്ടോ? Glucose to glucose 6 phosphate avana first step of glycolysis. Enzyme mediating is hexokinase. What is a cofactor of hexokinase? Cofactor of hexokinase is magnesium, Mg2+. Okay, so answer is option 3. Now നമുക്ക് option 4 നോക്കാം ട്ടോ. Cytochrome oxidase. എന്താണ് ഈ cytochrome oxidase? പറയാമോ? എന്ത് ഈ സൈറ്റോക്രോം ഓക്സിഡേസ് എന്ന് പറയുന്നത്? ഏതാ? നമ്മുടെ ETS ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലെ കോംപ്ലക്സ് പറഞ്ഞേ. 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ 5 ആണോ? വെച്ച് കോംപ്ലക്സ് സൈറ്റോക്രോം ഓക്സിഡേസ് എന്ന് പറയുന്നത് കോംപ്ലക്സ് 4. സൈറ്റോക്രോം ഓക്സിഡേസ് എന്ന് പറയുന്നത് കോംപ്ലക്സ് 4 electron transport system. That is a cytochrome A3 with 2 copper center. Kittilo. So here the answer is option 3, hexokinase, which is common to both aerobic and anaerobic fermentation, anaerobic respiration or fermentation. Clear? So we can move to the next question. During anaerobic respiration in plants, NADH is oxidized to NAD+ during conversion of anaerobic respiration. During anaerobic respiration, NADH is oxidized to NAD+. Reoxidization of NADH to NAD+ taking place in pyruvate to acetyl coenzyme. Pyruvate to acetyl coenzyme, no. Here pyruvate to acetyl coenzyme A, what is taking place actually? NAD plus
reduced to NADH plus H plus, and this is taking place during aerobic respiration. It is taking place during aerobic respiration, not anaerobic. Then glucose 2 pyruvate, that is glycolysis. Then acetaldehyde to ethanol, that is our answer. So answer is option 2. When the acetaldehyde reduced to ethanol, where NADH is reoxidized into NAD+. അല്ലേ? anaerobic respiration ഗ്ലൈക്കോലിസിൻ്റെ സമയത്ത് when PGAL oxidized to BPGA, അവിടെ എന്ത് ഫോർമേഷൻ നടക്കുന്നുണ്ട്? NAD+ is reduced to NADH plus H plus അല്ലെങ്കിൽ NADH. ഈ NADH when the alcohol fermentation സമയത്ത് when acetaldehyde is reduced to ethanol, അവിടെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഹൈഡ്രജൻ ഡോണർ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡോണർ വേണം അല്ലേ? സോ ആ ഡോണറായിട്ട് ആരാ ആക്ട് ചെയ്യേണ്ട അവിടെ? നമ്മുടെ NADH. സോ അവിടെ എന്ത് നടക്കണേ? NADHൻ്റെ oxidation to NAD+. So here the answer is option 2, acetaldehyde to ethanol. Clear? Then coming to the fourth option. എന്നാലും fourth option ഒന്നുകൂടി നോക്കാം കേട്ടോ. ആൻസർ നമുക്ക് സെക്കൻഡ് ആണ് കിട്ടിയാൽ നമുക്ക് ഫോർത്ത് ഓപ്ഷൻ എന്താ? സക്സിനേറ്റ് ടു ഫ്യൂമാറേറ്റ്. പറയാമോ അവിടെ എന്താ നടക്കണേ? when the succinate is oxidized to fumarate, when the succinate is to fumarate, what is taking place? FAD plus is reduced to FADH2. FAD plus is reduced to FADH2. Clear? So here the answer is option 2. Okay, question number 5. The step that links glycolysis to Krebs cycle is, which step is connecting that link glycolysis to Krebs cycle? അതിനെ നമുക്ക് ലിങ്ക് റിയാക്ഷൻ എന്ന് പറയാം, ഗേറ്റ് വേ മെക്കാനിസം എന്ന് പറയാം, ട്രാൻസിഷൻ ഫേസ് എന്ന് പറയാം അല്ലേ? ഇതൊക്കെ അതിൻ്റെ പേരുകളാണ് ആ ലിങ്ക് റിയാക്ഷൻ്റെ. അപ്പോൾ ഏത് സ്റ്റെപ്പാണ് ഗ്ലൈക്കോലസിസിനെ ക്രെബ്സ് സൈക്കിളായിട്ട് കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഗ്ലൈക്കോലസിസിൻ്റെ കീ പ്രൊഡക്റ്റായ പൈറുവേറ്റിന് ഡയറക്റ്റായിട്ട് ക്രെബ്സ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. പകരം അതിന് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം പൈറുവേറ്റിന്? ഇവിടുത്തെ ആൻസർ പറയാം ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയേണ്ടത് കറക്റ്റാണ്. ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ഓഫ് പൈറുവിക് ആസിഡ് നടക്കണം. പക്ഷെ ഇവിടെ ഏത് ആൻസർ വരും? വിച്ച് വിൽ ബി ദ ആൻസർ? ഓപ്ഷൻ 2. ഓക്കെ, ഇതാ കുട്ടികളൊക്കെ പറയേണ്ട ഓപ്ഷൻ 2. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ആണ്, കറക്റ്റാണ്. സോ നമ്മുടെ പൈറുവിക് ആസിഡിന് എന്ത് നടക്കണോ? ഓക്സിഡേഷനും നടക്കണ്ട്, ഡീകാർബോക്സിലേഷനും നടക്കണ്ട്. So pyruvic acid undergo oxidative decarboxylation to form എന്ത് ഫോം ചെയ്യും? അസറ്റൈൽ കോഎൻസൈമ്. ആ സ്റ്റെപ്പാണ് എന്ത്? ലിങ്ക് റിയാക്ഷൻ വിച്ച് കണക്ട് ഗ്ലൈക്കോലിസിസ് ടു ക്രെബ്സ് സൈക്കിൾ. മക്കൾ പറഞ്ഞേ ഏത് എൻസൈം അതിനെ മീഡിയേറ്റ് ചെയ്യണേ? ഒന്ന് ഓർത്ത് നോക്കിയേ. വിച്ച് എൻസൈം ഇസ് മീഡിയേറ്റിംഗ് ഫോർ കാറ്റലൈസിങ് ഫോർ ദിസ് കൺവേർഷൻ ഓഫ് pyruvic acid to acetyl coenzyme? What is the name of the enzyme? Pyruvate decarboxylase ആണോ pyruvate dehydrogenase ആണോ? Which enzyme? I will give the option. ഒന്നെങ്കിൽ pyruvate decarboxylase അല്ലെങ്കിൽ dehydrogenase. Which one? Pyruvate? Okay, very good. Pyruvate dehydrogenase. Okay, so what is a cofactor of pyruvate dehydrogenase? Cofactor? മെഗ്നീഷ്യം അല്ലേ? Mg2+. ഇത് എവിടെ നടക്കണ യൂക്യാരിയോട്ടിൽ? ഒന്ന് പറയാമോ എവിടെ നടക്കണേ? സൈറ്റോപ്ലാസത്തിലാണോ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലാണോ? എവിടെ നടക്കുക ഈ കൺവേർഷൻ? മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്. ഈ കൺവേർഷൻ നടക്കുന്നത് മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലാണ്. കിട്ടിയല്ലോ? സോ ആൻസർ ഇസ് ഓപ്ഷൻ 2. എന്നാലും നമുക്ക് അടുത്ത ഓപ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാം അല്ലേ? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഈ സ്റ്റെപ്പ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ആണ്. നിങ്ങൾ ഉത്തരമൊക്കെ പറഞ്ഞിരുന്നു. ഈ സ്റ്റെപ്പ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ആണ് നടക്കുന്നത്. ഓക്സിഡേഷൻ നടക്കണ്ട്, ഡീകാർബോക്സിലേഷൻ നടക്കണ്ട് അല്ലേ? ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ആണ്. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എവിടെ നടക്കണേ? നമ്മുടെ മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെമ്പറൈനിൽ അല്ലേ? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ.
ATP formation. Conversion of citrate to isocitrate. അവിടെ എന്താ നടക്കണേ? Isomerization ആണ്. That is a Krebs cycle. Krebs cycle നമ്മുടെ ഈ അസറ്റൈൽ കോഎൻസൈമേ അസറ്റൈൽ ഗ്രൂപ്പും ഫസ്റ്റ് മെമ്പർ ഓഫ് Krebs cycle ആയ ഓക്സാലോഅസറ്റിക് ആസിഡും വാട്ടറും ഉപയോഗിച്ച് കണ്ടൻസേഷൻ നടന്ന് എന്ത് ഫോം ചെയ്യും? സിട്രിക് ആസിഡ് ഫോം ചെയ്യും. ആ സിട്രിക് ആസിഡ് 6 കാർബൺ കോമ്പൗണ്ട് ആണ്. ആ സിട്രിക് ആസിഡ് ഐസോമറൈസ് ഇൻടു എന്തായിട്ട് മാറും? ഐസോസിട്രേറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഡ്യൂറിങ് Krebs cycle. റിഡക്ഷൻ ഓഫ് ഓക്സിജൻ എവിടെ നടക്കണേ? ETS അല്ലേ? അറ്റ് ദ എൻഡ് ഓഫ് ETS നമ്മുടെ കോംപ്ലക്സ് 4 that electron is passing to the oxygen present in the matrix. അവിടെ അയാൾക്ക് റിഡക്ഷൻ നടന്ന് അയാൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മെറ്റബോളിക് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ ലിങ്ക് ഗ്ലൈക്കോലൈസിസ് ആൻഡ് Krebs cycle ആൻസർ is ഓപ്ഷൻ 2. നോക്കാം, ക്ലിയർ ആയില്ലേ? അടുത്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6. If oxygen is suddenly removed from respiring plants, റെസ്പിറേഷൻ്റെ പ്ലാന്റിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഓക്സിജൻ ഇല്ലാത്തൊരു കണ്ടീഷൻ വരാം കേട്ടോ. വിച്ച് പ്രോസസ് സ്റ്റോപ്പ് ഫസ്റ്റ്? ഏത് പ്രോസസ്സായിരിക്കും ഏറ്റവും ആദ്യം സ്റ്റോപ്പ് ആവണത്? ഗ്ലൈക്കോലൈസിസ്, Krebs cycle, ഫെർമെൻറ്റേഷൻ, ATP സിന്തസിസ് ഇൻ സൈറ്റോപ്ലാസം. ഏത് സ്റ്റെപ്പായിരിക്കും അങ്ങോട്ട് ഓക്സിജനെ പെട്ടെന്ന് അങ്ങോട്ട് മാറുമ്പോഴേക്കും അങ്ങോട്ട് പെട്ടെന്ന് ഫസ്റ്റ് സ്റ്റോപ്പ് ആവണ പ്രോസസ്സ് ഏതായിരിക്കും? വിച്ച് വൺ? Which is answer? Option 2, Krebs cycle. കാരണം വേറൊന്നും സ്റ്റോപ്പ് ഫസ്റ്റ് നോക്കുമ്പോൾ ഗ്ലൈക്കോലൈസിസിൽ ദർ ഇസ് നോ റോൾ ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ റോളേ ഇല്ല. ദെൻ ഫെർമെൻറ്റേഷൻ അനേറോബിക് റെസ്പിറേഷൻ്റെ പാർട്ടാണ്, അവിടെ ഓക്സിജൻ വേണ്ട. ATP സിന്തസൈസ് ഇൻ സൈറ്റോപ്ലാസം അല്ലേ? അവിടെ നടക്കുക. ATP സിന്തസിസ് നടക്കുന്നത് തന്നെ നമ്മുടെ F1 പാർട്ടിക്കിളിലാണ്, F1 കോംപ്ലക്സിലാണ്. സോ എന്നാൽ തന്നെ ആൻസർ Krebs cycleലേക്ക് എത്തി, മറ്റ് ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്ത. അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട്, എന്തുകൊണ്ടാണ് ഈ Krebs cycle ഫസ്റ്റ് അങ്ങ് നിൽക്കാൻ കാരണം? ഈ ഓക്സിജൻ അങ്ങോട്ട് സഡൻലി വേണ്ടാന്ന് വെക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഇല്ലാതെ ആകുമ്പോഴേക്കും Krebs cycle അങ്ങനെ നിൽക്കാൻ കാരണം എന്താ? ഓർക്കണ്ടോ? ഈ Krebs cycle അൺഇൻട്രപ്റ്റഡ് ആയിട്ട് നടക്കണമെങ്കിൽ 2 കാര്യങ്ങൾ വേണം. Krebs cycle അൺഇൻട്രപ്റ്റഡ് ആയിട്ട് നടക്കണമെങ്കിൽ 2 കാര്യങ്ങൾ വേണം. എന്തൊക്കെ വേണ്ടേ Krebs cycle ഇങ്ങനെ അൺഇൻട്രപ്റ്റഡ് ആയിട്ട് നടക്കണമെങ്കിൽ? First one, you can see the replenishment of oxaloacetic acid. നമ്മുടെ Krebs cycle ഫസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത് ഓക്സാലോഅസറ്റിക് ആസിഡ് ആണല്ലോ. അയാളുടെ എന്ത് വേണം? റീപ്ലെനിഷ്മെൻറ്റ് വേണം. പിന്നെയോ റീജനറേഷൻ ഓഫ് NAD+ ആൻഡ് FAD+. NAD+ഉം FAD+ൻ്റെയും റീജനറേഷൻ വേണം. എന്നാൽ മാത്രമാണ് Krebs cycle അൺഇൻട്രപ്റ്റഡ് ആയിട്ട് നടക്കുള്ളൂ. അപ്പോൾ എവിടെയാണ് ഇയാളുടെ എയറോബിക് റെസ്പിറേഷനിൽ NAD+ ആൻഡ് FAD+ൻ്റെ റീജനറേഷൻ നടക്കുന്നത് എവിടെയാണ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലാണ്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ നമ്മുടെ റോൾ ഓഫ് ഓക്സിജൻ ഏറ്റവും ലാസ്റ്റ് പോയി നിൽക്കുകയാണെങ്കിലും ആ ഓക്സിജൻ ഇല്ല എങ്കിൽ, ഫൈനലി ആ ഓക്സിജൻ ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്യാനില്ല എങ്കിൽ ആ പ്രോസസ്സ് അവിടെ വെച്ച് നിന്നുപോയി. അപ്പോൾ എന്ത് നടക്കില്ല? ദാറ്റ് റീജനറേഷൻ ഓഫ് NAD+ ആൻഡ് FAD+ നടക്കില്ല. അത് നടന്നില്ലെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഏറ്റവും ആദ്യം സ്റ്റോപ്പായി പോകാൻ പോകുന്ന പ്രോസസ്സ് ഏതാണ്? Krebs cycle ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ 2, Krebs cycle. കിട്ടിയോ? സോ Krebs cycle ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്ത് വരാൻ പറ്റും. പക്ഷേ ചില ഓപ്ഷൻസ് നമുക്കിപ്പോൾ ലിങ്ക് റിയാക്ഷൻ വരാം. അങ്ങനെ വരാണെങ്കിൽ ഏറ്റവും ആദ്യം നിൽക്കാൻ പോകുന്നത് Krebs cycle. കാരണം എന്താ? ഇതൊരു assertion റീസൺ പോലെ വരാണെങ്കിൽ ഫസ്റ്റ് Krebs cycle നിൽക്കണം. കാരണം എന്താ? അൺഇൻട്രപ്റ്റഡ് ആയിട്ട് Krebs cycle നടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? റീജനറേഷൻ ഓഫ് NAD+ ആൻഡ് FAD+ വേണം. അത് നടക്കുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലാണ്. ആ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്ററാണ് ഓക്സിജൻ. ആ ഓക്സിജൻ ഇല്ലെങ്കിൽ ആ ട്രാൻസ്പോർട്ട് സിസ്റ്റം അവിടെ വെച്ച് നിന്ന് പോവും. അപ്പോൾ നമ്മുടെ NAD+ൻ്റെയും FAD+ൻ്റെയും റീജനറേഷൻ നടക്കില്ല. Krebs cycle ഇമീഡിയറ്റ്ലി സ്റ്റോപ്പ് ആവും. ക്ലിയർ ആയല്ലോ? സോ ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ 2, Krebs cycle. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question assertion type ആണ്, assertion reason type ആണ്. RQ value of fat is less than 1. എന്താ RQ value? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡ്യൂറിങ് റെസ്പിറേഷൻ്റെ സമയത്ത് അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ്ഡ്
divided by oxygen consumed. That is a RQ value. Carbohydrate RQ value എത്രയാ? RQ value of carbohydrate is 1. Protein and fat ആണെങ്കിൽ RQ value is less than 1. Protein 0.9. Organic acid ആണെങ്കിൽ the RQ value is more than 1. So that is the RQ value. ഇവിടെ എന്താ പറഞ്ഞത്? RQ value of fat is less than 1. Yes. 0.7 ലേക്കൊക്കെ വരാം. മക്കൾ ഓർക്കണ്ടോ? ട്രൈപാൽമിറ്റിൻ. ട്രൈപാൽമിറ്റിൻ്റെ കേസിൽ ഇറ്റ് ഈസ് 0.7. The fatty acid tripalmitin, it is 0.7. Then what is the reason? Oxidation of fat. ഇപ്പോൾ ഫാറ്റിൻ്റെ ഓക്സിഡേഷൻ്റെ സമയത്ത് ഇറ്റ്സ് കൺസ്യൂം മോർ ഓക്സിജൻ ദാൻ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം? കൂടുതൽ ഓക്സിജനെ, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യണേക്കാൾ കൂടുതൽ ഓക്സിജൻ അതിന് എന്ത് ചെയ്യണം? കൺസ്യൂം ചെയ്യണം. പക്ഷേ ഇൻ ദ കേസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിൽ യു ക്യാൻ സീ ദ ഓക്സിജൻ കൺസ്യൂംഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ്ഡ് എന്താണ്? ഈക്വൽ ആണ്. അല്ല, ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെ കേസാണെങ്കിൽ 6 CO2 റിലീസ് ചെയ്യും, 6 ഓക്സിജനെ ദേ ആർ കൺസ്യൂമിങ് ദാറ്റ്. ക്ലിയർ ആയോ? ബട്ട് ഇവിടെ അങ്ങനെയല്ല. ദേ നീഡ്സ് ടു ടേക്ക് മോർ ഓക്സിജൻ ടു റിലീസ് എ കാർബൺ ഡൈ ഓക്സൈഡ്. സോ ഹിയർ assertion and R are true and R is the correct explanation. കാരണം അവർ കൂടുതൽ എന്ത് ചെയ്യാണ്? ഓക്സിജനെ കൺസ്യൂം ചെയ്യണത് കൊണ്ടാണ് നമ്മുടെ RQ വാല്യൂ ലെസ് ദാൻ 1 കാരണം. അപ്പോൾ നമ്മുടെ ട്രൈപാൽമിറ്റിൻ ഒന്ന് ഓർക്കാം. ട്രൈപാൽമിറ്റിൻ C51H98O6 isn't it? 2 പ്ലസ് എത്ര ഓക്സിജന്റെ കൺസെപ്ഷൻ ഓർക്കണ്ടോ? എത്ര ഓക്സിജൻ കൺസ്യൂം ചെയ്തേക്കണ്ട? 145 ഓക്സിജൻ ഗിവ്സ് എത്ര കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യണേ? C into 51, 2 into 51, that is 102 CO2 പ്ലസ് എത്രയാ വാട്ടർ റിലീസ് ചെയ്യണേ? ഓർക്കണ്ടോ? വാട്ടർ 98 H2O പ്ലസ് എനർജി റിലീസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ട്രൈപാൽമിറ്റിൻ ആണ്. ട്രൈപാൽമിറ്റിൻ്റെ RQ വാല്യൂ അപ്പോൾ എങ്ങനെയാണ് RQ വാല്യൂ? RQ വാല്യൂ is carbon dioxide released divided by oxygen consumed, isn't it? That is a 0.7, approximately equal to 0.7. Clear? So ഇവിടെ നോക്കിയാൽ അറിയാം, ഓക്സിജൻ കൂടുതൽ കൺസ്യൂം ചെയ്തു, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്തേക്കാളും. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ 1, കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. ഗ്ലൈക്കോലിസിസ് ഒക്കേഴ്സ് ഇൻ സൈറ്റോപ്ലാസം ആണല്ലോ അല്ലേ? എയറോബിക് ആയിക്കോട്ടെ, അനേറോബിക് ആയിക്കോട്ടെ, പ്രോകാരിയോട്ട് ആയിക്കോട്ടെ, യൂകാരിയോട്ട് ആയിക്കോട്ടെ, ഗ്ലൈക്കോലിസിസ് ആണോ? ഇറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം. Krebs cycle produces CO2. Yes. During Krebs cycle, each turn of Krebs cycle release 2 molecules of CO2. ഏതൊക്കെ സ്റ്റെപ്പിലാ? വേഗം പറഞ്ഞ ഏതൊക്കെ സ്റ്റെപ്പിലാണ് Krebs സൈക്കിളിൽ CO2ൻ്റെ റിലീസ് നടക്കുന്നത്? 2 സ്റ്റെപ്പിലാണ്. ഏതൊക്കെയാ? ഒന്ന്, അക്കോർഡിംഗ് ടു NCERT പറയുകയാണെങ്കിൽ ഐസോസിട്രേറ്റ് കൺവേർട്ട് ഇൻ ടു ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. പക്ഷെ നമ്മളൊരു കറക്റ്റ് സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ ഐസോസിട്രേറ്റ് ആദ്യം എന്ത് ചെയ്യും? ഓക്സിഡൈസ് ടു ഓക്സാലോ സക്സനിക് ആസിഡ്. അവിടെയാണ് NAD+ റെഡ്യൂസ് ടു NADH+ ആയിട്ട് മാറുന്നത്. ഇനി ആ 6 കാർബൺ കോമ്പൗണ്ടായ ഓക്സാലോ സക്സനിക് ആസിഡ് decarboxylated into alpha keto glutaric acid, the only 5 carbon compound present in Krebs cycle. Okay, then second step, എവിടെ കാർബൺ ഡൈ ഓക്സൈഡ്? നെക്സ്റ്റ് ആ സ്റ്റെപ്പിൽ തന്നെ എവിടെയാ? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്, the 5 carbon compound. Again you can see undergo oxidative decarboxylation. ആ സ്റ്റെപ്പിൽ എന്ത് നടക്കണ്ട? ഓക്സിഡേഷനും നടക്കണ്ട, ഡീകാർബോക്സിലേഷനും നടക്കണ്ട. So alpha keto glutaric acid undergo oxidative decarboxylation to form succinyl coenzyme, the first 4 carbon compound. Isn't it? Succinyl coenzyme. ആ സ്റ്റെപ്പിലും കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യേണ്ട.
സോ ഓരോ ടേൺ ഓഫ് Krebs സൈക്കിളിലും 2 molecules of carbon dioxide is releasing. Okay, so release of carbon dioxide is taking place. Correct. Electron transport chain occur in outer mitochondrial membrane. Outer lano alla. It is taking place in inner mitochondrial membrane lana. Then oxygen acts as the final electron acceptor. Yes, electron transport system the final electron acceptor, and hydrogen acceptor is also ആരാണ് നമ്മുടെ ഓക്സിജൻ ആണ് in aerobic respiration. So the correct statement is 1, 2 and 4 only. So answer is option 4. Answer is option 4. Clear? Okay, so you people are writing the answer. Okay, keto, alpha ketoglutaric acid convert and the succinyl CoA. Okay, good. അടുത്ത നോക്കാം. ഇനി which of the following statements are correct? പിന്നെ correct statement ആണ് നോക്കണം കേട്ടോ. First statement നോക്കാം. 6 CO2 molecules are released per glucose molecule. Correct ആണ്. During aerobic respiration, C6H12O6, the complete oxidation of glucose is taking place, and the stepwise removal of carbon dioxide, like that 6 molecules of carbon dioxide is releasing. Okay, so that statement is correct. 2 ATP are produced directly in Krebs cycle per glucose. Correct. One glucose means one glucose, how many Krebs cycle will be there? 2 turns of Krebs cycle ഉണ്ട് അല്ലേ? ഒരു ഗ്ലൂക്കോസിൽ നിന്ന് 2 പൈറുവേറ്റ് ഉണ്ടാവും, 2 പൈറുവേറ്റിൽ നിന്ന് 2 അസറ്റൈൽ കോഎൻസൈമേ, then you can see the 2 acetyl CoA 2 Krebs cycle. So they are giving directly എന്താണ് 2 ATP. ഇത് മക്കൾ ഈ ഡയറക്റ്റ് ATP എന്ന് പറഞ്ഞാൽ എന്ത്? ഈ ഡയറക്റ്റ് ATP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ട്രേറ്റ് ലെവൽ ഓഫ് ഫോസ്ഫോറിലേഷൻ. ഡയറക്റ്റ് ATP ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഏതാ? സബ്സ്ട്രേറ്റ് ലെവൽ ഓഫ് ഫോസ്ഫോറിലേഷൻ. ഒന്ന് പറഞ്ഞു നോക്കിയേ, ഏത് സ്റ്റെപ്പിലാണ് ഈ സബ്സ്ട്രേറ്റ് ലെവൽ Krebs സൈക്കിൾ നടക്കണേ? ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ. ഏത് സ്റ്റെപ്പിലാണ് നമ്മുടെ Krebs സൈക്കിൾ സബ്സ്ട്രേറ്റ് ലെവൽ ഓഫ് ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്? പറയാമോ ഏത് സ്റ്റെപ്പിലാണ്? ആ സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി, ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. ഏത് സ്റ്റെപ്പിലാണ് നമ്മുടെ Krebs സൈക്കിളിൽ സബ്സ്ട്രേറ്റ് ലെവൽ ഓഫ് ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്? സക്സിനൈൽ കോഎൻസൈമേ ടു സക്സിനിക് ആസിഡ് അല്ലേ? സക്സിനൈൽ കോയെ സക്സിനിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്റ്റെപ്പിലാണ് എന്ത് നടക്കുന്നത്? സബ്സ്ട്രേറ്റ് ലെവൽ ഓഫ് ഫോസ്ഫോറിലേഷൻ. ആ സ്റ്റെപ്പിൽ GTP phosphorylated into GTP, and couple of reaction GTP will convert into ATP. Clear? So that is a substrate level of phosphorylation നടക്കണ്ട. അപ്പോൾ ഓരോ ടേണിലും ഒരു ATP. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്ലൂക്കോസിൽ നിന്ന് 2 Krebs സൈക്കിൾ ഉണ്ട്, സോ 2 ATP. So that is correct. Glycolysis require oxygen? No. Glycolysis is taking place in the absence of oxygen. Then pyruvate is a 3 carbon compound. Yes. So answer is 1, 2 and 4 are correct. So answer is option 1. So answer option 1. Okay, I can see the answers very fast. Okay, succinyl CoA, then okay, so GTP formation. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ Krebs സൈക്കിൾ കിട്ടി. അപ്പോൾ Krebs സൈക്കിൾ ഒന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കുമ്പോൾ Krebs സൈക്കിളിൽ കറക്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഐസോസിട്രേറ്റ് ഓക്സാലോ സക്സിനിക് ആസിഡ് ആവണ സ്റ്റെപ്പിൽ NADHൻ്റെ ഫോർമേഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡിന് സക്സിനൈൽ CoA ആവണ സ്റ്റെപ്പിലും NADH ഫോർമേഷൻ ഉണ്ട്. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പായ മാലിക് ആസിഡ് റീജനറേറ്റഡ് ഇൻ ടു ഓക്സാലോ അസറ്റിക് ആസിഡ് ആവുന്ന സ്റ്റെപ്പിലും NADH. അങ്ങനെ ഒരു Krebs സൈക്കിളിൽ 3 പ്ലേസുകളിൽ കൺവേർഷനിൽ NADHൻ്റെ ഫോർമേഷൻ ഉണ്ട്. പിന്നെ ഒരു പ്ലേസിൽ FADH2 എവിടെയാണ്? സക്സിനിക് ആസിഡ് ടു ഫ്യൂമാറിക് ആസിഡ് ആവുന്ന സ്റ്റെപ്പിൽ FADH2ൻ്റെ ഫോർമേഷൻ ഉണ്ട്. പിന്നെ ഒരു സ്റ്റെപ്പിൽ സബ്സ്ട്രേറ്റ് ലെവൽ ഓഫ് ഫോസ്ഫോറിലേഷൻ. എവിടെയൊക്കെയാണ് സബ്സ്ട്രേറ്റ് ലെവൽ? ഒരു സ്റ്റെപ്പിൽ സക്സിനൈൽ CoA ടു സക്സിനിക് ആസിഡ്. പിന്നെ 2 സ്റ്റെപ്പിൽ ഡീകാർബോക്സിലേഷൻ, ഓക്സാലോ സക്സിനിക് ആസിഡ് ടു ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡും ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ് ടു ദെൻ സക്സിനൈൽ കോഎൻസൈമേ. അപ്പോൾ 3 സ്റ്റെപ്പിൽ NADH,
ഒരു സ്റ്റെപ്പിൽ FADH2, ഒരു സ്റ്റെപ്പിൽ സബ്സ്ട്രേറ്റ് ലെവൽ ഓഫ് ഫോസ്ഫോറിലേഷൻ, 2 സ്റ്റെപ്പിൽ ഒക്കെ ഡീകാർബോക്സിലേഷനും നടക്കുന്നുണ്ട് നമ്മുടെ Krebs സൈക്കിളിൽ 1 ടേണിൽ. കിട്ടിയല്ലോ? അപ്പോൾ നമ്മുടെ ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ 1. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അഗെയിൻ നമ്മുടെ assertion reason type of question ആണ്. Respiration is an amphibolic pathway. Correct അല്ലേ? It's an amphibolic pathway. Reason, in respiration there is breakdown of substrate and also provide intermediates for synthesis of fats, amino acids, etc. So what is the answer? Amphibolic pathway. The amphibolic, what is the word meaning of amphi? The amphi എന്ന് പറഞ്ഞാൽ both. It will act as both catabolic and anabolic. So ഇതിന് amphibolic pathway എന്ന് പറയാൻ കാരണം എന്താ? In respiration there is a breakdown of substrate. അപ്പോൾ breakdown of substrate എന്ന് പറഞ്ഞത് എന്തായി? Catabolic ആയി. And ഇവരുടെ സമയത്ത് ഉണ്ടാകുന്ന ചില ഇൻ്റർമീഡിയറ്റ്സ് ലൈക്ക് അസറ്റൈൽ കോഎൻസൈം ആവാം. സോ അസറ്റൈൽ കോഎൻസൈമെ വി ക്യാൻ യൂസ് ഫോർ മേക്കിംഗ് ഫാറ്റി ആസിഡ് അല്ലേ, അല്ലെങ്കിൽ പൈറുവിക് ആസിഡ്, അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ്സ് ഓഫ് ഓക്സാലോഅസറ്റിക് ആസിഡോ, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ അമിനോ ആസിഡ്, പ്രോട്ടീൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. സോ സം ഓഫ് ദി ഇൻ്റർമീഡിയറ്റ്സ് ഓഫ് Krebs സൈക്കിൾ ആവാം അല്ലേ. സോ ലിങ്ക് റിയാക്ഷൻ്റെ പ്രൊഡക്റ്റായ അസറ്റൈൽ കോയൊക്കെ വി ക്യാൻ യൂസ് ഫോർ സിന്തസിസ് ഓഫ് അതർ ബയോ molecules. So provide intermediates for synthesis of fats and amino acids. That means it is a anabolic. So respiration is both catabolic and anabolic. So that's why it is known as amphibolic pathway. So here what's the answer? I can see your answers. So answer is option 1. Both the assertion and reason are true, and reason is the correct explanation of A, assertion. Okay, so answer is option 1. Question number 11. Identify correct statements. Glycolysis produces 4 ATP molecule per glucose molecule. Correct or incorrect? വേഗം പറഞ്ഞേ, ഇത് കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്ന് പറയണം. ഗ്ലൈക്കോലിസിസ് പ്രൊഡ്യൂസ് 4 ATP molecules per glucose molecule. ഓരോ ഗ്ലൂക്കോസിന് 4 ATP. ടോട്ടൽ നമ്പർ ഓഫ് ATP ഡ്യൂറിങ് ഗ്ലൈക്കോലിസിസ് എത്രയാ? 4 ആണോ 2 ആണോ? എത്രയാ? 4 അല്ലേ. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ദി സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്. ഓരോ ഗ്ലൂക്കോസിനും ഗ്ലൂക്കോസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ ഗ്ലൂക്കോസ് എന്തായിട്ട് മാറും? ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ്. അതിൽ നിന്ന് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ക്ലീവ് ചെയ്തിട്ട് ക്ലീവേജ് ഇൻ ടു PGAL and DHAP. DHAP is isomerized into PGAL. അതുകൊണ്ട് തന്നെ 2 PGAL. അപ്പോൾ 2 PGAL എന്ന് പറയുമ്പോൾ when the 2 PGAL 2 PGAL into 2 PPGA 2 PPGA into 3 PGA. അപ്പോൾ 2 BPGA 2 3 PGA ആവുന്ന സ്റ്റെപ്പിൽ 2 ATP കിട്ടും. അതുപോലെ തന്നെ PEP പൈറുവിക് ആസിഡ് ആണ്. 2 PEP ഉണ്ട്, 2 പൈറുവിക് ആസിഡ് ഉണ്ട്, അവിടെയും നമുക്ക് 2 ATP കിട്ടും. സോ ടോട്ടൽ ATP പ്രൊഡ്യൂസ്ഡ് എത്രയാണ്? 4. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. നെറ്റ് ഗെയിൻ ഓഫ് ATP ഇൻ ഗ്ലൈക്കോലിസിസ് ഇസ് 2. നെറ്റ് ഗെയിൻ ഓഫ് ATP ഇൻ ഗ്ലൈക്കോലിസിസ് ഇസ് 2 ATP. കാരണം എന്താ? ഈ നെറ്റ് ഗെയിൻ 2 ആയിട്ട് നമ്മൾ എടുക്കാൻ കാരണം എന്താ? വാട്ട് ഈസ് ദ റീസൺ? നെറ്റ് ഗെയിൻ 2 ആയിട്ട് എടുക്കാൻ, ടോട്ടൽ 4, പക്ഷെ നെറ്റ് ഗെയിൻ 2 ആയിട്ട് എടുക്കാൻ കാരണം എന്താ? യെസ്, അവരെന്ത് ചെയ്യാണ്? ദേ ആർ യൂസിങ് ഇറ്റ് അല്ലേ. 2 സ്റ്റെപ്പിൽ 2 ATP ഗ്ലൈക്കോലിസിസിൽ തുടക്കത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആകുമ്പോഴും ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആവണ സ്റ്റെപ്പിലും ATPയുടെ യൂട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആ യൂട്ടിലൈസ് ചെയ്ത ATPനെ മൈനസ് ചെയ്ത കാരണം നെറ്റ് ഗെയിൻ എന്ന് പറയുമ്പോൾ എത്രയാ? 2. അപ്പോൾ ടോട്ടൽ 4 ATP പ്രൊഡ്യൂസ് ചെയ്യണ്ടെങ്കിലും നെറ്റ് ഗെയിൻ ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 2 ATP ആണ്. ഇനി ഗ്ലൈക്കോലിസിസ് ഒക്വേഴ്സ് എവിടെ ഗ്ലൈക്കോലിസിസ് നടക്കുന്നത്? സൈറ്റോപ്ലാസത്തിലാണ്. ഈ സൈറ്റോസോൾ അല്ലെങ്കിൽ സൈറ്റോപ്ലാസം. NADH is produced during oxidation of glyceraldehyde 3-phosphate. കറക്റ്റ് അല്ലേ? നമ്മുടെ glyceraldehyde 3-phosphate എന്ന് പറഞ്ഞാൽ PGAL to BPGA.
അല്ലേ? സോ PgAl is oxidized to BPGA. ഈ സ്റ്റെപ്പിലാണ് യു ക്യാൻ സീ ദാറ്റ് NAD plus is reduced to NADH is produced during reduced to എന്തായിട്ട് മാറണത്? NADH ആയിട്ട് മാറണത്. ഹിയർ PgAl എന്താ നടക്കണേ? ഓക്സിഡേഷനും NAD പ്ലസ് എന്താ നടക്കണേ? റിഡക്ഷനും. അങ്ങനെ NADHൻ്റെ ഫോർമേഷൻ നടക്കണത്. So NADH is produced during oxidation of PgAl to BPGA. ഇയാൾക്കിവിടെ ഓക്സിഡേഷനും ഇയാൾക്കിവിടെ റിഡക്ഷനും അല്ലേ? ഇവിടെ നടക്കുന്ന സ്റ്റെപ്പ് എന്താ? ഓക്സിഡേഷൻ റിഡക്ഷൻ സ്റ്റെപ്പാണ്. ഒരാൾക്ക് ഓക്സിഡേഷൻ അപ്പം മറ്റേയാൾക്ക് റിഡക്ഷൻ നടക്കണം. സോ ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ 1, 2, 4 ആർ കറക്റ്റ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ 1. സോ ആൻസർ ഇസ് ഓപ്ഷൻ 1. Okay, I can see your answer, option 1. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Match the following enzyme versus function. ഓക്കെ, കോളം 1 എൻസൈംസ് ഉണ്ട് 1 ആട്ടോ. കോളം 1 എൻസൈംസും കോളം 2 അത് ഏത് സ്റ്റെപ്പിലാണ് അത് കാറ്റലൈസ് ചെയ്യണേന്നുള്ളതാണ്. നോക്കാം. കോളം 1 ടീച്ചർ വായിക്കാം ടോപ്പിക്കും കോളം 2 ആൻസർ വേഗം അങ്ങ് കണ്ടുപിടിച്ചേക്കണേ. ഓപ്ഷനും ഹെക്സോകൈനേസ് ഉണ്ട്, പൈറുവേറ്റ് ഡീകാർബോക്സിലേസ് ഉണ്ട്, സൈറ്റോക്രോം ഓക്സിഡേസ് ഉണ്ട്, നമ്മുടെ കോംപ്ലക്സ് 4 ആണത്. ദെൻ ATP സിന്തേസ് ഉണ്ട്. പറയാമോ ഇതിൻ്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് എവിടെയൊക്കെയാണ് വരുന്നത്? ഹെക്സോകൈനേസ് ഫോസ്ഫോറിലേഷൻ ഓഫ് ഗ്ലൂക്കോസ്, അപ്പോൾ 2. പൈറുവേറ്റ് ഡീകാർബോക്സിലേസ് എവിടെയാ? കൺവേർട്സ് പൈറുവേറ്റ് ടു അസെറ്റാൽഡിഹൈഡ് 1. സൈറ്റോക്രോം ഓക്സിഡേസ് അത് നമ്മുടെ കോംപ്ലക്സ് 4 ആണ് അല്ലേ? കോംപ്ലക്സ് 4 ആണ് ETSൽ. എവിടെയാ? ഫൈനൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ടു ഓക്സിജൻ. ഓക്സിജന് ഫൈനലി ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യണത് ഏതാണ്? സൈറ്റോക്രോം ഓക്സിഡേസിലുള്ള സൈറ്റോക്രോം A3 ആണ് അല്ലേ? ദെൻ ATP സിന്തേസ് അവിടെയാണ് എന്ത് ഉണ്ടാവുന്നത്? ATPയുടെ ഫോർമേഷൻ നടക്കുന്നത് അല്ലേ? പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ക്രിയേറ്റ് ചെയ്യുക, പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ച് ATPയുടെ ഫോർമേഷൻ നടക്കുന്നത്. സോ ഹിയർ ദ ആൻസർ 2, 1, 3, 4. 2, 1, 3, 4 നിങ്ങളുടെ ഓപ്ഷൻസ് നോക്കട്ടെ. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ 1. ആൻസർ ഇസ് ഓപ്ഷൻ 1. ക്ലിയർ? എളുപ്പമല്ലേ? അടുത്ത് നോക്കാം. ഓക്കെ, നമ്പർ ഓഫ് കാർബൺ ആറ്റാണ്. കോളം 1 നമ്മുടെ സബ്സ്ട്രേറ്റുകളുടെ പേരുണ്ട്, കോംപ്ലക്സ് 2 അവരിൽ കാണുന്ന നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫിസിക്സ് കാർബൺ നമ്പർ ആണ് നമ്മൾ നോക്കണത്. അപ്പോൾ ഒന്ന് വേഗം ഒന്ന് നോക്കിയാൽ കോളം 1 ഞാൻ വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാർബൺ ആറ്റം ഒന്ന് വേഗം കണ്ടുപിടിച്ചേക്കണം കേട്ടോ. പൈറുവേറ്റ് സിട്രേറ്റ് ഓക്സാലോഅസറ്റേറ്റ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. പൈറുവേറ്റിൽ എത്ര കാർബണാ? പൈറുവേറ്റിൽ 3 കാർബൺ അല്ലേ? 3. സിട്രേറ്റിൽ എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ ഉണ്ട്. ഓക്സാലോഅസറ്റിക് ആസിഡിൽ ഓക്സാലോഅസറ്റേറ്റിൽ എത്ര കാർബണാ? 4 കാർബൺ ആണ്. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് എത്ര കാർബണാ? 5 കാർബൺ ആണ്. 5 കാർബൺ ആണ്. സോ 5 കാർബൺ. സോ 4. സോ 3, 1, 2, 4. The answer is option 1. Option 1. അപ്പോൾ നമ്പർ ഓഫ് കാർബൺ ആറ്റമൊക്കെ വേഗം നമുക്ക് ക്വിക്കായിട്ട് നോക്കാം കേട്ടോ. ആ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഈ ചാപ്റ്ററിൽ വരുന്ന നമ്പർ ഓഫ് കാർബൺ ആറ്റം. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ്. ഗ്ലൈക്കോലിസിസിൻ്റെ ആട്ടോ ഞാൻ പറഞ്ഞത്. ഇതുവരെ എത്ര കാർബണാണ്? 6 കാർബൺ ആണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രക്ടോസ് 1,6 ഫോസ്ഫേറ്റ് ഇങ്ങനെ ക്ലീവേജ് നടന്ന് അത് PgAലും DHAP ആവും. അവിടെ നിന്ന് തുടങ്ങി എത്ര കാർബണാണ്? 3 കാർബൺ ആണ്. അപ്പോൾ നമ്മുടെ DHAP, PgAl, BPGA, 3PGA, 2PGA, PEP, പൈറുവിക് ആസിഡ്. എല്ലാ സ്റ്റെപ്പും പറഞ്ഞിട്ടുണ്ട്. അതിൽ എത്ര കാർബണാണ്? അപ്പോൾ നമ്മുടെ PgAl തുടങ്ങി പൈറുവിക് ആസിഡ് വരെ എത്ര കാർബണാണ്? 3 കാർബൺ. ഇതാണ് 3 കാർബൺ കോമ്പൗണ്ട് ആണ്. അടുത്ത് ഓർക്കണ്ടോ? ഇനി നെക്സ്റ്റ് വൺ യു ക്യാൻ സീ ദ പൈറുവിക് ആസിഡ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേറ്റഡ് ടു അസറ്റൈൽ കോഎൻസൈമേ. അസറ്റൈൽ കോഎൻസൈമേ എത്ര കാർബണാണ്? 2 കാർബൺ കോമ്പൗണ്ട് ആണ്. പിന്നെ നമ്മുടെ
Krebs cycle enter ചെയ്യാട്ടോ. Krebs cycle ഫസ്റ്റ് മെമ്പർ ആരാ? നമ്മുടെ ഓക്സാലോ അസറ്റിക് ആസിഡ് ആണ് അല്ലേ? Krebs cycle ഫസ്റ്റ് മെമ്പർ ഈസ് ഓക്സാലോ അസറ്റിക് ആസിഡ്. സോ ഓക്സാലോ അസറ്റിക് ആസിഡിൻ്റെ കാർബൺ ആറ്റം 4. ഫസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് Krebs cycle നമ്മുടെ സിട്രിക് ആസിഡ് ആണ്. എത്ര കാർബണാ? 6 കാർബൺ. പിന്നെ അതിൽ സിട്രിക് ആസിഡ്, ദെൻ ഐസോസിട്രേറ്റ്, ഓക്സാലോ സക്സനിക് ആസിഡ്. എത്ര കാർബണാ? 6 കാർബൺ ആണ്. പിന്നെ ഒരേ ഒരു 5 കാർബൺ കോമ്പൗണ്ട് ആരാ? നമ്മുടെ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് 5 കാർബൺ കോമ്പൗണ്ട്. ദെൻ സ്റ്റാർട്ടിംഗ് വിത്ത് 4 കാർബൺ സക്സനൈൽ കോയെ, സക്സനിക് ആസിഡ്, ഫ്യൂമാറിക് ആസിഡ്, മാലിക് ആസിഡ്. അതിൽ നിന്ന് വീണ്ടും നമ്മുടെ ഓക്സാലോ അസറ്റിക് ആസിഡ് റീജനറേറ്റ് ചെയ്യും. ഇതൊക്കെ എത്ര കാർബൺ കോമ്പൗണ്ടാ? 4 കാർബൺ കോമ്പൗണ്ട്സ് ആണ്. ഇതാ നമ്മുടെ എല്ലാ കാർബണും എയറോബിക് റെസ്പിറേഷനിൽ കാണുന്നത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആൽക്കഹോൾ ഫെർമെൻറ്റേഷനിൽ നോക്കാട്ടോ. പൈറുവേറ്റ് ടു അസറ്റാൽഡിഹൈഡ് 2 കാർബൺ. അസറ്റാൽഡിഹൈഡ് ഈസ് 2 കാർബൺ. അസറ്റാൽഡിഹൈഡ് ടു ഈഥൈൽ ആൽക്കഹോൾ 2 കാർബൺ. ദെൻ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ. പൈറുവേറ്റ് ടു ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് കണ്ടെയ്ൻ 3 കാർബൺ കോമ്പൗണ്ട്. ദാ ഈ ചാപ്റ്ററിൽ വരുന്ന എല്ലാ കാർബൺ കോമ്പൗണ്ടിൻ്റെ നമ്പറും അങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അടുത്ത് നോക്കാം. ഓക്കെ, സോ ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ 1. അപ്പോൾ എല്ലാ കാർബണും കഴിഞ്ഞു കേട്ടോ. ഇത്ര അങ്ങനെ എഴുതി വെച്ചാൽ മതി, പിന്നെ പഠിച്ചു. അപ്പോൾ കാർബണാറ്റം വന്നത് ആ ആൻസറായി. അപ്പോൾ അടുത്ത് നോക്കാം കേട്ടോ. മാച്ച് ദ ഫോളോയിങ് പ്രോസസ് ആൻഡ് ATP yield. ATP yield. Glycolysis. Column 1. You can see the column 1 ആണ്. column 1 നമുക്ക് ഗ്ലൈക്കോലിസിസ് ഉണ്ട്, Krebs cycle ഉണ്ട്, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ഉണ്ട്, ഫെർമെൻറ്റേഷൻ ഉണ്ട്. നോക്ക്. സോ വാട്ട് ഈസ് ഇറ്റ്? that glycolysis. So glycolysis you can see total എത്ര ഉണ്ടാവും? 4 ATP. So 4 ATP total. Krebs cycle. Krebs cycle we will get എത്ര? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ you can see that 2 ആണ്. Krebs cycle 2 ATP direct per glucose 3 വരും. ഫെർമെൻറ്റേഷനിൽ 2 ATP ആണ്. So 2 ATP ആണ്. So you can see 4, 3, 2, 1. So answer is option 4. Answer is option 4. Okay, you people are telling the answer good. Okay, ഗ്ലൈക്കോലിസിസിൽ നമുക്കറിയാം ഡയറക്റ്റ് ATP. ഞാൻ വീണ്ടും പറയണില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 4 എണ്ണം. Krebs cycle ഡയറക്റ്റ് ആയിട്ട് നമുക്ക് 2 ATP കിട്ടും. ഒരു ടേണിൽ ഇവിടെ നോക്കണം. ദ ക്വസ്റ്റ്യൻ ഈസ് you can see mass of glycolysis. ഇവിടെ 2 ATP വരണമെങ്കിൽ 2 ATP ഡയറക്റ്റ് ഫ്രം ഗ്ലൂക്കോസ് എന്ന് വളരെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഗ്ലൂക്കോസിൽ നിന്ന് ഡയറക്റ്റ് 2 ATP. ഒരു Krebs cycle എത്ര ഈൽഡ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് 1 ATP ഉള്ളൂ. അവിടെ ഗ്ലൂക്കോസ് എന്ന് വന്ന കാരണം 2 ATP എടുത്തു. ദെൻ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ വഴി നമുക്ക് അക്കോർഡിംഗ് ടു NCERT ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ വഴി നമുക്ക് 34 ATP ആണ് കിട്ടുന്നത്. ഈ 34 ATP എങ്ങനെ കിട്ടണേന്ന് ഓർക്കണ്ടോ മക്കൾ? എങ്ങനെയാണ് ഈ 34 ATP എന്ന് പറഞ്ഞത്? നമുക്കറിയാം ഗ്ലൈക്കോലിസിസിൽ നിന്ന് 2 NADH ഉണ്ടാവും. NADH കിട്ടും. പിന്നെ ഉള്ളത് നമ്മുടെ ലിങ്ക് റിയാക്ഷൻ ആണ്. ലിങ്ക് റിയാക്ഷനിൽ നിന്നും 2 NADH കിട്ടും. പിന്നെ ഉള്ളത് നമ്മുടെ 2 Krebs cycle ആണ് ഗ്ലൂക്കോസിൻ്റെ അല്ലേ? 2 Krebs cycle. ഓക്കെ, 2 Krebs cycle വഴി വി ആർ ഗെറ്റിംഗ് 6 NADH കിട്ടും. സോ ടോട്ടൽ NADH 10 NADH ആണ്. അക്കോർഡിംഗ് ടു NCERT 1 NADH will give it's equivalent to 3 ATP. That means it is equivalent to 3 ATP ആണ്. 1 NADH is equivalent to 3 ATP. അതിൻ്റെ ഓക്സിഡേഷൻ പ്രൊവൈഡ് ചെയ്യും. ദാറ്റ് മീൻസ് NADH നിന്ന് നമുക്ക് എത്ര ATP കിട്ടി? 30 ATP കിട്ടി ബൈ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ വഴി. ഇനി 2 Krebs cycle will yield 2 FADH2. And according to NCERT 1 FADH2 is equivalent to 2 ATP ആണ്. So 2 ATP, that means 4 ATP. So total 34 ATP from oxidative phosphorylation. Clear? So this is a 34.
Then fermentation, 2 ATP only. That ATP from glycolysis. A glycolysis in the net gain aya 2 ATP aana you can see in the fermentation. So here the answer is option 4. Clear? അടുത്ത് നോക്കാം. അപ്പോൾ 34 വന്നൊക്കെ ക്ലിയർ ആയില്ലേ? Identify incorrect statement. ടീച്ചർ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോഴേക്കും ആൻസർ അങ്ങ് കണ്ടുപിടിച്ചോളൂ കേട്ടോ. Usually carbohydrates are oxidized to release energy, but protein, fats, even organic acids can be used as respiratory substrate in some plants under certain conditions. So നമുക്ക് പ്രിഫറബിൾ ആയിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും പ്രോട്ടീനും ഫാറ്റിനും ഓർഗാനിക് ആസിഡിനും ഒക്കെ എന്തായിട്ട് ആക്ട് ചെയ്യാം? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യാം. സോ കറക്റ്റ് ആണ്. Then during oxidation within a cell, all the energy contained in respiratory substrate is not released free into the cell or in a single step. ഒരൊറ്റ സ്റ്റെപ്പിൽ ആ സബ്സ്ട്രേറ്റിൽ നമുക്ക് എല്ലാ എനർജിയും കിട്ടോ? ഇല്ല അല്ലേ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, സ്ലോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമുക്ക് എനർജി റിലീസ് ചെയ്യണത്. ഇപ്പോൾ ഗ്ലൈക്കോലിസിസ് ആണെങ്കിൽ 10 സ്റ്റെപ്പാണ്. പിന്നെ ലിങ്ക് റിയാക്ഷൻ ഉണ്ട്, വീണ്ടും ക്രെബ് സൈക്കിൾ, ഓരോ ക്രെബ് സൈക്കിളും 10 സ്റ്റെപ്പ്. അപ്പോൾ എത്ര സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് നടന്ന് അതിൽ നിന്ന് എനർജി മുഴുവനായിട്ട് റിലീസ് ചെയ്യണത്? അത് തന്നെ മുഴുവനായിട്ട് റിലീസ് ചെയ്യണ്ടോ? ഇല്ല. ദ എഫിഷ്യൻസി ഓഫ് എയറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 45% ഉള്ളൂ. അക്കോർഡിംഗ് ടു NCERT നമ്മൾ ആ 38 ATP എടുത്ത് ചെയ്യുകയാണെങ്കിൽ, NCERTയുടെ കണക്കനുസരിച്ചുള്ള ആ 38 ATP എടുത്ത് ചെയ്യുകയാണെങ്കിൽ ദ എഫിഷ്യൻസി ഓഫ് എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 45% ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റെപ്പിൽ തന്നെ എനർജി ഒന്നും കംപ്ലീറ്റ് ആയിട്ടൊന്നും റിലീസൊന്നും ചെയ്യണില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആട്ടോ. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ് അല്ലേ? ഇനി സ്റ്റേറ്റ്മെൻറ്റ് 3, എനർജി റിലീസ്ഡ് ഇൻ എ സീരീസ് ഓഫ് സ്ലോ സ്റ്റെപ്പ് വൈസ് റിയാക്ഷൻ controlled by enzyme and it is trapped as chemical energy in the form of ATP. Isn't it clear alle? Slow stepwise aanu and adu endu cheyum aa energy ATP aayittu convert cheyana cheyanathu. Then option 4, energy released by oxidation in respiration is used directly whenever and wherever energy needs to be utilized. ഇതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ NCERTയുടെ സെയിം സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിലെന്താ മക്കളെ ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? എനർജി റിലീസ്ഡ് ബൈ ഓക്സിഡേഷൻ ഇൻ റെസ്പിറേഷൻ ഇസ് യൂസ്ഡ് ഡയറക്ട്ലി ആണോ? അല്ല, ഇറ്റ്സ് നോട്ട് ഡയറക്ട്ലി യൂസ്ഡ്. ഇറ്റ്സ് നോട്ട് ഡയറക്ട്ലി യൂസ്ഡ്. നോട്ട് യൂസ്ഡ് ഡയറക്ട്ലി. ഫസ്റ്റ് എന്തായി കൺവേർട്ട് ചെയ്യും? ഇറ്റ് വിൽ കൺവേർട്ട് ഇൻ ടു ATP ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ വെന്നെവർ ഓർ വേറെവർ നമുക്ക് എനർജി വേണമെങ്കിൽ, എപ്പോഴൊക്കെയാണോ നമുക്ക് എനർജി വേണ്ടത്, നമ്മുടെ ATP ഡിസോസിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ ATPനെ എന്ത് വിളിക്കണത്? എന്താ നമ്മൾ ATPനെ വിളിക്കുക? എനർജി കറൻസി എന്ന് വിളിക്കും അല്ലേ? കാരണം നമുക്ക് ആവശ്യമുള്ളപ്പോൾ, വെന്നെവർ ആൻഡ് വേറെവർ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ATP എന്ത് ചെയ്യും? അത് ഡിസോസിയേറ്റ് ചെയ്ത് അത് നമുക്ക് എനർജി റിലീസ് ചെയ്ത് തരും. സോ ഒരിക്കലും നമുക്ക് റെസ്പിറേഷൻ വഴി ഉണ്ടാവുന്നത് ഡയറക്റ്റ് ആയിട്ട് എനർജി റിലീസ് ചെയ്യണ എനർജീനെ ഉപയോഗിക്കാൻ പറ്റണില്ല. ഫസ്റ്റ് അത് എന്ത് ചെയ്യണം? ATP ആയിട്ട് കൺവേർട്ട് ചെയ്യണം, എന്നിട്ടാണ് വി ആർ യൂസിങ് ദ എനർജി. ക്ലിയർ? സോ ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ 4. ക്ലിയർ? അടുത്ത് നോക്കാം. Question number 16. If a plant cell is supplied with malonate, which step will be directly affected? ഒന്ന് നോക്കിയേ, ഇത് ഞാൻ ബയോമോളിക്യൂൾസ് എന്ന് എടുത്തതാണ്. ബയോമോളിക്യൂൾസ് കണക്റ്റഡ് ആണ്. ക്വസ്റ്റ്യൻ ഇസ് കണക്റ്റഡ് വിത്ത് ബയോമോളിക്യൂൾ. ഓപ്ഷൻസ് ഞാൻ വായിക്കാം കേട്ടോ, അപ്പോഴേക്കും ആൻസർ ചെയ്തോളൂ കേട്ടോ. സിട്രേറ്റ് ടു ഐസോസിട്രേറ്റ്, സക്സിനേറ്റ് ടു ഫ്യൂമാറേറ്റ്, പൈറുവേറ്റ് ടു അസറ്റൈൽ കോഎൻസൈം, NADH ഓക്സിഡേഷൻ. ഓക്കെ, ആൻസർ ഒക്കെ വേഗം ആൻസറൊക്കെ കിട്ടി. സക്സിനേറ്റ് ടു ഫ്യൂമാറേറ്റ് അല്ലേ? നമ്മൾ ബയോമോളിക്യൂൾസിൽ പഠിച്ചിട്ടില്ലേ? ഏത് ടോപ്പിക്കിലാണ് ബയോമോളിക്യൂൾസിൽ പഠിച്ചതാണ്? എവിടെയാ? ആ ലാസ്റ്റിനോട് ചേർന്നിട്ട് എവിടെയാണ്? കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ്റെ അവിടെ അല്ലേ? കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്ററാണ് മാലോനേറ്റ്. അവിടെ പഠിച്ചിട്ടില്ലേ? നമ്മുടെ സക്സിനേറ്റിൻ്റെ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ ആണ് ആര്? മാലോനേറ്റ്. When the succinate is converted into oxidized to fumarate, succinate
oxidized to fumarate. The enzyme catalyzed as succinate dehydrogenase. ആ സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസിൻ്റെ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ ആണ്, സക്സിനേറ്റ് ആയിട്ട് കോമ്പറ്റ് ചെയ്യുന്ന ഇൻഹിബിറ്റർ ആണ് ആര്? മാലോനേറ്റ്. ക്ലിയർ? സോ ഹിയർ യു ക്യാൻ സീ ദ ആൻസർ ഇസ് ഓപ്ഷൻ 2. അടുത്ത് നോക്കാം. അതുപോലെ തന്നെ ഈ സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസിന് നമ്മുടെ ക്രെബ്സ് സൈക്കിളിലെ എക്സെപ്റ്റ് സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് ബാക്കി എല്ലാ എൻസൈമും, ഇപ്പോൾ സിട്രേറ്റ് സിന്തേസ് അതുപോലെ തന്നെ ഓരോ സ്റ്റെപ്പുകൾ മീഡിയേറ്റ് ചെയ്യുന്ന എൻസൈമൊക്കെ എവിടെ കാണുന്നത്? മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലാണ്. പക്ഷെ നമ്മുടെ സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് എവിടെ കാണുന്നത് പറയാമോ? വേർ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ്? സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് ബാക്കി എല്ലാ എൻസൈമും ക്രെബ്സ് സൈക്കിളിൻ്റെ ബാക്കി എല്ലാ എൻസൈമും മാട്രിക്സിലാണ് കാണുന്നത്, എക്സെപ്റ്റ് നമ്മുടെ സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ്. അയാൾ എവിടെ കാണുന്നത്? ഓപ്ഷൻ തരാൻ വേണമെങ്കിൽ. ഓക്കെ, ഓപ്ഷൻ ഇല്ലാണ്ട് തന്നെ ആൻസറൊക്കെ വന്നു. വെരി ഗുഡ്. എവിടെയാ? ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺഡ്രിയ. നമ്മുടെ സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺഡ്രിയയിലാണ് കാണുന്നത് അല്ലേ? ബാക്കി എല്ലാ ക്രെബ്സ് സൈക്കിളിൻ്റെ എൻസൈംസും മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലാണ് കാണുന്നത്. ഓക്കെ, വെരി ഗുഡ്. അടുത്ത് നോക്കാം. In electron transport chain, the number of proton pumped per NADH oxidation is approximately. ഒരു NADHൻ്റെ ഓക്സിഡേഷൻ നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് വഴി നടക്കുമ്പോൾ പമ്പ് ചെയ്യുക, എനർജി ഉപയോഗിച്ച് പമ്പ് ചെയ്യുക. എവിടെയാണ് പമ്പ് ചെയ്യണത്? മാട്രിക്സിൽ നിന്നും ഇൻ്റർമെംബ്രെയിൻ സ്പേസിലേക്ക് അല്ലേ, അല്ലെങ്കിൽ പെരിമൈറ്റോകോൺഡ്രിയൽ സ്പേസിലേക്ക് എത്ര പ്രോട്ടോണ് പമ്പ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് ആർ 2, option 1 2, option 2 4, then option 3 6 and option 4 10. വേഗം പറഞ്ഞ ആൻസർ. ഓപ്ഷൻ 2 അല്ല. ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് പ്രോട്ടോൺ പമ്പ്ഡ് പെർ NADH ഓക്സിഡേഷൻ, ഒരു NADHൻ്റെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുമ്പോൾ അല്ലേ, ഫൈനലി ഇലക്ട്രോൺ നമ്മുടെ ഓക്സിജനിലേക്ക് എത്തുമ്പോഴേക്കും എത്ര H+നെ പമ്പ് ചെയ്യേണ്ട ഫ്രം മാട്രിക്സ് ടു ഇന്റർമെംബ്രെയിൻ സ്പേസ്? എത്രയുണ്ട്? The answer is option 4 10. ഈ ഓപ്ഷൻ 2 പറയാനുള്ള റീസൺ മനസ്സിലായി. എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് 1 വഴി 4, പക്ഷേ കംപ്ലീറ്റ് ആ NADHൻ്റെ ഓക്സിഡേഷൻ നടന്ന ആ ഇലക്ട്രോൺ, അതിൽ നിന്നുള്ള ഇലക്ട്രോൺ എവിടേക്ക് എത്തി? ഓക്സിജനിലേക്ക് എത്തുമ്പോഴേക്കും എത്ര H+നെ പമ്പ് ചെയ്യേണ്ട ഫ്രം ഇന്റർമെംബ്രെയിൻ സ്പേസ് ടു ഫ്രം മാട്രിക്സ് ടു ഇന്റർമെംബ്രെയിൻ സ്പേസ്? എത്രയുണ്ട്? 10. ഓക്കെ, ആദ്യം കോംപ്ലക്സ് 1, കോംപ്ലക്സിൻ്റെ 1 വഴി 4 H+. NCERT ഡയഗ്രം എടുക്കുക കേട്ടോ, പുതിയ NCERT ബുക്ക് നോക്കുകയാണെങ്കിൽ അറിയാം. 4 H+. ദെൻ യുബിക്കിനോൾ വഴി അല്ലേ, യുബിക്കിനോൾ വഴി ദാറ്റ് ഇലക്ട്രോൺ പാസ് ചെയ്ത് സൈറ്റോക്രോം സിയിലേക്ക് കോംപ്ലക്സ് 3 വഴി സൈറ്റോക്രോം സിയിലേക്ക് എത്തുന്ന സ്റ്റെപ്പിൽ എഗെയിൻ മാട്രിക്സിൽ നിന്നും 4 H+ ഇറ്റ്സ് പമ്പിങ് ഇൻ ടു ഇന്റർമെംബ്രെയിൻ സ്പേസ് ആ കോംപ്ലക്സ് 3 വഴി. ദെൻ കോംപ്ലക്സ് 4 വഴി 2 H+. ഓക്കെ, സോ 10 എങ്ങനെ വരും? 4 H+ ത്രൂ കോംപ്ലക്സ് 1. സോ കോംപ്ലക്സ് 1 will act as a proton pump. Then 4 H+ through complex 3. Complex 3 is a proton pump only. Then 2 H+ from complex 4. So നമ്മുടെ 3 proton പമ്പുകളാണ് in the case of electron transport system is complex 1, 3 and 4. So total 10 H+. ഈ 10 H+ൽ 8 H+ from matrix, 2 H+ from 8 H+ from matrix and 2 H+ from NADH എന്നാണ്. NADH plus H+ ഓക്സിഡൈസ് ചെയ്ത് NAD+ ആവുമ്പോൾ ഈ H+ ആണ് പമ്പ് ചെയ്യണത്. സോ 8 എണ്ണം മാട്രിക്സിൽ നിന്നും 2 എണ്ണം NADHൻ്റെ സ്വന്തം കോൺട്രിബ്യൂഷനും. ക്ലിയർ? സോ ടോട്ടൽ നമ്പർ ഇസ് 10. അതുപോലെ തന്നെ അങ്ങനെയാണ് ടീച്ചർ ചോദിക്കട്ടെ, ഒരു FADH2ൻ്റെ ഓക്സിഡേഷനിൽ ആൻസർ പറയണേ. ഇപ്പോൾ ഈ ഇത് FADH2 ആണെന്ന് വെക്കട്ടെ, ഇത് മാറ്റിയിട്ട് FAD ആണെന്ന് വയ്ക്കാം. FADH2 പറഞ്ഞേ, ഒരു FADH2ൻ്റെ കണ്ടീഷനിൽ എത്ര H+നെ പമ്പ് ചെയ്യേണ്ടത്? ഇപ്പോൾ NADH പകരം FADH2 ആണെങ്കിൽ എന്തുവാ? വെരി ഗുഡ്. ദ ആൻസർ ഇസ് ഓപ്ഷൻ 3 വരും, 6 വരും. ഓക്കെ, അപ്പം എങ്ങനെ 6 വരുന്നത്? FADH2ൻ്റെ ആണെങ്കിൽ കോംപ്ലക്സ് 3 വഴി, കോംപ്ലക്സ് 3 വഴി 4 H+ഉം ദെൻ കോംപ്ലക്സ് 4 വഴി 2 H+ഉം.
സോ FADH2 ആണെങ്കിൽ 6H+നെ പമ്പ് ചെയ്യുന്നുണ്ട് മാട്രിക്സിൽ നിന്നും ഇന്റർമെംബ്രെയിൻ സ്പേസിലേക്ക്. NADHൻ്റെ ആണെങ്കിൽ 10H+. കിട്ടിയല്ലോ, പരീക്ഷയ്ക്ക് വരാട്ടോ. ക്ലിയർ ആയില്ലേ? അടുത്ത് നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ. ക്ലിയർ ആയില്ലേ? അപ്പം നമ്മൾ ഇതാ അടുത്ത് നോക്കാണ്. ഇപ്പം ജസ്റ്റ് ഓക്സിഡേഷൻ അല്ല, ഓക്കെ. ഇവിടെ ചോദിച്ചത് NADHന് ഒരു NADHന് ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ കോംപ്ലക്സ് 1 മാത്രമല്ലല്ലോ, ആ കംപ്ലീറ്റ് സ്റ്റെപ്പ് കഴിയണം. അയാൾ ക്യാരി ചെയ്ത സബ്സ്ട്രേറ്റിൽ നിന്നും അയാൾ ക്യാരി ചെയ്ത ഇലക്ട്രോണിനെ ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്ററായ ഓക്സിജനിലേക്ക് എത്തണം. എന്നാലാണ് ആ NADHൻ്റെ ഓക്സിഡേഷൻ കംപ്ലീറ്റ് ചെയ്യണത് കേട്ടോ. സോ 10H+ വരും. ആൻഡ് പ്രോട്ടോൺ പമ്പാണ് ഇതൊക്കെ 1, 3 and 4. പ്രോട്ടോൺ പമ്പ് അല്ലാത്ത ഏതാണ്? കോംപ്ലക്സ് 2ഉം പിന്നെ നമ്മുടെ കോംപ്ലക്സ് 5ഉം. ക്ലിയർ? സോ ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ 4. അപ്പോൾ FADH2 ആണ് ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്തെങ്കിൽ ഓപ്ഷൻ 3 വന്നേനെ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അടുത്ത് നോക്കാം. If oxygen concentration decreases in a plant, which of the following accumulates first? ഏകൊന്ന് നോക്കിയേ. ഓക്സിജൻ കോൺസെൻട്രേഷൻ കുറഞ്ഞ അല്ലെങ്കിൽ ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്യൂമുലേറ്റ്സ് ഫസ്റ്റ്? ഏതായിരിക്കും അക്യൂമുലേറ്റ് ചെയ്യുക? NAD+ ആണോ, FAD ആണോ, NADH ആണോ, ATP ആണോ? ആരാണ് അക്യൂമുലേറ്റ് ചെയ്യുക? വേഗം ഒന്ന് പറഞ്ഞു നോക്കിയേ. ഓപ്ഷൻ 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? വേഗം പറഞ്ഞേ. ഓപ്ഷൻ ഓക്കെ, ഓപ്ഷൻ 3. കാരണം അയാൾ എന്ത് നടക്കില്ല? ഓക്സിഡേഷൻ നടക്കില്ല. NADHൻ്റെ ഓക്സിഡേഷൻ കണ്ടോ. അപ്പോൾ ആ പ്രീവിയസ് ക്വസ്റ്റനിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ പോകാനാട്ടോ ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. കാരണം ചിലർക്കെങ്കിലും തോന്നുന്നു ടീച്ചർ 4 10H+ ഒക്കെ വരുമോ NADHൻ്റെ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനലി അയാൾ ആ സബ്സ്ട്രേറ്റിൽ നിന്ന് ക്യാരി ചെയ്ത ഇലക്ട്രോണെ എവിടേക്ക് എത്തണം? ഓക്സിജനിലേക്ക് എത്തണം. എന്നാൽ മാത്രമാണ് അയാളുടെ ഓക്സിഡേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ആരാ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ചാൻസ്? NADH അല്ലെങ്കിൽ FADH2 അക്യുമുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ആൻസർ ഇസ് ഓപ്ഷൻ 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ATP സിന്തേസ് വയ കെമിയോസ്മോസിസ് റിക്വേഴ്സ്. വേഗം പറഞ്ഞേ, കെമിയോസ്മോസിസ് നടക്കണമെങ്കിൽ എന്തൊക്കെ വേണം? നിങ്ങൾ ഫോട്ടോസയൻസിലും പഠിച്ചിട്ടുണ്ടാവില്ല ഈ കെമിയോസ്മോസിസിൻ്റെ എന്തൊക്കെ വേണം. ഇവിടെ എന്ത് വേണം? CO2 ഗ്രേഡിയൻറ്റ്, പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ്, ഓക്സിജൻ ഗ്രേഡിയൻറ്റ്, ഗ്ലൂക്കോസ് ഗ്രേഡിയൻറ്റ്. എന്താണ് വേണ്ടത്? വേഗം ആൻസറായി. ഏതാണ്? പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ്. അപ്പോൾ കെമിയോസ്മോസിസ് നടക്കണമെങ്കിൽ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് മാത്രം മതിയോ? എന്തൊക്കെ വേണം? വേഗം പറഞ്ഞേ. 4 റിക്വയർമെൻറ്റ് വേണം കെമിയോസ്മോസിസ് നടക്കണമെങ്കിൽ. കെമിയോസ്മോസിസ് നടക്കാനുള്ള റിക്വയർമെൻറ്റ്സ് ഏതൊക്കെയാണ്? കെമിയോസ്മോസിസ് എവിടെ നടക്കേണ്ടത്? നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിലും നടക്കേണ്ടത്, മൈറ്റോകോൺട്രിയയിലും നടക്കേണ്ടത്. എന്തൊക്കെ റിക്വയർമെൻറ്റ് വേണം നമ്മുടെ കെമിയോസ്മോസിസ് നടക്കണമെങ്കിൽ? പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് വേണം. വെരി ഗുഡ്. പ്രോട്ടോൺ പമ്പ് വേണം. ദെൻ ഒരു മെംബ്രെയിൻ വേണം. ഇവിടെ നമ്മുടെ ഇന്നർ മെംബ്രെയിനാണ്. ക്ലോറോപ്ലാസ്റ്റ് ആണെങ്കിൽ തൈലക്കോഡ് മെംബ്രെയിൻ. ഒരാളും കൂടി വേണം. പിന്നെ ആര് വേണം? നമ്മുടെ ATP സിന്തേസും വേണം. വെരി ഗുഡ്. ATP സിന്തേസും വേണം. യു പീപ്പിൾ ആർ സോ ആക്റ്റീവ്. ഓക്കെ, ടെലിംഗ് ദി ആൻസർ. താങ്ക് യു. പെട്ടെന്ന് ആൻസറൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നല്ല കുട്ടികൾ. ഓക്കെ, അപ്പം നോക്കാം. അപ്പോൾ 4 റിക്വയർമെൻറ്റ്: പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ്, പ്രോട്ടോൺ പമ്പ്, ദെൻ മെംബ്രെയിൻ വേണം, ATP സിന്തേസും വേണം. സോ ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ ഒക്വേഴ്സ് ഇൻ. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ ഒക്വേഴ്സ് ഇൻ. ടീച്ചർ ഇവിടെ ഒരു ഓൺലി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേഗം ആൻസർ പറഞ്ഞോളൂ. ഈസ്റ്റ്, പ്ലാന്റ് സെൽ ഓൺലി, ആനിമൽ മസിൽസ്, ബാക്ടീരിയ ഓൺലി. എവിടെ വരും? ലാക്റ്റിക് ആസിഡ് അനിമൽ മസിൽ സെൽസുകളിൽ അല്ലേ? ഇഫ് ഡ്യൂ ടു ദ വിക്രസ് ഭയങ്കര എക്സസൈസ് ഒക്കെ ചെയ്ത് ഓക്സിജൻ ഇല്ലാത്തൊരു കണ്ടീഷൻ വരുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് വിൽ ടേക്ക് പ്ലേസ് ഇൻ ദി അനിമൽ ടിഷ്യൂ. പ്ലാന്റ് സെൽ, ഈ പ്ലാന്റ് സെല്ലിൽ നടക്കാം എന്നാണ് പറയണത് റെയറായിട്ട്. ഈ പ്ലാന്റ് വാട്ടർ ലോഗ്ഡ് കണ്ടീഷനിൽ, വാട്ടർ ഉണ്ട് പക്ഷേ സോൾട്ട് കോൺസെൻട്രേഷൻ കൂടിയിട്ട് അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ ഒരു വാട്ടർ ലോഗ്ഡ് കണ്ടീഷനിൽ ഈ റൂട്ടുകൾക്കൊക്കെ പ്രോപ്പറായിട്ട് ഓക്സിജൻ കിട്ടില്ല. അതിൽ നിന്ന് പോഴ്സൊക്കെ അടയും സോയിലിൻ്റെ. അപ്പം അങ്ങനെ വാട്ടർ ലോഗ്ഡ് കണ്ടീഷനിൽ പ്ലാന്റുകളിൽ വേണമെങ്കിൽ, വളരെ റയറായിട്ട് വേണമെങ്കിൽ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ നടക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ ഈസ് കംപ്ലീറ്റ്ലി ആബ്സെൻറ്റ് ഇൻ പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല. വാട്ടർ ലോഗ്ഡ് കണ്ടീഷനിൽ ഇറ്റ് ക്യാൻ ടേക്ക് പ്ലേസ്. ഓക്കെ, സോ ബാക്ടീരിയ ഓൺലി അല്ല. ദെൻ ഈസ്റ്റിൽ നടക്കുന്നത് ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ ആണ്. സോ ഹിയർ ആൻസർ ഇസ് ഓപ്ഷൻ 3, animal cells. Next question. During complete aerobic respiration of 1 glucose,
molecule, carbon dioxide is released. Only in glycolysis, only in Krebs cycle, link reaction and Krebs cycle, in all stages. വേഗം പറഞ്ഞോളൂ ആൻസർ. ഏത് സ്റ്റെപ്പിലാ? ഗ്ലൈക്കോലിസിസിൽ CO2 റിലീസേ ഇല്ല. ദർ ഇസ് നോ റിലീസ് ഓഫ് CO2 ഇൻ ഗ്ലൈക്കോലിസിസ്. ഓൺലി ക്രെബ്സിലാണോ? അല്ല. സോ ഏത് വരും ആൻസർ? ആൻസർ ഇസ് ഓപ്ഷൻ 3. നമ്മുടെ ലിങ്ക് റിയാക്ഷനിലും Krebs cycle. Pyruvate to acetyl CoA. That is a link reaction. Then oxalosuccinic to alpha keto to succinyl CoA in Krebs cycle. So both in link reaction and Krebs cycle. So answer is option 3. Next question. Substrate level of phosphorylation differs from oxidative phosphorylation in that in. വേഗം പറഞ്ഞോളൂ. സബ്സ്ട്രേറ്റ് ലെവൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിക്കണത്? requires oxygen, occurs only in mitochondria, directly transfer phosphate to ADP, requires electron carriers. What's the answer? Option, okay, very good. The option 3. Directly transfer phosphate to inorganic phosphate to ADP. കാരണം ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ആണെങ്കിൽ അല്ലേ ആദ്യം തന്നെ ഒരു പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഫോം ചെയ്യണം. ദെൻ ആ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ബ്രേക്ക് ചെയ്യണത് നമ്മുടെ FO പാർട്ടിക്കിളിലൂടെ അല്ലേ, FO കോംപ്ലക്സിലൂടെ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ആ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ FOയിലൂടെ, ഇപ്പോൾ ഇൻ ദ കേസ് ഓഫ് മൈറ്റോകോൺട്രിയ ആണെങ്കിൽ ഇൻ്റർമെംബ്രെയിൻ സ്പേസിൽ നിന്നും മാട്രിക്സിലേക്ക് FO വഴി കെമിയോ ഓസ്മോസിസ് നടക്കും, ഹയർ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കും. അപ്പോൾ FOയിലൂടെ ആ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ പാസീവ് ട്രാൻസ്പോർട്ടാണ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനാണ്. അത് എനർജി റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ച് F1 കോംപ്ലക്സിലുള്ള ATP സിന്തേസ് ADP പ്ലസ് ഇൻഓർഗാനിക് ഫോസ്ഫേറ്റിനെ കമ്പൈൻ ചെയ്ത് ATP ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ അവർക്ക് അവിടെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ആ ATP ഫോം ചെയ്യണമെങ്കിൽ F1 കോംപ്ലക്സ് വേണം, പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ബ്രേക്ക് ചെയ്ത് റിലീസ് ചെയ്യുന്ന എനർജി വേണം. അപ്പോൾ സബ്സ്ട്രേറ്റിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സബ്സ്ട്രേറ്റ് ലെവലിൽ സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റ് ആവുന്ന സമയത്ത് ആ സബ്സ്ട്രേറ്റിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സബ്സ്ട്രേറ്റിൽ നടക്കുന്ന ഡീഫോസ്ഫോറിലേഷൻ നടന്ന് കിട്ടുന്ന ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് ഉപയോഗിച്ച് അവിടെ എന്തിൻ്റെ ഫോർമേഷൻ നടക്കും? ATPയുടെ ഫോർമേഷൻ നടക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. നെക്സ്റ്റ് വൺ, ദ ക്രൂഷ്യൽ ഇവൻറ്റ്സ് ഇൻ എയറോബിക് റെസ്പിറേഷൻ ആർ. ക്രൂഷ്യൽ ഇവൻറ്റ്സ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ ആർ the complete oxidation of pyruvate by the stepwise removal of all the hydrogen atom, leaving 3 molecules of CO2. Correct? And it is taking place in mitochondrial matrix. It's taking place in mitochondrial matrix. It's telling about which one? Link reaction and Krebs cycle. It's telling about the link reaction and Krebs cycle. Second option, the passing on of the electrons removed as a part of hydrogen atoms to molecular oxygen with simultaneous synthesis of ATP. ഇതും ക്രൂഷ്യൽ ഇവൻ്റ് ആണ്. ഇതാണ് ഏത്? നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ അല്ലേ. എവിടെയാണ് നടക്കുന്നത്? ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. ദെൻ പാർഷ്യൽ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു ഫോം 2 molecules of pyruvic acid. വരോ? ഇല്ല. This is not crucial step. So this is taken place in glycolysis. And question is demanding for crucial events. So ഏതാണ് crucial events? Both 1 and 2. So answer is option 4. Answer is option 4. Clear? അപ്പോൾ നമുക്കൊരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് അങ്ങ് വൈൻഡപ്പ് ചെയ്യാണ്. ഐഡൻറ്റിഫൈ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. വേഗാട്ടോ. Fermentation accounts for only a partial breakdown of glucose, wherein aerobic respiration is incomplete degraded CO2 and oxygen. നമുക്ക് വേണ്ടത് ഇൻകറക്റ്റ് ആണ്. In fermentation there is a net gain of only 2 ATP molecules, less than 7% of energy release ചെയ്യണുള്ളൂ for each molecule of glucose degraded to pyruvic acid, whereas many more molecules of ATP നമുക്കറിയാം 38 ATP കിട്ടും aerobicൽ. NADH is oxidized NAD plus very vigorously in fermentation. However, the reaction is very slowly in case of aerobic respiration. Option 4, glucose is forward substrate for respiration. All carbohydrates are usually first converted into glucose before they are used for respiration. Incorrect statement is ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബോട്ടണി പാർട്ടിയിൽ നിന്നുള്ള
ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. ആൻസർ ഈസ് ഓപ്ഷൻ 3. വാട്ട് ഈസ് ദ wrong in that? Option 4 അല്ല. Option 4 എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ഇസ് എ ഫേവർഡ് സബ്സ്ട്രേറ്റ് ഫോർ റെസ്പിറേഷൻ. കറക്റ്റ് ആണ്. ഓൾ കാർബോഹൈഡ്രേറ്റ്, സ്റ്റാർച്ച് ആയിക്കോട്ടെ, വാട്ടവർ, ഫസ്റ്റ് ഇറ്റ് ഹാസ് ടു കൺവേർട്ട് ഇൻ ടു ഗ്ലൂക്കോസ് അല്ലേ. നമുക്കറിയാം സൂക്രോസ് ആണെങ്കിലും സൂക്രോസ് കൺവേർട്ട് ഇൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ബൈ എൻസൈം ഇൻവേർട്ടേഴ്സ്. അപ്പം ഇതിലെ തെറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. എന്താണ് ഓപ്ഷൻ 3യിലെ തെറ്റ് പറയാമോ? NADH to NAD+. ഫെർമെൻറ്റേഷനിൽ നടക്കുന്നത് എങ്ങനെയാണ്? സ്ലോലി ആണ്. It's taking place slowly. You can see that. And very vigorously നടക്കുന്നത് എവിടെയാണ്? എയറോബിക് റെസ്പിറേഷനിലാണ്. ആൻഡ് വെരി വിഗ്രസ്ലി നടക്കുന്നത് എയറോബിക് റെസ്പിറേഷനിലാണ്. ആ ആംഫിബോളിക് പാത്വേക്ക് തൊട്ട് മുമ്പായിട്ട് NCERT ഡിഫറൻസ് ബിറ്റ്വീൻ ഫെർമെൻറ്റേഷൻ ആൻഡ് എയറോബിക് റെസ്പിറേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ സമയമായി. നിങ്ങളുടെ നെക്സ്റ്റ് സാറ് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഐ ഹോപ്പ് നമ്മൾ ഏകദേശം ഒരു 24 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഐ ട്രൈ ടു ഒരു 1 hourൽ 24 ക്വസ്റ്റ്യൻ അല്ലേ, ഒരു നല്ല നമ്പറാണ്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കണം. ഒരുവിധം എല്ലാ പാർട്ടും ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് റാങ്ക് റെവല്യൂഷൻ ലൈവ് സീരീസിൽ സുവോളജിയാണ്. സുവോളജിയിൽ യൂണിറ്റ് 6 ആണ്. 6ൽ 2 ടോപ്പിക് നമുക്ക് വരുന്നുണ്ട്. ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, പിന്നെ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻറ്റിഗ്രേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ്റെ ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി നമ്മൾ നീറ്റ് ബേസ് ചെയ്തും കുറച്ച് നീറ്റ് അഡ്വാൻസ് ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസുകൾ, ഓക്കെ, സിമ്പിളായിട്ടുള്ളതും കുറച്ച് ഡിഫിക്കൽട്ട് ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. നമുക്ക് ദ പെരിഫറൽ നെർവസ് സിസ്റ്റം ഈസ് ഡിവൈഡ് ഇൻറ്റു 2 മെയിൻ ഡിവിഷൻസ്. ഓക്കെ, നമ്മുടെ NCERT ബേസ് തന്നെയാണ്, വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റം നമുക്കറിയാം. നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട് അല്ലേ. നമ്മുടെ ടോട്ടൽ നെർവസ് സിസ്റ്റത്തിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം അല്ലേ. യെസ്, അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ CNS നമുക്ക് 2 പാർട്ടാകാം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞ 2 പാർട്സ് ആരൊക്കെയാണ്? ബ്രെയിനും സ്പൈനൽ കോഡും. ഓക്കെ, അപ്പോൾ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡാണ് നമുക്ക് സെൻട്രൽ നെർവസ് വരുന്നത്. ദെൻ പെരിഫറൽ നെർവസ് സിസ്റ്റം നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന ആരൊക്കെയാണ്? പെരിഫറൽ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ആരൊക്കെയാ എന്ന് പറഞ്ഞേ. സോ വളരെ സിമ്പിളാണ്, സൊമാറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം അല്ലേ. സൊമാറ്റിക് ആൻഡ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റമാണ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നത്. സോ അഫറൻറ്റ് ആൻഡ് എഫറൻറ്റ് ന്യൂറോൺസ്, അതെന്താ സംഭവം അറിയോ? അഫറൻറ്റ് ആൻഡ് എഫറൻറ്റ് ന്യൂറോൺസ്, അതായത് അഫറൻറ്റ് മീൻസ് ബ്രെയിനിലേക്ക്, അതായത് നമ്മുടെ ബോഡി പാർട്സിൽ നിന്നും സെൻസ് ഓർഗൻസിൽ നിന്നും ബോഡി പാർട്സിലേക്ക് ഇമ്പൾസ് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ അഫറൻറ്റ് നെർവ് ഫൈബേഴ്സ് എന്ന് വിളിക്കുന്നത്. എഫറൻറ്റ് എന്ന് വരുമ്പോൾ ഫ്രം ദി CNS ടു എഫക്റ്റർ മസിൽസ് അല്ലെങ്കിൽ എഫക്റ്റർ സെൽസിലേക്ക് ഇമ്പൾസ് കൊണ്ടുപോകുന്ന നമ്മൾ എഫറൻറ്റ് ന്യൂറോൺസ് എന്ന് വിളിച്ചു അല്ലേ. ദെൻ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഇസ് എ പാർട്ട് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം. സോ സൊമാറ്റിക് ആൻഡ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഇനി ഈ സൊമാറ്റിക് ആൻഡ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, ഇതിൽ തന്നെ നമുക്ക് ഈ സൊമാറ്റിക് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ ഓട്ടോണോമിക് നെർവസ് നമുക്ക് വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം നമ്മൾ വീണ്ടും 2ആക്കിയാൽ നമുക്ക് എന്ത് പറയാം? ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം 2 ഡിവിഷൻ ഏതൊക്കെയായിരുന്നു? നമുക്ക് പറയും സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് പാരാ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം അല്ലേ. യെസ്, ദെൻ സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം, അത് സൊമാറ്റിക് ആൻഡ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൻ്റെ 2 ഡിവിഷനാണ്, സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ 3 അല്ലേ.
സോ പെരിഫറൽ നെർവസ് സിസ്റ്റം ഈസ് ഡിവൈഡ് ഇൻറ്റു 2 മെയിൻ ഡിവിഷൻ. ഏതൊക്കെയാണ്? സൊമാറ്റിക് ആൻഡ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നു. The gap between the axonal membrane of one neuron and the dendrite of another neuron is called. അപ്പോൾ the gap between the axonal membrane of one neuron. അപ്പോൾ ഒരു ന്യൂറോണിൻ്റെ ആക്സോണൽ മെംബ്രെയിൻ അല്ലേ, ഇതാ ഒരു ന്യൂറോണിൻ്റെ ആക്സോൺ, ആ ആക്സോണിൻ്റെ ആക്സോൺ ടെർമിനൽ എൻഡാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ആക്സോൺ ടെർമിനൽ ആണെന്ന് വിചാരിക്കുക. ആ ആക്സോൺ മെംബ്രെയിൻ ഓഫ് വൺ ന്യൂറോൺ ആൻഡ് ദി ഡെൻഡ്രൈറ്റ് ഓഫ് അനദർ ന്യൂറോൺ. അപ്പോൾ ഇതാ ഇത് അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ് ആണെന്ന് വിചാരിക്കുക, ഡെൻഡ്രൈറ്റിൻ്റെ മെംബ്രെയിൻ ആണ്. ഓക്കെ, അപ്പോൾ യെസ് ദാ ഇത് നമ്മൾ എന്താ വിളിക്കുന്നത്? ഈ ഒരു ഗ്യാപ്പിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഈ ഗ്യാപ്പിനെ വിളിക്കുന്ന പേര് നിസിൽസ് ജംഗ്ഷൻ. അങ്ങനെ സാധനമില്ല അല്ലേ, നിസിൽസ് ഗ്രാനുൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിസിൽസ് ഗ്രാനുൾസ് എന്തായിരുന്നു? നമ്മുടെ ന്യൂറോണിൻ്റെ സൈറ്റോപ്ലാസത്തിൽ കാണുന്ന അല്ലേ, ന്യൂറോണിൻ്റെ സെൽ ബോർഡ് സൈറ്റോപ്ലാസത്തിൽ കാണുന്ന ഗ്രാനുൾസുകളാണ് നിസിൽസ് ഗ്രാനുൾസ്. ആ നിസിൽസ് ഗ്രാനുകളുടെ ഫംഗ്ഷൻ ഓർമ്മയുണ്ടോ? നിസിൽസ് ഗ്രാനുകളുടെ ഫംഗ്ഷൻ എന്താണ്? ഇവരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സിന്തസൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് ശരിക്കും നമ്മുടെ ചാപ്റ്ററിൻ്റെ അതേ സെയിം ഓർഡറിൽ തന്നെയാണ് പോകുന്നത്. ഓക്കെ, ചാപ്റ്റർ എങ്ങനെയാണോ നമ്മുടെ ആ ടോപ്പിക്കുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ സെയിം അറേഞ്ച്മെൻറ്റിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു റിവിഷൻ കൂടിയാവും. ഓക്കെ, ആ ചാപ്റ്ററിൻ്റെ ആ ഓർഡറിൽ തന്നെ പോകുന്നത് കൊണ്ട് നമ്മൾ ആ ചാപ്റ്റർ തന്നെയാണ് ഇവിടെ റിവൈസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് അല്ലേ, നമുക്ക് ഈ രണ്ട് ജംഗ്ഷൻ നമുക്ക് എന്താ വിളിക്കുന്നത്? സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് വിളിക്കാം. യെസ്, അപ്പോൾ ഇതാ ഈ ഒരു ഗ്യാപ്പിനെ നമ്മൾ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് വിളിച്ചു. അപ്പോൾ ഇതാരാ ഇത്? ഈ രണ്ട് മെംബ്രെയിൻ നമുക്ക് എന്ത് വിളിക്കാം? അപ്പോൾ ഇത് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ആണെങ്കിൽ ഇത് നമുക്ക് എന്ത് വിളിക്കാം? പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് വിളിക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ ആണ്, ഇത് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ ആണ്. ഓക്കെ, അപ്പോൾ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ, ഇൻ ബിറ്റ്വീൻ ദിസ് ദ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഈസ് ദെയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം, ഇത് ഏത് ടൈപ്പ് സിനാപ്സ് ആയിരിക്കും? പറയാം, ഇത് ഏത് ടൈപ്പ് സിനാപ്സ് ആയിരിക്കും പറയുന്നത്? സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഉണ്ട്, സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഉണ്ടെങ്കിൽ അത് ഏത് ടൈപ്പ് സിനാപ്സ് ആയിരിക്കും? ആർക്കെങ്കിലും പറയാം? കെമിക്കൽ സിനാപ്സ്. യെസ്, അപ്പോൾ ഇത് കെമിക്കൽ സിനാപ്സിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ദെൻ അപ്പോൾ ആൻസർ നമുക്ക് കിട്ടി ഓപ്ഷൻ 2 സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ആണ് അല്ലേ. ദെൻ നോഡ് ഓഫ് റാൻവിയർ എന്താ നമുക്കറിയാം. നോഡ് ഓഫ് റാൻവിയറും ഷ്വാൻസ് സെൽ ഗ്യാപ്പ്, ഈ നോഡ് ഓഫ് റാൻവിയർ ഒക്കെ നമുക്ക് വീണ്ടും വരുന്നുണ്ട്, അടുത്ത ക്വസ്റ്റ്യൻസിൽ വരുമ്പോൾ നമുക്കത് കാണാം. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമ്മൾ മൂവ് ടു ദ നെക്സ്റ്റ് വൺ. ദ യൂണിപോളർ ന്യൂറോൺസ് ആർ മോസ്റ്റ് കോമൺലി ഫൗണ്ട് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ യൂണിപോളാർ ന്യൂറോൺസ്. സോ ടൈപ്പ് ഓഫ് ന്യൂറോൺസ് നമ്മൾ പഠിച്ചു. ഇപ്പോൾ നമ്മൾ കണ്ടത് ന്യൂറോണിൻ്റെ ബേസ് സ്ട്രക്ചർ നമ്മൾ കണ്ടത് അല്ലേ. ന്യൂറോണ് നമ്മൾ കണ്ടു, അടുത്ത ന്യൂറോണിൻ്റെ ടൈപ്പിലേക്കാണ് പോകുന്നത്. ഇപ്പം ന്യൂറോൺസിൻ്റെ ടൈപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് പറയാം യൂണിപോളാർ ന്യൂറോൺ ഉണ്ട്, ബൈപോളാർ ന്യൂറോൺ ഉണ്ട്, മൾട്ടിപോളാർ ന്യൂറോൺസ് ഉണ്ട്, അങ്ങനെ വേണമെങ്കിൽ പോളാർ ന്യൂറോണും സ്യൂഡോ യൂണിപോളാർ ന്യൂറോൺസും ഒക്കെ ഉണ്ട്. അപ്പോൾ യൂണിപോളാർ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ എന്താണ് യൂണിപോളാർ ന്യൂറോൺ? ഇപ്പോൾ യൂണിപോളാർ ന്യൂറോൺ നമ്മൾ നോക്കുമ്പോൾ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ബ്രാഞ്ചസ് അല്ലേ, ബ്രാഞ്ചസിൻ്റെ എത്ര നമ്പർ ഉണ്ട്, ആ ഒരു ന്യൂറോണിൽ നിന്നും എത്ര ബ്രാഞ്ചസ് എറൈസ് ചെയ്യുന്നു അതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ന്യൂറോൺസിനെ ക്ലാസിഫൈ ചെയ്തത്. ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ യൂണിപോളാർ, രണ്ട് ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ബൈപോളാർ, അതിൽ കൂടുതലുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ മൾട്ടിപോളാർ ന്യൂറോൺ എന്നും പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മുടെ സെൽ ബോഡി എടുക്കുന്നു, ആ സെൽ ബോഡിക്ക് ഒരു ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ എങ്കിൽ, ഓക്കെ ദാ സെൽ ബോഡി ഇതാണ്, ആ സെൽ ബോഡിയിൽ നിന്നും ഒരു ബ്രാഞ്ച്, ഒരു ആക്സോൺ മാത്രം, പിന്നെ അതിൻ്റെ ആക്സോണിൻ്റെ ഡിവിഷൻ. യെസ്, കണ്ടോ. അപ്പോൾ ഇതുപോലെയാണ് ന്യൂറോൺ കാണുന്നതെങ്കിൽ ഇതിനെയാണ് നമ്മൾ യൂണിപോളാർ ന്യൂറോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ യൂണിപോളാർ ന്യൂറോൺ എവിടെയാണ് കാണുന്നത്? റെറ്റിന ഓഫ് ഐ. റെറ്റിന ഓഫ് ഐ, നമ്മുടെ ഐ റെറ്റിൽ കാണുന്ന യൂണിപോളാർ ന്യൂറോൺസ് അല്ല, പിന്നെ ഏതാണ്? അവിടെ നമ്മൾ ബൈപോളാർ ന്യൂറോൺസ് ആണ്. ഓക്കെ, അപ്പോൾ റെറ്റിന ഓഫ് ഐ ബൈപോളാർ ന്യൂറോൺസ് കാണുന്നു. സെറിബ്രൽ കോർട്ടെക്സ് സ്പൈനൽ കോഡിലൊക്കെ നമുക്ക് കാണുന്ന ഏതാണ്? ഇവിടെ നമുക്ക് മൾട്ടിപോളാർ ന്യൂറോൺസ് കാണാം, മൾട്ടിപോളാർ ന്യൂറോൺസ് കാണുന്നു. ദെൻ യൂണിപോളാർ ന്യൂറോൺസ് ആർ പ്രസൻറ്റ് ഇൻ ദി എംബ്രിയോണിക് സ്റ്റേജ്. യെസ്, ഓക്കെ, അപ്പോൾ എംബ്രിയോണിക് സ്റ്റേജിൽ നമുക്ക് യൂണിപോളാർ ന്യൂറോൺസിൽ കാണുന്നു. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ടിലേക്ക് പോകുമ്പോൾ ന്യൂറോൺ കണ്ടു, ദ നെർവസ് സിസ്റ്റത്തിലേക്ക് പോകുന്നു. അപ്പോൾ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ
function. Which of the following is a function of parasympathetic nervous system? ഏതാ parasympathetic nervous system function? അപ്പോൾ നമുക്കറിയാം sympathetic nervous system and parasympathetic nervous. നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ sympathetic and parasympathetic nervous system at the part of autonomic nervous system അല്ലേ? അപ്പോൾ autonomic nervous system നമുക്ക് sympatheticും parasympathetic nervous system ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് nervous system എന്ന് പറയുമ്പോൾ അതിൽ ഒരാൾ സ്റ്റിമുലേറ്ററി എഫക്റ്റ് ചെയ്യുന്നു. ജനറലി നമ്മൾ പറഞ്ഞാൽ സ്റ്റിമുലേറ്ററി എഫക്റ്റും മറ്റൊരാൾക്ക് ഇൻഹിബിറ്ററി എഫക്റ്റും എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അപ്പോൾ ഇൻക്രീസ് ദ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് സിമ്പതറ്റിക് ആണോ പാരാസിമ്പതറ്റിക് ആണോ എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഇറ്റ്സ് ദ ആക്ഷൻ ഓഫ് സിമ്പതറ്റിക് nervous system. ഓക്കെ, സിമ്പതറ്റിക് nervous system ഇൻക്രീസ് ദ ഹാർട്ട് റേറ്റ്. ഇൻഹിബിഷൻ ഓഫ് ഇൻറ്റസ്റ്റൈനൽ പെരിസ്റ്റോൾസിനെ ഇൻഹിബിറ്റ് ചെയ്യും അല്ലേ? എപ്പോഴാണ് പെരിസ്റ്റോൾസിസ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്? എന്തായാലും എമർജൻസി കണ്ടീഷൻസ് വരുമ്പോൾ അല്ലേ, നമ്മുടെ പെരിസ്റ്റാൾസിസ് ഡൈജഷനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ ആ ഡൈജഷനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് ആ എനർജി കൂടി നമ്മൾ നമ്മുടെ ആ ഒരു എമർജൻസി സിറ്റുവേഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇൻഹിബിഷൻ ഓഫ് ഇൻറ്റസ്റ്റൈനൽ പെരിസ്റ്റോൾസിസ് ഇസ് ഓൾസോ ആക്ഷൻ ഓഫ് സിമ്പതറ്റിക് nervous system. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റിമുലേഷൻ ഓഫ് സലീവ സെക്രീഷൻ. ബട്ട് നോർമലി നമ്മൾ പറഞ്ഞു സിമ്പതറ്റിക് nervousന്റെ ഫംഗ്ഷനാണ് ഇൻഹിബിഷൻ ഓഫ് ഇൻറ്റസ്റ്റൈനൽ പെരിസ്റ്റോൾസിസ്, ദാറ്റ് മീൻസ് ഡൈജഷൻ പോലെയുള്ള ആക്ടിവിറ്റീസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് സിമ്പതറ്റിക് nervous system ആണെങ്കിൽ സ്റ്റിമുലേഷൻ ഓഫ് സലൈവ സെക്രീഷൻ എന്താണ്? അത് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫംഗ്ഷൻ അല്ലേ? നമ്മൾ സിമ്പതറ്റിക് nervous system ഡൈജഷൻ പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ പാരാസിമ്പതറ്റിക് nervous system സ്റ്റിമുലേഷൻ ഓഫ് സലൈവ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്തുവെങ്കിൽ അത് ആരുടെ ഫംഗ്ഷനാണ്? പാരാസിമ്പതറ്റിക് nervous systemന്റെ ഫംഗ്ഷനാണ്. അതായത് ഇത് രണ്ടുപേരും ഓപ്പോസിറ്റ് അൻറ്റഗോണിസ്റ്റിക് ആണ് നമുക്കറിയാം അല്ലേ? അപ്പോൾ സിമ്പതറ്റിക് nervous system അവിടെ ഇൻഹിബിറ്റ് ചെയ്തുവെങ്കിൽ പാരാസിമ്പതറ്റിക് nervous system എന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഡൈലേഷൻ ഓഫ് ദ പീപ്പിൾ ഇസ് ഓൾസോ ദ ഫംഗ്ഷൻ ഓഫ് സിമ്പതറ്റിക് nervous system. ഓക്കെ, ഡൈജഷൻ. എന്തിനാണ് പീപ്പിൾ ഡൈലേറ്റ് ചെയ്യുന്നത്? നമ്മൾ എമർജൻസി കണ്ടീഷനിൽ നിൽക്കുകയാണ് അല്ലേ? ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നൊക്കെ പറയുന്ന കണ്ടീഷനിൽ നിൽക്കുകയാണെങ്കിൽ ആ എമർജൻസി കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ വിഷൻ ക്ലിയർ ആകണം. നമുക്ക് അവിടെ ഒന്നെങ്കിൽ ഫൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ അവിടെ നിന്ന് എസ്കേപ്പ് ആകണം. അപ്പോൾ അത് കണ്ട് കണ്ടീഷനിൽ നമ്മുടെ വിഷൻ ക്ലിയർ ആകണം. ആ വിഷൻ ക്ലിയർ ആകാൻ വേണ്ടി പീപ്പിൾ ഡൈലേറ്റ് ചെയ്യും. മാക്സിമം ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ പീപ്പിൾ ഡൈലേറ്റ് ചെയ്യുന്നതും ആരുടെ ഫംഗ്ഷനാണ്? സിമ്പതറ്റിക് nervous system. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ, ദെൻ വി ആർ മൂവിങ് ടു നെക്സ്റ്റ് വൺ. Which of the following is responsible for maintaining the resting membrane potential against the concentration gradient? അപ്പോൾ നമ്മൾ ന്യൂറോൺസ് കണ്ടു, നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ജനറൽ ഐഡിയ കിട്ടി. ഇനി നമ്മൾ പോകുന്നത് the most important topic in that chapter, that is generation and conduction of impulse. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരുന്നൊരു പോർഷനാണ് ജനറേഷൻ കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നോക്കാം. So which of the following is responsible for maintain the resting membrane potential against the concentration gradient? Yes. അപ്പോൾ നമ്മുടെ ന്യൂറോൺ അല്ലെങ്കിൽ നമ്മുടെ ആക്സോണൽ മെമ്മറി അല്ലേ? അപ്പോൾ ഇതിനകത്ത് സൈറ്റോപ്ലാസം ഉണ്ട്, നമ്മളതിനെ ആക്സോപ്ലാസം എന്ന് വിളിക്കും. ഔട്ട്സൈഡ് നമുക്ക് ഇൻട്രസെല്ലുലാർ അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് അല്ലെങ്കിൽ സ്പേസ് കാണുന്നുണ്ട്. അപ്പോൾ സെല്ലിൻ്റെ ഔട്ട്സൈഡും ഇൻസൈഡുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ മെമ്പ്രെയിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ റെസ്റ്റിംഗ് മെമ്പ്രെയിൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ റെസ്റ്റിംഗ് മെമ്പ്രെയിൻ പൊട്ടൻഷ്യലാണ്. അപ്പോൾ റെസ്റ്റിംഗ് മെമ്പ്രെയിൻ പൊട്ടൻഷ്യൽ ആണെങ്കിൽ നമുക്കറിയാം ഔട്ട്സൈഡ് ദ ചാർജ്, റെസ്റ്റിംഗ് മെമ്പ്രെയിൻ പൊട്ടൻഷ്യൽ ചാർജ് എന്തായിരിക്കും? ഔട്ട്സൈഡ് ദ ചാർജ് പോസിറ്റീവ് ആണ് അല്ലേ? പോസിറ്റീവ് ചാർജാണ്. ഓക്കെ, ഔട്ട്സൈഡ് പോസിറ്റീവ്, ഇൻസൈഡ് നെഗറ്റീവ് ആണ് നമുക്കറിയാം. ഓക്കെ, രണ്ട് സൈഡിലും കൊണ്ട് ഞാൻ ഒരു സൈഡിൽ മാത്രം അത് വരച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ആൻസർ എല്ലാം നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ആൻസറൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ നമുക്ക് അതിൻ്റെ ആ കോൺസെപ്റ്റും കൂടി നോക്കണം. അതുകൊണ്ടാണ് ഞാനത് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഔട്ട്സൈഡ് പോസിറ്റീവ്, ഇൻസൈഡ് നെഗറ്റീവ് കണ്ടു. ഇനി നമ്മൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഔട്ട്സൈഡ് പോസിറ്റീവ് വന്നു? അപ്പോൾ ഔട്ട്സൈഡ് പോസിറ്റീവ് വരാൻ കാരണം ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, ദിസ് ആക്സോലെമ്മ അല്ലേ, ദിസ് മെംബ്രെയിൻ ഈസ് നിയർലി ഇംപെർമിബിൾ ടു സോഡിയം അയോൺസ്. അപ്പോൾ സോഡിയം അയോൺസിന് ഇംപെർമിബിൾ ആണ്, നിയർലി ഇംപെർമിബിൾ ആണ്. അപ്പോൾ സോഡിയം അയോൺസിന് അകത്തേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുന്നില്ല. ജനറൽ നമുക്ക് പറഞ്ഞാൽ പറ്റുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഈ സോഡിയം എല്ലാം പുറത്ത് വന്നിങ്ങനെ നിൽക്കും, അകത്തേക്ക് കയറാൻ പറ്റുന്നില്ലല്ലോ. അതുപോലെ ഇൻസൈഡ് ദ ചാർജ് എന്തുകൊണ്ട് പോസിറ്റീവായി? ഇൻസൈഡ് പോസിറ്റീവ് ആകാൻ കാരണം ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടാസ്യം അയോൺസ് ഉണ്ടല്ലേ, പൊട്ടാസ്യം ഉണ്ട്. പൊട്ടാസ്യത്തേക്കാൾ കൂടുതൽ ആരുണ്ട്? നെഗറ്റീവ് ചാർജ് പ്രോട്ടീൻസ് ഉണ്ട്. ഓക്കെ, ആരുണ്ട്? നെഗറ്റീവ് ചാർജ് പ്രോട്ടീൻസുകളുണ്ട്. ആൻഡ് ദിസ് ആക്സോലെമ്മ ഈസ് ഇംപെർമിബിൾ ടു നെഗറ്റീവ് ചാർജ് പ്രോട്ടീൻസ്. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് പ്രോട്ടീൻസിന് പുറത്തേക്ക് പോകാനും പറ്റുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇൻസൈഡ് ദ ചാർജ് നെഗറ്റീവ് വന്നു. അപ്പോൾ
കെ പ്ലസ് ഉണ്ട്, കെ പ്ലസിനേക്കാൾ കൂടുതൽ ആരുണ്ട്, നെഗറ്റീവ് ചാർജ് പ്രോട്ടീൻ ഉണ്ട്. ഔട്ട് സൈഡ് സോഡിയം ഉണ്ട്. ഓക്കെ, യെസ്. ഇനി ഇതിനകത്ത് ഈ ചാർജ്, അപ്പോൾ നമുക്കറിയാം ഇൻസൈഡ് നെഗറ്റീവ് ആണ്, ഔട്ട് സൈഡ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇൻസൈഡ് ചാർജ് എപ്പോഴും എത്രയായിരിക്കണം, റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ -70 ആയിരിക്കണം. ഓക്കെ, -70 ആ വാല്യൂ ഒന്നും പറയുന്നില്ല, നമ്മൾ കുറച്ചുകൂടെ ഐഡിയ കിട്ടാൻ വേണ്ടിയ വാല്യൂ പറഞ്ഞു. -70 ആയിരിക്കണം വാല്യൂ. അപ്പോൾ ഈ -70 ഉണ്ടെങ്കിൽ മാത്രമേ റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യത്തുള്ളൂ. ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യം കൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതായത് ഔട്ട് സൈഡ് പോസിറ്റീവ് ആണ് നമ്മൾ പറഞ്ഞു, കാരണം നിയർലി ഇംപെർമിബിൾ ടു സോഡിയം അയോൺസ് എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഇവിടെ നമ്മൾ പല ചാനൽസുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ മെംബ്രെയിനിൽ കാണുന്ന ചാനൽസുകൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സോഡിയം ചാനൽ പഠിച്ചു, പൊട്ടാസ്യം ചാനൽ പഠിച്ചു അല്ലേ. അപ്പോൾ ഈ സോഡിയം ചാനൽ, പൊട്ടാസ്യം ചാനൽ തന്നെ 2 ടൈപ്പ് ചാനൽസ് ഉണ്ട്. അതായത് വോൾട്ടേജ് ഗേറ്റ് സോഡിയം ചാനൽസ് ഉണ്ട്, അതുപോലെ വോൾട്ടേജ് ഗേറ്റ് പൊട്ടാസ്യം ചാനൽസ് ഉണ്ട്, അതുപോലെ ലീക്കി സോഡിയം ചാനൽസും ലീക്കി പൊട്ടാസ്യം ചാനൽസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽസും പൊട്ടാസ്യം ചാനൽസും അവർ ആക്റ്റീവ് ആകുന്നത് എപ്പോൾ മാത്രമാണ്? ഇമ്പൾസ്, ഒരു സ്റ്റിമുലസ് വരുമ്പോൾ മാത്രമേ വോൾട്ടേജ് ഗേറ്റഡ് ചാനൽസുകൾ ഓപ്പൺ ആകത്തുള്ളൂ. ദാറ്റ് മീൻസ് ഈ കണ്ടീഷൻ റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യലിൽ ഈ വോൾട്ടേജ് ഗേറ്റഡ് ചാനൽസ് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. ബട്ട് ഇവിടെ ആരുണ്ട്? ലീക്കി ചാനൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ കോൺസെപ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, ഞാൻ ഈ ആൻസറിലേക്ക് വരുന്നതാണ് കേട്ടോ ഇങ്ങനെ, അപ്പോൾ അതുവേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ലീക്കി ചാനൽസുകളുണ്ട്. ലീക്കി ചാനൽസ് ദീസ് ആർ ഓൾവേസ് ഓപ്പൺ. ഓക്കെ, ലീക്കി ചാനൽ ലീക്ക് ആവും. ഓക്കെ, ലീക്ക് ആകുന്നു. ആര് ലീക്ക് ആകുന്നു? അയോൺസുകൾ ലീക്ക് ആകുന്നു. അപ്പോൾ ഇവിടെ ലീക്കി ചാനൽസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഞാൻ ഈ വരയ്ക്കുന്നത് ലീക്കി സോഡിയം ചാനലാണെന്ന് വിചാരിക്കുക. ഇത് ലീക്കി സോഡിയം ചാനലാണേ. അതുപോലെ നമ്മൾ ഈ മെംബ്രെയിനിൽ ഞാനിവിടെ ലീക്കി പൊട്ടാസ്യം ചാനലും വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലീക്കി സോഡിയം ചാനലും ലീക്കി പൊട്ടാസ്യം ചാനലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചാനൽസുകൾ ഇസ് ആർ ഓൾവേസ് ഓപ്പൺ. കണ്ടോ, ഇവരെപ്പോഴും ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, കോൺസെൻട്രേഷൻ ആരാ പുറത്ത് കൂടുതൽ? പുറത്ത് സോഡിയം കൂടുതലാണ്, അകത്ത് സോഡിയം കുറവല്ലേ. അപ്പോൾ എന്ത് പറ്റും? ഈ ചാനൽസുകൾ വഴി സോഡിയം അയോൺസ് പുറത്ത് നിന്ന് അകത്തേക്ക് വരും, ഫ്രം ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ലീക്കി ചാനൽസ് മീൻസ് ദീസ് ചാനൽസ് ആർ ഓൾവേസ് ഓപ്പൺ. അപ്പോൾ ഇത് ഓപ്പൺ ആയതുകൊണ്ട് ഫ്രം ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ സോഡിയം അയോൺസുകൾ വന്നുകൊണ്ടേയിരിക്കും അകത്തേക്ക്. ഓക്കെ, നിയർലി ഇംപെർമിബിൾ എന്നേ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളൂ, കംപ്ലീറ്റ്ലി ഇംപെർമിബിൾ അല്ല. അപ്പോൾ നിയർലി ഇംപെർമിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെറിയ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്, ചെറിയ പെർമിബിലിറ്റി ഉണ്ടല്ലോ അല്ലേ. ഇനി അതുപോലെ തന്നെ നോക്കിക്കേ, അകത്ത് ഈ സെല്ലിനകത്ത് പൊട്ടാസ്യം ഉണ്ടല്ലോ, പൊട്ടാസ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ സെല്ലിനകത്തല്ലേ കൂടുതൽ. അപ്പോൾ ദാ ഇവിടുന്ന് പൊട്ടാസ്യം പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും, ഫ്രം ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ ആലോചിച്ച് നോക്കിക്കേ, ഈ സോഡിയം അകത്തേക്ക് വരുമല്ലേ. ഈ സോഡിയം അകത്തേക്ക് വരുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? ഈ ചാനൽ, അപ്പോൾ ആലോചിച്ചോണം, ഈ പൊട്ടാസ്യം ചാനൽ കുറച്ചുകൂടി, ഈ പൊട്ടാസ്യത്തിൻ്റെ പെർമിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അകത്തോ പുറത്തോ പോകട്ടോ, മൂവ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഈ സോഡിയം അകത്തേക്ക് വരുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? ഇൻസൈഡ് ദ ചാർജ് മാറത്തില്ലേ? അകത്തെ ചാർജ് -70 അല്ലേ ഉള്ളത്. അപ്പോൾ ഈ -70 എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് ആലോചിച്ച് നോക്കി, ഈ സോഡിയം അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ -70 ചേഞ്ച് വരത്തില്ലേ? ഓക്കെ, -70 എന്ന് മാറുന്നത് ചിലപ്പോൾ -60 ആവും, -50 ആകാം അല്ലേ, കാരണം പോസിറ്റീവ് ആൻസർ അകത്തേക്ക് വരുന്നത്. യെസ്, അപ്പോൾ ഈ വരുന്ന സോഡിയത്തിന് എന്ത് ചെയ്യണം? നമുക്ക് പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയണം. എന്നിട്ട് എന്ത് ചെയ്യും? ഇവരെ പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയുമ്പോൾ പമ്പ് ചെയ്താൽ പുറത്തേക്ക് കളയുന്ന പമ്പിങ് ആണ്. മീൻസ് ബൈ യൂസിങ് എനർജി, ആക്റ്റീവ്ലി പമ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എനർജി വേണം. ഓക്കെ, എനർജി വേണം. അതുകൊണ്ടാണ് നമ്മൾ ATP എന്ന് പറയുന്നത് കേട്ടോ, ബൈ യൂസിങ് ATP. അപ്പോൾ ATP യൂസ് ചെയ്തിട്ട് ഇതിനെ പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയും. എന്നിട്ട് പകരം അവിടെ നിന്ന് ആരെ എടുക്കും? 2 K+ അകത്തേക്ക് എടുത്തു. അപ്പോൾ 3 സോഡിയത്തിനെ പമ്പ് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞു, 2 പൊട്ടാസ്യത്തിനെ അകത്തേക്ക് എടുത്തു, 2 പൊട്ടാസ്യത്തിനെ അകത്തേക്ക് എടുക്കുന്നു, 3 സോഡിയത്തിനെ പമ്പ് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞു. ആൻഡ് ബൈ ദിസ് ആക്ഷൻ ദേ ക്യാൻ മെയിൻറ്റെയിൻ ദിസ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ -70 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആരാണ് ഈ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്തത്? സോ ആൻസർ കിട്ടിയല്ലോ നമുക്ക്. ആരാണ്? സോഡിയം പൊട്ടാസ്യം പമ്പ്, അല്ലെങ്കിൽ സോഡിയം പൊട്ടാസ്യം ATPs. അപ്പോൾ ആൻസർ നിങ്ങൾക്ക് കിട്ടി, പക്ഷേ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നു. During a repolarization of axonal membrane, which event is primarily responsible for the restoring the negative charge inside? ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ട ആദ്യം നമ്മൾ പറഞ്ഞത് ആരെ പറ്റിയാണ്? റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ പറ്റി പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന ആരെ പറ്റിയാണ്? റീപോളറൈസേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം പോളറൈസ്ഡ് കണ്ടീഷൻ കണ്ടു, റെസ്റ്റിംഗ് മെംബ്രെയിൻ കണ്ടീഷൻ കണ്ടു. ഇനി നമ്മൾ റീപോളറൈസേഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റീപോളറൈസേഷൻ എന്താ? റീപോളറൈസേഷൻ
ഓക്കെ, പോളറൈസ്ഡ് കണ്ടീഷനുണ്ട്, ഡീപോളറൈസ്ഡ് കണ്ടീഷനുണ്ട്, റീപോളറൈസ്ഡ് കണ്ടീഷനുണ്ട്. അപ്പോൾ അതായത് ഒരു ന്യൂറോൺ റെസ്റ്റിലിരിക്കുന്ന സ്റ്റേറ്റിനെയാണ് നമ്മൾ പോളറൈസ് എന്ന് പറയുന്നത്. അവർ ഇമ്പൾസിനെ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയാം അത് ഡീപോളറൈസ്ഡ് ആയി എന്ന് പറയാം. വീണ്ടും റെസ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക്, അതായത് ആഫ്റ്റർ ഡീപോളറൈസേഷൻ ദേ ബ്രിങ് ബാക്ക് ടു ദെയർ റെസ്റ്റിംഗ് സ്റ്റേറ്റ് ഈസ് കോൾഡ് റീപോളറൈസേഷൻ. അപ്പോൾ റീപോളറൈസേഷൻ ആകുമ്പോൾ വിച്ച് ഇവൻറ്റ് ഈസ് പ്രൈമർ റെസ്പോൺസിബിൾ റീസ്റ്റോറിങ് ദ നെഗറ്റീവ് ചാർജ് ഇൻസൈഡ്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് അതിൻ്റെ ഒരു കോൺസെപ്റ്റും കൂടി മനസ്സിലാക്കണം. നോക്കാം, വീണ്ടും നമ്മൾ എടുക്കുന്നു നമ്മുടെ ആക്സോൺ മെമ്പറൈൻ. അപ്പോൾ റീപോളറൈസേഷൻ ആണല്ലേ, അപ്പോൾ എവിടുന്നാണ് വരുന്നത്? ഡീപോളറൈസ്ഡ് നിന്നും വീണ്ടും റെസ്റ്റിംഗ് സ്റ്റേറ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഡീപോളറൈസ്ഡ് ആണെങ്കിൽ നമ്മുടെ ചാർജ് എങ്ങനെയായിരിക്കും? ഡീപോളറൈസ്ഡ് ആണേ, ഡീപോളറൈസ്ഡ് ആണെങ്കിൽ ഇൻസൈഡ് ദ ചാർജ് പോസിറ്റീവ് ആയിരിക്കുമെന്ന് നമുക്കറിയാം. ഇൻസൈഡ് പോസിറ്റീവാണ്, ഔട്ട്സൈഡ് നെഗറ്റീവാണ്. സോ ദാറ്റ് മീൻസ് ഹിയർ ദീസ് ആക്സോൺ ആണ്, ഇവർക്ക് റീപോളറൈസ്ഡ് ആകണം. യെസ്, വളരെ സിമ്പിളാണ്, ഐഡിയ വളരെ സിമ്പിളാണ്. ഇപ്പോൾ സൈറ്റ് എ ഡീപോളറൈസ്ഡ് ആണ്. ഡീപോളറൈസ്ഡ് ആണെങ്കിൽ ഇൻസൈഡ് പോസിറ്റീവ് ആണ്. ദാറ്റ് മീൻസ് ഇൻസൈഡ് ദ ചാർജ് എത്രയാണ് മക്കളെ ഒന്ന് പറഞ്ഞേ? +30 അല്ലേ ചാർജ്? ഇൻസൈഡ് ദ ചാർജ് +30. ഇനി റീപോളറൈസ്ഡ് ആണെങ്കിലോ, അല്ലെങ്കിൽ എന്താണ്, വീണ്ടും റെസ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ +30 നിന്നും ചാർജ് എത്രയിലേക്ക് വരണം? നമ്മൾ നേരത്തെ പറഞ്ഞു റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ചാർജ് എത്രയാണെന്നാണ് പറഞ്ഞേ? -70 എന്നല്ലേ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഐഡിയ. +30 നിന്നും -70 വരണം. എന്ത് ചെയ്യണം? +30 നിന്ന് -70 കൊണ്ടുവരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമുക്കിതിനകത്തുള്ള പോസിറ്റീവ് അയോൺസിനെ കളഞ്ഞാൽ പോരെ? ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള പോസിറ്റീവ് അയോൺസിനെ കളയണം. അപ്പോൾ പോസിറ്റീവ് അയോൺസിനെ കളയണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ സോഡിയം അകത്തുണ്ട്, സോഡിയത്തിന് വേണേൽ പുറത്ത് കളയാൻ പറ്റും. പക്ഷേ സോഡിയം ചാനൽസ് ആർ ക്ലോസ്ഡ് ഉണ്ടാവും. ഓക്കെ, ആ സ്റ്റിമുലസ് വരുന്ന ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ മാത്രമേ സോഡിയം ചാനൽസ് ഓപ്പൺ ചെയ്യത്തുള്ളൂ. പിന്നെ അത് മാത്രമല്ല, സോഡിയം ചാനൽസ് ഓപ്പൺ ആകണമെങ്കിൽ ത്രഷോൾഡ് പൊട്ടൻഷ്യലൊക്കെ -55 എന്ന ത്രഷോൾഡ് പൊട്ടൻഷ്യലൊക്കെ വേണം. പക്ഷേ ഇവിടെ സോഡിയം ചാനൽസ് ഓപ്പൺ ആകാൻ യാതൊരു വഴിയില്ല. പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്തുള്ള പോസിറ്റീവ് അയോൺസിനെ പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയുക, വെറുതെ പുറത്തേക്ക് റിലീസ് ചെയ്യുക. അങ്ങനെ പുറത്തേക്ക് റിലീസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയുള്ള പൊട്ടാസ്യം ചാനൽ ഓപ്പൺ ആക്കിയാൽ പോരെ? ഓക്കെ, ഇതിനകത്തുള്ള പൊട്ടാസ്യം ചാനൽ നിങ്ങൾ ഓപ്പൺ ചെയ്തു, ക്ലോസ്ഡ് ആയിരുന്നു, ഓപ്പൺ ചെയ്തു. അപ്പോൾ എന്ത് പറ്റും? ഈ സെല്ലിനകത്തുള്ള പൊട്ടാസ്യം അയോൺസുകൾ നേരെ പുറത്തേക്ക് പോകും. കേട്ടോ, പൊട്ടാസ്യത്തിനെ പുറത്തേക്ക് കളയും. പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നതനുസരിച്ച് +30 എന്നുള്ളത് +20 ആകുന്നു, +10 ആകുന്നു, 0 ആകുന്നു, -10 ആകുന്നു, -20 ആകുന്നു, അങ്ങനെ -70 എത്തും. ഓക്കെ, യെസ്. So the repolarization of axon membrane, which event is primarily responsible for the restoring the negative charge inside? ഏതാണ് ആൻസർ? The opening of voltage gated potassium channel. Okay, so voltage gated potassium channel. ഈ voltage gated potassium channel ഓപ്പൺ ആകാൻ ഒരു ത്രെഷോൾഡ് പൊട്ടൻഷ്യൽ വേണം, അതാണ് +30. +30 എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഈ വോൾട്ടേജ് ഗേറ്റഡ് പൊട്ടാസ്യം ചാനൽ ഓപ്പൺ ആകും. +30 ന്യൂറോൺ ഡീപോളറൈസ്ഡ് ആകുന്നു. അടുത്ത സെക്കൻഡിൽ പൊട്ടാസ്യം ചാനൽസ് ഓപ്പൺ ആകുന്നു, പൊട്ടാസ്യം അയൺസുകൾ പുറത്തേക്ക് വന്നു, വീണ്ടും -70 എത്തുന്നു. ദാറ്റ് മീൻസ് വീണ്ടും റീപോളറൈസ്ഡ് ആകുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സോൾട്ടേറ്ററി കണ്ടക്ഷൻ? യെസ്, വീണ്ടും നമ്മൾ ന്യൂറോണിൻ്റെ സ്ട്രക്ചറിലേക്കാണ് പോകുന്നത്. നമ്മൾ നേരത്തെ മിസ്സായ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ട് ഞാനിത് ഇവിടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ സോൾട്ടേറ്ററി കണ്ടക്ഷൻ എന്താണ്? സോൾട്ടേറ്ററി കണ്ടക്ഷൻ, അപ്പോൾ ഇവിടെ നമുക്ക് ആ ജനറേഷൻ ഓഫ് കണ്ടക്ഷൻ ആൻഡ് ഇമ്പൾസ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ സോൾട്ടേറ്ററി കണ്ടക്ഷൻ പറയാൻ പറ്റുള്ളൂ കേട്ടോ. നോക്കിക്കേ, നമ്മൾ ആക്സോൺ മെംബ്രെയിൻ എടുത്തു, ഇതാണ് ആക്സോൺ. അപ്പോൾ നമുക്കറിയാം ആക്സോൺസിൽ ഷ്വാൻ സെൽസുകൾ അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈലിൻ ഷീറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഷ്വാൻ സെൽസ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സോ ആര് വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈലിൻ ഷീറ്റ് കേട്ടോ. അപ്പോൾ ഇതാണ് മൈലിൻ ഷീറ്റ്. യെസ്, ഇത് മൈലിൻ ഷീറ്റ് ഉണ്ട് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ മൈലിൻ ഷീറ്റ് ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ചാനൽസുകൾ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഇവിടെ മറ്റൊരു ആക്സോൺ കൂടി വരയ്ക്കുന്നു. ഏത് ആക്സോണാണിത്? അൺമൈലിനേറ്റഡ് ആക്സോൺ. ഇവിടെ മൈലിനേറ്റഡ് ആക്സോൺ കൂടി വരച്ചു. ഓക്കെ, നോക്കിക്കേ. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചാനൽസുകളുണ്ട്. സോഡിയം ചാനലും പൊട്ടാസ്യം ചാനലും ഒക്കെ ഉണ്ടേ. ഓക്കെ, അപ്പോൾ ഞാനിത് സോഡിയം ചാനൽ, വേറെ പൊട്ടാസ്യം ചാനൽസ് ഒക്കെ ഉണ്ട്. ഞാൻ ഒരു ചാനൽ മാത്രം വരയ്ക്കുന്നു. ഓക്കെ, നോക്കിക്കേ, ആണോ, ഇത് അല്ലെങ്കിൽ അൺമൈലിനേറ്റഡ് ന്യൂറോൺ, ഇത് മൈലിനേറ്റഡ് ന്യൂറോൺ. അപ്പോൾ മൈലിനേറ്റഡ് ന്യൂറോൺസിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ചാനൽസുകൾ കണ്ടിന്യൂസ് ആയിട്ട് കാണത്തില്ല. കാരണം ഈ മൈലിൻ ഷീത്തുള്ള പോർഷൻ ഇൻസുലേറ്റഡ് ആയിരിക്കും.
മൈലിൻ ഷീത്ത് ഉള്ള പോർഷൻസിൽ ചാനൽസുകൾ കാണില്ല, ബിക്കോസ് ദേ ആർ ഇൻസുലേറ്റഡ്. അപ്പോൾ എവിടെ മാത്രമേ ചാനൽസുകൾ കാണത്തുള്ളൂ? ഈ മൈലിൻ ഷീത്ത് ഇല്ലാത്ത പോർഷൻ. സോ ഗ്യാപ്പ് ബിറ്റ്വീൻ ടു മൈലിൻ ഷീത്ത്, അത് നമ്മൾ എന്താ വിളിക്കുന്നത്? നോഡ്സ് ഓഫ് റാൻവിയർ എന്ന് വിളിക്കും അല്ലേ? അപ്പോൾ ഈ നോഡ്സ് ഓഫ് റാൻവിയറിൽ മാത്രമേ ഈ നമ്മൾ പറഞ്ഞ ചാനൽസുകൾ, സോഡിയം ചാനൽ, പൊട്ടാസ്യം ചാനൽ, സോഡിയം പൊട്ടാസ്യം പമ്പ് ഒക്കെ കാണുന്നത് ഈ നോഡ്സ് ഓഫ് റാൻവിയറിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ സ്റ്റിമുലസ് വരുന്നു, ഇവിടുന്ന് സോഡിയം അയൺസ് അകത്തേക്ക് വരുന്നു. ഓക്കെ, മീൻസ് അവിടെ ഡീപോളറൈസ്ഡ് ആകുന്നു അല്ലേ? ദെൻ ഇവിടുന്ന് ഇമ്പൾസ് ഇങ്ങോട്ടേക്ക് പോകുന്നു, വീണ്ടും ഇവിടുന്ന് സോഡിയം അയോൺസുകൾ അകത്തേക്ക് വരുന്നു, ഇവിടുന്ന് ഇമ്പൾസ് ഇങ്ങോട്ടേക്ക് പോകുന്നു, വീണ്ടും സോഡിയം അയൺസ് അകത്തേക്ക് വരുന്നു. അപ്പോൾ ദാ ഇമ്പൾസ് ഇങ്ങനെ കാണും, വൺ നോഡ് ഓഫ് റാൻവിയർ ടു ദി നെക്സ്റ്റ് നോഡ് ഓഫ് റാൻവിയർ. അപ്പോൾ സോഡിയം ചാനൽസുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചാനൽസ്, സോഡിയം ആൻഡ് പൊട്ടാസ്യം, ഈ ചാനൽസുകൾ ഓപ്പൺ ചെയ്യുന്ന ആ ഫ്രീക്വൻസി ഇവിടെ കുറവായിരിക്കും, ഇവിടെ കൂടുതലായതുകൊണ്ട് അതിന് കൂടുതൽ ടൈം ഡിലേ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫാസ്റ്റായിട്ട് കണ്ടക്ട് ചെയ്യുന്നു ഫ്രം വൺ നോഡ് ടു അനദർ നോഡ്. ഇമ്പൾസസ് ജംപ് ഓർ ദി ആക്ഷൻ പൊട്ടൻഷ്യൽ നീഡ് ടു ജംപ് ഫ്രം വൺ നോഡ് ടു അനദർ നോഡ് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഈ ജമ്പിങ് കണ്ടക്ഷൻ വിളിക്കുന്ന പേരാണ് സോൾട്ടേറ്ററി കണ്ടക്ഷൻ. സോ സോൾട്ടേറ്ററി കണ്ടക്ഷൻ ഈസ് അതർവൈസ് നോൺ ആസ് ജമ്പിങ് കണ്ടക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഒന്ന് പറഞ്ഞു എന്താ ജമ്പിങ് കണ്ടക്ഷൻ അല്ലെങ്കിൽ സോൾട്ടേറ്ററി കണ്ടക്ഷൻ? ദ കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസസ് ത്രൂ ലിക്വിഡ് സോൾട്ട് സൊല്യൂഷൻ ആണോ? അല്ല. The slow diffusion of ions through the cytoplasm. Allalo, the jumping of an action potential from one node of Ranvier to the okay, അപ്പോൾ ഇത് സൈറ്റ് എ, സൈറ്റ് ബി. സൈറ്റ് എ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻസൈഡ് ദ ചാർജ് +30 ആണ് എന്ന് പറഞ്ഞു, ആണോ? ഇനി എന്ത് ചെയ്യണം? ഈ +30 നിന്നും ഇത് ഡീപ്പ് അല്ലെങ്കിൽ റീപോളറൈസ്ഡ് ആകണം. റീപോളറൈസ്ഡ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ +30 നിന്നും ഇത് എത്ര -70 എത്ര എന്നല്ലേ പറഞ്ഞത്? ഓക്കെ, +30 നിന്നും -7 എത്തിക്കണം. ഇതിന് വേണ്ടി നമ്മുടെ ന്യൂറോൺ അല്ലെങ്കിൽ നമ്മുടെ ആക്സോൺ എന്ത് ചെയ്യുന്ന പറഞ്ഞേ? പൊട്ടാസ്യം ചാനൽസിനെ ഓപ്പൺ ചെയ്യുന്നു പറഞ്ഞല്ലേ? യെസ്, പൊട്ടാസ്യം ചാനൽസ് ഓപ്പൺ ചെയ്യുന്നു, പൊട്ടാസ്യം അയൺസിൻ്റെ എഫ്ലക്സ് നടക്കുന്നു, എഫ്ലക്സ് ഓഫ് പൊട്ടാസ്യം. പൊട്ടാസ്യം പുറത്തേക്ക് പോയി. ഓക്കെ, അപ്പോൾ +30 നിന്നും -70 വരുന്ന നമ്മുടെ ആക്സോൺ. ഓക്കെ, അപ്പോൾ -70 ആകുമ്പോൾ എന്ത് ചെയ്യണം? -70 എന്ന് പറഞ്ഞാൽ റീപോളറൈസ്ഡ് കണ്ടീഷനാണ് അല്ലേ? അപ്പോൾ -70 ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ പൊട്ടാസ്യം ചാനൽ ക്ലോസ് ചെയ്യണം, ശരിയല്ലേ? ക്ലോസ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? പൊട്ടാസ്യം ചാനൽ ക്ലോസ് ചെയ്യുന്നില്ല എന്ന് ആലോചിച്ച് നോക്കിയാൽ. -70 ആകുമ്പോൾ പൊട്ടാസ്യം ചാനൽ ക്ലോസ് ചെയ്യണം, എന്നാലെങ്കിൽ നമുക്ക് നമ്മുടെ റെസ്റ്റിംഗ് മെമ്മറി പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, ശരിയാണോ? ഓക്കെ, യെസ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി, -70 ആയിട്ടും ഈ പൊട്ടാസ്യം ചാനൽ ക്ലോസ് ചെയ്യുന്നില്ല, അപ്പോൾ എന്ത് പറ്റും? വീണ്ടും പൊട്ടാസ്യം അയൺസ് പുറത്തേക്ക് പോകത്തില്ലേ? അപ്പോൾ -70ക്ക് പകരം -80 പോവും, -90 പോകത്തില്ലേ? കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ, അപ്പോൾ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ മെമ്പറൈൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് -70 എത്തിക്കണം. പക്ഷേ എന്ത് പറ്റി? -70 ആയിട്ടും ഈ പൊട്ടാസ്യം ചാനൽ ക്ലോസ് ആകുന്നില്ല. സോ ദാറ്റ് മീൻസ് ദർ ഇസ് എ ഡിലേ ഇൻ ദ ക്ലോഷർ ഓഫ് പൊട്ടാസ്യം ചാനൽ. ഈ പൊട്ടാസ്യം ചാനൽ ക്ലോസ് ചെയ്യാൻ ഡിലേ ആവും. അപ്പോൾ ഡിലേ ആകുമ്പോൾ വീണ്ടും കുറേ പൊട്ടാസ്യം അയൺ പുറത്തേക്ക് പോകും. അപ്പോൾ -70 നിന്നും ഇയാൾ അങ്ങോട്ടേക്ക് പോയി -90 പോകുന്നു. So this condition is called hyperpolarized condition. അപ്പോൾ ഹൈപ്പർ പോളറൈസ്ഡ് ആകുമ്പോൾ അവിടെ ഇമ്പൾസ് ജനറേഷൻ നടക്കുമോ? ഇല്ല, വീണ്ടും നമുക്ക് എത്ര എത്തിക്കണം? -70 എത്തിക്കണം. അതിനവിടെ സോഡിയം പൊട്ടാസ്യം പമ്പ് വീണ്ടും ആക്റ്റീവ് ആകിട്ട് അവർ -70 എത്തിക്കും. ഓക്കെ, അപ്പോൾ ഹൈപ്പർ പോളറൈസേഷൻ എപ്പോഴാണ് ഉണ്ടായത്? ഈ പൊട്ടാസ്യം ചാനൽ ക്ലോസ് ആകാൻ ഡിലേ വന്നുകൊണ്ടല്ലേ? സോ നമുക്ക് എന്ത് പറയാം? the neuron die due to lack of oxygen ആണോ? അല്ല, പിന്നെന്താ? the membrane potential become more negative than the resting potential. കണ്ടോ, മോർ നെഗറ്റീവ് അല്ലേ? മെമ്പറൈൻ പൊട്ടൻഷ്യൽ എത്രയിലേക്ക് പോയി? -90 പോയേ. സോ മോർ നെഗറ്റീവ് ആവുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് വൺ, which of the following is the correct sequence of events during the transmission of impulse across a കെമിക്കൽ സിനാപ്സ്? അപ്പോൾ നമ്മളിപ്പോൾ ജനറേഷൻ കണ്ടക്ഷൻ പറഞ്ഞു, ഇത് നമ്മൾ ട്രാൻസ്മിഷനിലേക്കാണ് പോകുന്നത്. ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ഒരു ന്യൂറോണിൽ നിന്നും അടുത്ത ന്യൂറോണിലേക്ക് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു നോക്കാം. ഓക്കെ, ഇതാ നോക്കിക്കി, പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ ന്യൂറോൺ, ദെൻ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. ഓക്കെ, പ്രീ സിനാപ്റ്റിക്, പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസുകളുണ്ട് അല്ലേ? അപ്പോൾ ദാ ഇമ്പൾസ് എത്തുന്നു. എവിടെ എത്തി ഇമ്പൾസ്? നമ്മുടെ സിനാപ്റ്റിക് നോബിലേക്ക് ഇമ്പൾസ് വന്നു. സിനാപ്റ്റിക് നോബിലേക്ക് ഇമ്പൾസ് വരുന്നു, ഇൻസൈഡ് പോസിറ്റീവ്, ഔട്ട്സൈഡ് നെഗറ്റീവായി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതാ ഒരു ആരോ മാർക്ക് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ദാ ഇമ്പൾസ് ഇങ്ങനെ വരുന്നു അല്ലേ? ഓർമ്മയുണ്ടല്ലോ, ഈ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇമ്പൾസ് വന്നു. സോ ഇമ്പൾസ് വരുമ്പോൾ എന്ത് വയ്ക്കും? നമ്മൾ ആക്സോണിൽ പല ചാനൽസ് ഉണ്ട്, സോഡിയം ചാനൽ, പൊട്ടാസ്യം ചാനലൊക്കെ ഉണ്ടല്ലേ? അപ്പോൾ അവിടെ ഒന്നും ഇല്ലാത്ത ഒരു അഡീഷണൽ ചാനൽ നമുക്ക് ഈ സിനാപ്റ്റിക് നോബിലുണ്ട്.
ആക്സോണിൽ കാണാത്ത ഒരു ചാനൽ സിനാപ്റ്റിക് നോബിലുണ്ട്. ആൻഡ് ദാറ്റ് ചാനൽ ഈസ് കോൾഡ് കാൽഷ്യം ചാനൽ. നോക്കി, ഇതാണ് കാൽഷ്യം ചാനൽ. കണ്ടോ, കാൽഷ്യം ചാനലുണ്ട്. പിന്നെ നമുക്കറിയാം ഇത് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ ആണ്. പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനകത്ത് ആരുണ്ട്? സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ട്. സിനാപ്റ്റിക് വെസിക്കിൾസിനകത്ത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന ഐഡിയ ആണ്. ഓക്കെ, യെസ്. So when the impulse reaches the synaptic node, what happen? This calcium channel will open. Calcium channels open ചെയ്യും. എപ്പോഴാണെന്ന് അറിയാവോ? When the impulse reaches the synaptic node, calcium channels open ചെയ്തു. ഓക്കെ, അപ്പോൾ കാൽഷ്യം ചാനൽസ് ഓപ്പൺ ചെയ്യുന്നു. കാൽഷ്യം ചാനൽസ് ഓപ്പൺ ചെയ്യാൻ പറ്റും. കാൽഷ്യം അയൺ ഫ്രം ദി എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്, കാൽഷ്യം അയോൺസ് ആർ എൻറ്റർ ഇൻ ടു ദി സിനാപ്റ്റിക് നോബ്. കണ്ടോ, കാൽഷ്യം അയോൺസ് അകത്തേക്ക് വരും. ഈ കാൽഷ്യം അയോൺസ് അകത്തേക്ക് വന്നാൽ എന്ത് പറ്റുമെന്ന് അറിയാവോ? ഈ വെസിക്കിൾസുകൾ ഇവിടുന്ന് മൂവ് ചെയ്യും. ഈ വെസിക്കിൾസ് ഇവർ മൂവ് ചെയ്തിട്ട് ഈ പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ മെംബ്രെയിനുമായിട്ട് അങ്ങ് ഫ്യൂസ് ചെയ്യും. കേട്ടോ, ഇവരെ പോയി അങ്ങ് ഫ്യൂസ് ചെയ്തു. ഓക്കെ, ഇവർ പോയി ഫ്യൂസ് ചെയ്യും. അപ്പോൾ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഫ്യൂസ് ചെയ്തു. ഒരാൾ ഫ്യൂസ് ചെയ്തു, അടുത്തയാൾ ഫ്യൂസ് ചെയ്തു, അടുത്തയാൾ ഫ്യൂസ് ചെയ്തു. കണ്ടോ, ആ രണ്ട് മെംബ്രെയിനും ഫ്യൂസായി. അപ്പോൾ ഇതിനകത്ത് ആരുണ്ട്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടല്ലേ? യെസ്, കണ്ടോ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഇതിനകത്തുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ പുറത്തേക്ക് റിലീസ് ചെയ്തു. എങ്ങോട്ടേക്കാണ് റിലീസ് ചെയ്തേ? സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്തു. അങ്ങനെ ക്ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്യുന്നു. ദെൻ ദാറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വിൽ ബൈൻഡ് ഓൺ ദ റിസപ്റ്റേഴ്സ്. എവിടെ റിസപ്റ്റേഴ്സ് കാണുന്നേ? പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനുള്ള റിസപ്റ്റേഴ്സിലേക്ക് പോയി ബൈൻഡ് ചെയ്തു. സോ വളരെ സിമ്പിൾ അല്ലേ പരിപാടി? യെസ്. അപ്പോൾ നോക്കിക്കുക എന്തൊക്കെയാണ് സംഭവിച്ചത്. ആദ്യം എന്ത് വേണം? ഇമ്പൾസ് എവിടെ എത്തണം? പ്രീ സിനാപ്റ്റിക് ന്യൂറോണിലേക്ക് വരണം അല്ലേ? ആക്ഷൻ പൊട്ടൻഷ്യൽ വരണം. അപ്പോൾ ഇതല്ലല്ലോ ആൻസർ. ആക്ഷൻ പൊട്ടൻഷ്യൽ വന്നു. കാൽസ്യം എഫ്ലക്സ് ആണോ വന്നത്? കാൽസ്യം ഇൻഫ്ലക്സ് അല്ലേ നടന്നത്? സോ അതും തെറ്റാണ്. കാൽസ്യം ഇൻഫ്ലക്സ് ആദ്യം വരുന്നില്ല. സോ ആക്ഷൻ പൊട്ടൻഷ്യൽ അറൈവ് ചെയ്തു, കാൽഷ്യം ഇൻഫ്ലക്സ് ഉണ്ടായി, വെസിക്കിൾസ് ഫ്യൂസ് ചെയ്തു, ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്തു, ബൈൻഡ് ടു ദി പോസ്റ്റ് സിനാപ്റ്റിക് റിസപ്റ്റേഴ്സ്. ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. ഓക്കെ, അപ്പോൾ ആ മെക്കാനിസം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അസോസിയേറ്റ് വിത്ത് കെമിക്കൽ സിനാപ്സ്. ഉണ്ടോ, നമ്മളിപ്പം ഒരു സിനാപ്സിൽ നടന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ കണ്ടക്ഷൻ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 2 ടൈപ്പ് സിനാപ്സുകളുണ്ട്. നമുക്കറിയാം ഏതൊക്കെയാണ്? ഇലക്ട്രിക്കൽ സിനാപ്സ് ഉണ്ട്, കെമിക്കൽ സിനാപ്സ് ഉണ്ട്. അപ്പോൾ സ്ലോവർ ദാൻ ദി ഇലക്ട്രിക്കൽ സിനാപ്സ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഇറ്റ്സ് നോട്ട് അസോസിയേറ്റഡ് ആണേ, നോട്ട് അസോസിയേറ്റ് വിത്ത് കെമിക്കൽ സിനാപ്സ്. അപ്പോൾ കെമിക്കൽ സിനാപ്സിൻ്റെ ഒരു ക്യാരക്ടറാണ് സ്ലോ അല്ലേ? സ്ലോവർ ദാൻ ദി ഇലക്ട്രിക്കൽ സിനാപ്സ്. എന്തുകൊണ്ടാണ് സ്ലോ ആകുന്നത്? സ്ലോ ആകാൻ കാരണം ഇലക്ട്രിക്കൽ സിനാപ്സിൽ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഉണ്ടോ നോക്കിക്കുക. ഇത് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ. ഓക്കെ, ഇത് പ്രീ റിലീസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ദാറ്റ് ഈസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് കെമിക്കൽ സിനാപ്സ്. ബട്ട് ദ ഫോർത്ത് വൺ നോക്കിക്കുക, ദ ട്രാൻസ്മിഷൻ ഈസ് സിമിലർ ആസ് ദാറ്റ് ഓഫ് നെർവ് ഇമ്പൾസ് വിത്തിൻ ആക്സോൺ. അപ്പോൾ ഇവിടെ ഇൻ ഇലക്ട്രിക്കൽ സിനാപ്സ് ദ ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഈസ് സെയിം ആസ് ഇമ്പൾസ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവിടെ നോക്കിക്കുക, ഈ 2 പേർക്കിടയിൽ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഇല്ല. പിന്നെന്താണ് ഇവർക്കിടയിൽ പിന്നെ കാണുന്നത് എന്താണ്? ഈ 2നും ഇടയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇവിടെ ചില ഗ്യാപ്പ് ജംഗ്ഷൻ ചാനൽസുകളുണ്ട്. ഓക്കെ, ഇവിടെ ചില ഗ്യാപ്പ് ജംഗ്ഷൻ ചാനൽസുകളുണ്ട്. അപ്പോൾ ഇത് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിന്, ഇത് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ ആണെങ്കിൽ ഇതിനിടയ്ക്ക് ചില ചാനൽസുകളുണ്ട്. കണ്ടോ, ഇവരെ നമ്മൾ ഗ്യാപ്പ് ജംഗ്ഷൻ, അപ്പോൾ ഇതിനിടയ്ക്കുള്ള ജംഗ്ഷൻ ഗ്യാപ്പ് ജംഗ്ഷൻ ആണേ. അപ്പോൾ ഗ്യാപ്പ് ജംഗ്ഷൻ ചാനൽസുകളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇമ്പൾസ് കണ്ടക്ഷൻ നടക്കുന്നത് നോക്കിക്കേ. ഇവിടെ സോഡിയം അയോൺസ് വരുന്നു അല്ലേ? സോഡിയം അയോൺസ് അകത്തേക്ക് വന്നു, ഔട്ട് സൈഡ് നെഗറ്റീവ്, ഇതിൻ്റെ പോസിറ്റീവ്. ദാറ്റ് മീൻസ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ എന്താണ്? ഡീപോളറൈസ്ഡ് ആണ്. ഇനി ഇവിടെ എന്ത് സംഭവിക്കും? ഈ സോഡിയം അയോൺസ് നേരെ ഈ ഗ്യാപ്പ് ജംഗ്ഷൻ ചാനലുകൾ വഴി പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലേക്ക് വരും. അപ്പോൾ ഇതിൻ്റെയും ഇൻസൈഡ് ചാർജ് എന്തായിട്ട് മാറി? പോസിറ്റീവായിട്ട് മാറി, ഔട്ട് സൈഡ് നെഗറ്റീവായിട്ട് മാറും. സോ എന്ത് സംഭവിച്ചു? പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിൽ ഇമ്പൾസ് വന്നില്ലേ? സോ ഇവിടെ എന്ത് പറയാം നമുക്ക്? ഇമ്പൾസ് കണ്ടക്ഷൻ ഈസ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഈസ് എ സെയിം ആസ് ദ കണ്ടക്ഷൻ എന്നല്ലേ പറഞ്ഞത്? മനസ്സിലായോ? കണ്ടോ, ഇവിടെ വേറെ ന്യൂറോ ട്രാൻസ്ഫർ റിലീസോ വേറെ ഒന്നുമില്ല. ഈ ചാനൽസ് വഴി സോഡിയം ഈ ന്യൂറോണിൽ നിന്നും അടുത്ത ന്യൂറോൺസിലേക്ക് എൻട്രി ചെയ്യുന്നു. ആ ന്യൂറോൺ ഡീപോളറൈസ്ഡ് ആവുന്നു. സോ ഇറ്റ് ഈസ് സിമിലർ ടു ദ കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസസ് ത്രൂ ആൻ ആക്സോൺ. സോ ഓപ്ഷൻ 4 ഈസ് അവർ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രേനിയൽ മെനിഞ്ചസ്. അപ്പോൾ നമ്മൾ ന്യൂറോൺ കഴിഞ്ഞു, അടുത്ത ബ്രെയിനിലേക്കാണ് പോകുന്നത്. ബ്രെയിനിൽ which of the following cranial meninges is in direct contact with the brain tissue? ബ്രെയിൻ ടിഷ്യൂമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് വരുന്ന ആരാ നമുക്കറിയാം? അത് വളരെ സിമ്പിളാണ്. നമുക്ക് 3 ലെയർ ഉണ്ട്. ഔട്ടർ ലെയർ നമ്മൾ ഡ്യൂറാ മാറ്റർ എന്ന് വിളിക്കും, മിഡ് ലെയറിനെ അരക്ടോൺ എന്ന് വിളിക്കും, ഇന്നർ ലെയർ നമ്മൾ എന്ത് വിളിച്ചു? പയ മാറ്റർ എന്ന് വിളിച്ചു, പിയ മാറ്റർ. ആൻഡ് ദാറ്റ് പിയ മാറ്റർ ഈസ് ഇൻ ക്ലോസ് കോൺടാക്ട് വിത്ത് ദി ബ്രെയിൻ ടിഷ്യൂ.
Then which part of the brain is often referred to as emotion brain? Emotional brain, നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഇമോഷണൽ ബ്രെയിൻ എന്ന് പറയുന്നത് ആരാ? ലിംബിക് സിസ്റ്റത്തിനെ വിളിക്കുന്നത് അല്ലേ? ലിംബിക് സിസ്റ്റം ഈസ് നോൺ ആസ് ദി ഇമോഷണൽ ബ്രെയിൻ. ഓക്കെ, അപ്പോൾ അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ എടുക്കുന്നില്ല ഞാൻ, കാരണം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ഞാൻ ചെയ്യുന്നില്ല. ദെൻ സെറിബെലം എന്താ വിളിക്കുന്നത്? സെറിബെലം ഈസ് നോൺ ആസ് ലിറ്റിൽ ബ്രെയിൻ. ഓക്കെ, സെറിബെലം ഈസ് നോൺ ആസ് ലിറ്റിൽ ബ്രെയിൻ. കോർപ്പസ് കലോസവും മെഡുല ഒബ്ലോങ്കേറ്റൊക്കെ അറിയാം, ഞാൻ പറയുന്നില്ല അത് കൂടുതൽ. Then which structures in the brain act as a major coordinating center for sensory and motor signaling? അപ്പോൾ സെൻസറി ആൻഡ് മോട്ടോർ സിഗ്നലിംഗ് മെയിൻലി ആരാണ്? ഇറ്റ് ഈസ് തലാമസ്. തലാമസിൻ്റെ ഫംഗ്ഷനാണ് സെൻസറി ആൻഡ് മോട്ടോർ സിഗ്നലിംഗ് എന്ന് പറഞ്ഞത്. കാരണം നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ സെറിബ്രത്തിലേക്ക് പോകുന്ന എല്ലാ ഇമ്പൾസുകളെയും, ഓക്കെ, സെറിബ്രത്തിൻ്റെ ഓരോ സെൻസറി ഏരിയയിലേക്ക് പോകുന്ന എല്ലാ ഇമ്പൾസുകളും ആദ്യം എവിടെ എത്തിയിട്ടാണ് പോകുന്നത്? എക്സെപ്റ്റ് ഓൾഫാക്ടറി എപ്പിത്തീലിയം. ഓൾഫാക്ടറി എപ്പിത്തീലിയം എന്നുള്ള ഇമ്പൾസ് ഒഴിച്ച് ബാക്കി എല്ലാ ഇമ്പൾസുകളും സെറിബ്രത്തിലേക്ക് പോകുന്നു. സെറിബ്രത്തിൽ ഡിഫറെൻറ്റ് സെൻസറി ഏരിയാസ് ഉണ്ടല്ലേ, ആ സെൻസറിലേക്കെല്ലാം പോകുന്നത് ത്രൂ ദി തലാമസ്. നമ്മൾ ആ തലാമസ് എന്ത് വിളിക്കാറുണ്ട്? ഗേറ്റ് വേ ടു സെറിബ്രൽ കോർട്ടെക്സ് വിളിക്കാറുണ്ട്. അപ്പോൾ സെൻസറി ഇമ്പൾസുകൾ സെറിബ്രത്തിലേക്ക് പോകുന്നത് തലാമസിൽ കൂടിയാണ്. തിരിച്ചവിടുന്ന് മോട്ടോർ ഇമ്പൾസുകൾ സെറിബ്രത്തിൽ നിന്നും ഡിഫറെൻറ്റ് ബോഡി പാർട്ടിലേക്ക് പോകുന്നതും ഇതുവഴി തന്നെയാണ്, തലാമസിൽ കൂടി തന്നെയാണ്. അപ്പോൾ ഇത് തലാമസ് ആണെങ്കിൽ ഈ തലാമസിൽ കൂടിയാണ് സെൻസറി ഇമ്പൾസുകൾ സെറിബ്രത്തിലേക്ക് പോകുന്നത്. സെറിബ്രത്തിൽ നിന്നുള്ള മോട്ടോർ ഇമ്പൾസുകൾ തിരിച്ച് ഡിഫറെൻറ്റ് ബോഡി പാർട്ടിലേക്ക് പോകുന്നതും തലാമസിൽ കൂടി തന്നെയാണ്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇറ്റ്സ് എ കോർഡിനേറ്റിംഗ് സെൻറ്റർ ഫോർ സെൻസറി ആൻഡ് മോട്ടോർ സിഗ്നലിംഗ്. അപ്പോൾ തലാമസിൽ കൂടി മാത്രമേ ഇമ്പൾസുകൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതായത് സെറിബ്രത്തിലേക്ക് പോകുന്നതും തിരിച്ച് സെറിബ്രത്തിൽ നിന്ന് ഡിഫറെൻറ്റ് ബോഡി പാർട്ടിലേക്ക് പോകുന്നതും തലാമസിൽ കൂടിയാണ്. ഓക്കെ, സോ ഓപ്ഷൻ 4. Then which of the following correctly pairs a brain part with its function? ബ്രെയിൻ പാർട്ടും അതിൻ്റെ ഫംഗ്ഷനും ആയിട്ട് കറക്റ്റ് വരുന്നതാ? സെറിബെല്ലം ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ആണോ? അല്ല. ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ആരുടെ ഫംഗ്ഷനാണ്? ഹൈപ്പോ തലാമസിൻ്റെ ഫംഗ്ഷനാണ്. ഹൈപ്പോ തലാമസ് മോട്ടോർ കോർഡിനേഷൻ അല്ല. മോട്ടോർ കോർഡിനേഷൻ ആരുടെ ഫംഗ്ഷനാണ്? സെറിബ്രത്തിൻ്റെ ഫംഗ്ഷനാണ്. മെഡുല ഒബ്ലോഗേറ്റ റെസ്പിറേഷൻ ആൻഡ് കാർഡിയോവാസ്കുലാർ റിഫ്ലക്സ് ശരിയല്ലേ? നമ്മുടെ ബ്രീത്തിങ് സെൻറ്റർ അല്ലേ, അല്ലെങ്കിൽ റെസ്പിറേറ്ററി റിതം സെൻറ്റർ ഉള്ളതും അതുപോലെ കാർഡിയാക് സെൻറ്ററും എല്ലാം ഇരിക്കുന്ന എവിടെയാണ്? മെഡുല ഒബ്ലോഗേറ്റ. സോ ഓപ്ഷൻ 3. അസേഷൻ ഡാമേജ് ടു ദ മെഡുല ഒബ്ലോങ്കേറ്റ ക്യാൻ ഫാറ്റൽ. ശരിയാണല്ലോ അല്ലേ? മെഡുല ഒബ്ലോങ്കേറ്റക്ക് നല്ലൊരു അടി ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ചിലപ്പം തട്ടിപ്പോവും. കാരണം എന്താണ്? അതാ പറഞ്ഞിരിക്കുന്നത്, ക്യാൻ ബി ഫാറ്റൽ. അപ്പോൾ നമുക്ക് ഡാമേജ് ഉണ്ടാക്കാം, നമ്മുടെ ബോഡിക്ക് ഡാമേജ് ഉണ്ടാകും, ചിലപ്പോൾ മരിച്ചു പോകാം. സോ ഡാമേജ് ടു ദ മെഡുല ഒബ്ലോങ്കേറ്റ ക്യാൻ ബി ഫാറ്റൽ. എന്തുകൊണ്ടാണ്? ദ മെഡുല ഒബ്ലോങ്കേറ്റ കണ്ടെയ്ൻസ് വൈറ്റൽ സൈൻസ് ദാറ്റ് കൺട്രോൾ റെസ്പിറേഷൻ ആൻഡ് കാർഡിയോവാസ്കുലാർ റിഫ്ലക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ മെഡുല ഒബ്ലോങ്കേറ്റിലാണ് കാർഡിയോവാസ്കുലാർ അല്ലെങ്കിൽ നമ്മുടെ കാർഡിയാക് സെൻറ്റർ ഉള്ളതും അതുപോലെ റെസ്പിറേറ്ററി റിതം സെൻറ്റർ ഉള്ളതും. അപ്പോൾ നമുക്കൊരു അടി ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ റെസ്പിറേറ്ററി റിതം സെൻറ്ററിന് ഡാമേജ് വരുന്നു, അല്ലെങ്കിൽ കാർഡിയാക് സെൻറ്റർ ഡാമേജ് വരുന്നു. ഹാർട്ട് ബീറ്റ് ഉണ്ടാകില്ല, അതല്ലെങ്കിൽ നമ്മുടെ ബ്രീത്തിങ് റേറ്റ് ഉണ്ടാകില്ല, അല്ലെങ്കിൽ ബ്രീത്തിങ് മൂവ്മെൻറ്റ് ഉണ്ടാകില്ല. സോ അസേഷൻ കറക്റ്റ് അല്ലേ? റീസൺ കറക്റ്റ് അല്ലേ? കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. യെസ്, ഓപ്ഷൻ 1. അടുത്തത് നമ്മുടെ ന്യൂറൽ സിസ്റ്റം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത നമ്മൾ പോകുന്നത് എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നു. അപ്പോൾ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻസിലെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ദാറ്റ് ഈസ് എൻഡോക്രൈൻ സിസ്റ്റത്തിലേക്ക് പോകുന്നതെങ്കിൽ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ. So what is the primary function of the hormone produced by the endocrine system? അപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസുകളുടെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? അപ്പോൾ ഞാൻ ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും നമ്മുടെ ചാപ്റ്ററിൻ്റെ ഓർഡറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ചാപ്റ്ററിൽ ഏതൊക്കെ ഓർഡറിൽ ഏതൊക്കെ ഹോർമോൺസുകൾ പറയുന്നു, ഏതൊക്കെ ഗ്ലാൻഡുകൾ പറയുന്നു, ആ ഓർഡറിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു റിവിഷൻ പോലെ നമുക്ക് ആ ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ എൻഡോക്രൈൻ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിൻ്റെ ഫംഗ്ഷൻ കാറ്റലൈസ് ദ പ്രോട്ടീൻ ഡൈജഷൻ ആണോ? പ്രോട്ടീൻ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസുകളല്ല, പിന്നെ ആരാണ്? എൻസൈംസുകളാണ് അല്ലേ? എൻസൈംസിൻ്റെ ഫംഗ്ഷനാണത്. അപ്പോൾ 1 അല്ല ആൻസർ. ദെൻ ടു പ്രൊവൈഡ് എനർജി ടു മസിൽ സെൽസ്. മസിൽസ് എനർജി കൊടുക്കുന്ന ആരാണ്? ATP ആണ്. ഹോർമോൺസ് ആണോ? അല്ല. ടു റെഗുലേറ്റ് ദ മെറ്റബോളിസം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. യെസ്, നമ്മുടെ ഓരോ ഗ്ലാൻഡുകൾ സെക്രീറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹോർമോൺസ്, വെറൈറ്റീസ് ഓഫ് ഹോർമോൺസ് ഉണ്ട്. അപ്പോൾ ഹോർമോൺസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? മെറ്റബോളിസം. നമ്മുടെ ബോഡി മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്നു, ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു, ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ 3. ടു ട്രാൻസ്പോർട്ട് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. അതാരാണ്? RBC അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ 3. Then the osmoreceptors in the hypothalamus are primarily involved in the secretion. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഗ്ലാൻഡിലേക്ക് പോകുന്നു, ഹൈപ്പോതലാമസ് അല്ലേ? അപ്പോൾ ഹൈപ്പോതലാമസിൻ്റെ ഓസ്മോറിസെപ്റ്റേഴ്സ് ഇൻ ദ ഹൈപ്പോതലാമസ് ആർ പ്രൈമർലി ഇൻവോൾവ് ഇൻ ദ സെക്രീഷൻ ഓഫ്
അപ്പോൾ ഓസ്മോ റിസപ്റ്റേഴ്സ് എന്ന ഹൈപ്പോതലാമസ് എന്താ അവരുടെ ഫംഗ്ഷൻ? ഓസ്മോ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിൻ്റെ ഓസ്മോലാരിറ്റി ഇങ്ങനെ റെഗുലറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഈ ഓസ്മോലാരിറ്റിക്ക് എന്തെങ്കിലും ചേഞ്ച് വന്നാൽ, ഓസ്മോലാരിറ്റി കൂടുന്ന കണ്ടീഷൻ ഉണ്ടായാൽ, അപ്പോൾ ഓസ്മോലാരിറ്റി കൂടണമെങ്കിൽ എന്ത് സംഭവിക്കണം? ബ്ലഡ് വോളിയം കുറയണം. ബ്ലഡ് വോളിയം കുറഞ്ഞു അല്ലേ? ബ്ലഡ് വോളിയം കുറഞ്ഞു അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കുറഞ്ഞു. ബ്ലഡ് പ്രഷർ കുറയുന്നു, ഓസ്മോലാരിറ്റി കുറയുന്നു. പ്രഷർ അല്ലെങ്കിൽ ഓസ്മോലാരിറ്റി കുറഞ്ഞു, അല്ലെങ്കിൽ ഓസ്മോലാരിറ്റി കൂടി. ഓസ്മോലാരിറ്റി കൂടുന്നു എന്ന് വിചാരിക്കുക. അതായത് അവിടെ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടി. ദാറ്റ് മീൻസ് എന്ത് കുറഞ്ഞു? സോൾവെൻ്റ് കുറഞ്ഞു. ആര് കുറഞ്ഞു? വാട്ടർ കുറഞ്ഞു. ഓക്കെ, ഐഡിയ മനസ്സിലാക്കണം കേട്ടോ. വാട്ടർ കുറഞ്ഞു അല്ലേ? വാട്ടർ കുറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? വാട്ടർ റീറ്റെയിൻ ചെയ്യണം, ബ്ലഡിലെ വാട്ടറിൻ്റെ ലെവൽ കൂട്ടണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യും? അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ബ്ലഡ് വോളിയം കുറഞ്ഞു, പ്രഷർ കുറഞ്ഞു, അല്ലെങ്കിൽ ഓസ്മോലാരിറ്റി കൂടുന്ന കണ്ടീഷനിലാണ് ആര് ആക്റ്റീവ് ആവുന്നത്? ഓസ്മോ റിസപ്റ്റേഴ്സ്. ഓസ്മോ റിസപ്റ്റേഴ്സ് ആക്റ്റീവായി. ഇവരെന്ത് ചെയ്യും? ഓസ്മോ റിസപ്റ്റേഴ്സ് എവിടെയാണ് കാണുന്നത്? ഹൈപ്പോതലാമസിൽ. ഹൈപ്പോതലാമസിലുള്ള ഓസ്മോ റിസപ്റ്റേഴ്സ് ആക്റ്റീവ് ആവുന്നു. ആൻഡ് ദേ സെൻഡ് മെസ്സേജ്. ഇവരാർക്ക് മെസ്സേജ് കൊടുക്കും? ദേ സെൻഡ് മെസ്സേജ് ടു. അപ്പോൾ ഹൈപ്പോതലാമസ് ആക്റ്റീവ് ആകുന്നു. ഹൈപ്പോതലാമസ് ആർക്ക് മെസ്സേജ് കൊടുക്കും? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിക്ക്. കാരണം നമുക്ക് എന്താ വേണ്ടത്? വാട്ടർ റീഅബ്സോർബ് ചെയ്യണം ബ്ലഡിൽ വാട്ടർ കണ്ടന്റ് കുറഞ്ഞുകൊണ്ടല്ലേ വോളിയം പ്രഷർ കുറഞ്ഞത്. ഓക്കെ, അപ്പോൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി മെസ്സേജ് കിട്ടി. ആൻഡ് ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി റിലീസസ് ADH. ഉണ്ടോ? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ADH റിലീസ് ചെയ്യുന്നു. കണ്ടോ? അപ്പോൾ ആരാ റിലീസ് ചെയ്തത്? ADHനെ റിലീസ് ചെയ്തു അല്ലേ? ഇനി എന്താ സംഭവിക്കുന്നത്? അവിടെ ADH റിലീസായി. നമുക്ക് എന്താ വേണ്ടത്? ബ്ലഡ് വോളിയം നോർമലിലേക്ക് എത്തിക്കണം. സോ ADH റിലീസായാൽ ഇവരെങ്ങോട്ടേക്ക് പോകും? നേരെ ബ്ലഡിൽ കൂടി എവിടെത്തും? DCTയിലേക്ക്. ആൻഡ് കളക്റ്റിംഗ് ഡക്റ്റ്. DCT കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് വരുന്നു. ഇവിടുന്ന് എന്ത് ചെയ്യും? DCTയുടെ വാട്ടർ പെർമിബിലിറ്റി കൂട്ടും. ഓക്കെ, വാട്ടർ പെർമിബിലിറ്റി കൂട്ടി. DCTയുടെ അല്ലേ, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബുകളുടെ വാട്ടർ പെർമിബിലിറ്റി കൂട്ടും. അപ്പോൾ അവിടുന്ന് കൂടുതൽ വാട്ടർ റീഅബ്സോർബ് ചെയ്യും. എങ്ങോട്ടേക്കാണ് റീഅബ്സോർബ് ചെയ്യുന്നത്? പെരിട്യൂബുലാർ ക്യാപ്പിലറി. അതിനകത്ത് ബ്ലഡ് ആണല്ലോ. അപ്പോൾ പെരിട്യൂബുലാർ ക്യാപ്പിലറിലേക്ക് ആര് റീഅബ്സോർബ് ചെയ്യപ്പെടും? വാട്ടർ റീഅബ്സോർബ് ചെയ്തു. എന്തുകൊണ്ട് റീഅബ്സോർബ് ചെയ്തു? അവിടെ ADH വന്നിട്ട് വാട്ടർ പെർമിബിലിറ്റി കൂട്ടി. അങ്ങനെ റീഅബ്സോർബ് ചെയ്തു. ബ്ലഡ് വോളിയം നോർമലാകുന്നു, പ്രഷർ നോർമലാകുന്നു, ഓസ്മോലാരിറ്റി നോർമലാകുന്നു. സോ അവിടെ ആരുടെ സെക്രീഷനാണ് ഓസ്മോ റിസപ്റ്റേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നത്? ADHൻ്റെ അല്ലേ? ഓപ്ഷൻ 3 is the answer. Then which of the following is not a hormone secreted by the pars distalis of anterior pituitary? സോ നമുക്കറിയാം പാസ് ഡിസ്റ്റാലിസും പാസ് ഇൻ്റർമീഡിയറ്റും ഉണ്ട്. നമുക്ക് ഹൈപ്പോതലാമസ് നോക്കുന്നു. ഹൈപ്പോതലാമസ് ഇൻഫൻറ്റിബുലം വഴി നമ്മൾ പിറ്റ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തു. പിറ്റ്യൂട്ടറിക്ക് 2 ലോബ് ഉണ്ടെന്നറിയാം. ഏതൊക്കെയാണ് പിറ്റ്യൂട്ടറി 2 ലോബുകൾ? ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ, അല്ലെങ്കിൽ പാസ് ഡിസ്റ്റാലിസ് ആൻഡ് പാസ് നെർവോസ ആയിരിക്കും. പാസ് ഇൻ്റർമീഡിയറ്റ് ഉണ്ടല്ലേ? അപ്പോൾ പാസ് ഡിസ്റ്റാലിസും പാസ് ഇൻ്റർമീഡിയറ്റും ചേർന്ന് നമ്മൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ അഡിനോ ഹൈപ്പോഫൈസിസ് എന്ന് വിളിച്ചു. ആൻഡ് പാസ് നെർവോസ ഈസ് ദി ന്യൂറോ ഹൈപ്പോഫൈസിസ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതിലേത് ഹോർമോൺ? വിച്ച് ഈ ഫോളോയിങ് ഈസ് നോട്ട് എ ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദി പാസ് ഡിസ്റ്റാലിസ്. ഏത് ഹോർമോണാണ് പാസ് ഡിസ്റ്റാലിസിൻ്റെ അല്ലാത്തത്? പ്രൊലാക്റ്റിൻ സെക്രീറ്റഡ് ബൈ ദി പാസ് ഡിസ്റ്റാലിസ് അല്ലേ? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് എന്നാണ് പ്രൊലാക്റ്റിൻ റിലീസിങ് ഹോർമോൺ ഹൈപ്പോതലാമസ് എന്ന് വരുമ്പോൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി റിലീസസ് പ്രൊലാക്റ്റിൻ. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. സോ TSH ഈസ് ഓൾസോ സെക്രീറ്റഡ് ബൈ TSH, അതുപോലെ PRL പ്രൊലാക്റ്റിൻ. ഇതൊക്കെ സെക്രീറ്റ് ചെയ്യുന്ന ആരാണ്? പാസ് ഡിസ്റ്റാലിസ് ആണല്ലേ. ബട്ട് ഓക്സിറ്റോസിൻ ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? പറയാം. ഓക്സിറ്റോസിൻ സിന്തസൈസ്ഡ് ഓർ സെക്രീറ്റഡ് ബൈ ആരാ? ഓക്സിറ്റോസിൻ സിന്തസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഓക്സിറ്റോസിൻ ആൻസർ പറയാമോ? ഫ്രം ദി ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ആണ് ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്നത്. Oxytocin is secreted by the hypothalamus and is carried into the posterior pituitary. Posterior pituitary കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യും. Okay, so synthesized by the hypothalamus and carried into the posterior pituitary through the neurons. അല്ലേ, 2 ന്യൂറോൺസുകൾ വഴി അത് സ്റ്റോർ ചെയ്യും. എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യും? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി കൊണ്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഓക്സിറ്റോസിൻ is the hormone that not secreted by the pars distalis. So answer is option 3. Okay. Next one, melatonin secretion is higher during. Yes, നല്ല ക്വസ്റ്റൻ അല്ലേ? മെലാറ്റോണിൻ്റെ സെക്രീഷൻ എപ്പോഴാണ് ഹൈ ആകുന്നത്? മെലാറ്റോണിൻ സെക്രീറ്റ് ചെയ്യുന്ന ആരാ? മെലാറ്റോണിൻ ഈസ് സെക്രീറ്റഡ് ബൈ പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡാണ് മെലാറ്റോണിൻ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ മെലാറ്റോണിൻ്റെ സെക്രീഷൻ എപ്പോഴാണ് ഹൈ ആകുന്നത്?
ഡേ ടൈമിൽ ഒരിക്കലും ഹൈ ആകില്ല. കാരണം ഈ മെലാറ്റോണിൻ്റെ സെക്രീഷൻ കൺട്രോൾ ചെയ്യുന്നത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. ഓക്കെ, ലൈറ്റ് ഇൻറ്റൻസിറ്റിയിലാണ് മെലാറ്റോണിൻ സെക്രീഷൻ. അപ്പം കൂടുതലും നൈറ്റ് ടൈമിലായിരിക്കും ഈ പറഞ്ഞ മെലാറ്റോണിൻ സെക്രീഷൻ. അപ്പോൾ നമ്മുടെ കണ്ണിലേക്ക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി, ലൈറ്റിൻ്റെ നമ്മുടെ റെറ്റിനിലേക്ക് ലൈറ്റ് വീഴുന്നത്, ആ റെറ്റിനെയാണ് അവിടെ സെൻസ് ചെയ്യുന്നത്. റെറ്റിന അപ്പോൾ ലൈറ്റ് ഇല്ലാത്ത കണ്ടീഷൻ, റെറ്റിനിക്ക് മനസ്സിലായി ലൈറ്റ് സെൻസിറ്റിവിറ്റി കുറവാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, പീനിയൽ ഗ്ലാൻഡിലേക്ക് മെസ്സേജ് കൊടുക്കും. പീനിയൽ ഗ്ലാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും, മെലാറ്റോണിൻ റിലീസ് ചെയ്യും. അപ്പോൾ മെലാറ്റോണിൻ റിലീസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഒൺലി അറ്റ് ദ ടൈം ഓഫ് ഡാർക്ക്നെസ്, അല്ലെങ്കിൽ നൈറ്റ് ടൈമിലായിരിക്കും മെലാറ്റോൺ റിലീസ് ചെയ്യുന്നത്. കാരണം ഇതാണ്, ലൈറ്റ് സെൻസ് ചെയ്താണ് മെലാറ്റോണിൻ്റെ സെക്രീഷൻ നടക്കുന്നത്. അപ്പോൾ ലൈറ്റ് സെൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് റെറ്റിനെയാണ്. ഓക്കെ, അപ്പം നൈറ്റ് ആകുമ്പോൾ റെറ്റിനിലേക്ക് വീഴുന്ന ലൈറ്റിൻ്റെ അളവ് കുറയും. അപ്പോൾ അവർ ഈ പീനൽ ഗ്ലാൻഡ് മെസ്സേജ് കൊടുക്കും. പീനൽ ഗ്ലാൻഡ് റിലീസസ് മെലാറ്റോണിൻ ആൻഡ് ദാറ്റ് സ്റ്റിമുലേറ്റ് ദ സ്ലീപ്പ്. ഓക്കെ, അപ്പോൾ അത് നൈറ്റിൽ നമുക്ക് ഉറക്കം വരുന്നതിൻ്റെ കാരണം ഇതാണ്. ഡേ ആകുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്നതിന് കാരണം. അപ്പോൾ മെലാറ്റോണിൻ കൺട്രോൾ അവർ 24 hour റിഥം, അല്ലെങ്കിൽ ഡയണൽ റിഥം ഓർ സിർക്കാഡിയൻ റിഥം ഒക്കെ പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ബേർഡ്സൊക്കെ അത് രാവിലെ എഴുന്നേക്കും അല്ലേ, രാവിലെ എഴുന്നേറ്റ് അവർ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ബേർഡ്സിൻ്റെയൊക്കെ ഈ പീനൽ ഗ്ലാൻഡ് കുറച്ചുകൂടി അവരുടെ ബ്രെയിനിൻ്റെ സർഫസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാക്കാൻ പറ്റും. റെറ്റിന വഴിയല്ല, ഡയറക്റ്റ് അവരുടെ ബ്രെയിനിൻ്റെ, അവരുടെ ആ ഒരു ഹെഡിൻ്റെ സർഫസിലാണ് പീനൽ ഗ്ലാൻഡ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി പെട്ടെന്ന് കിട്ടും. സോ അതുകൊണ്ടാണ് അവർ അത് രാവിലെ ബേർഡ്സൊക്കെ കൊണ്ടുവരുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, എ പേഷ്യൻറ്റ് വിത്ത് എക്സോഫ്താൽമിക് ഗോയിറ്റർ വുഡ് ലൈക്ലി എക്സിബിറ്റ്. അപ്പോൾ എക്സോഫ്താൽമിക് ഗോയിറ്റർ അല്ലെങ്കിൽ ഗ്രേവ്സ് ഡിസീസ്. അപ്പോൾ എന്താ ഗ്രേവ്സ് ഡിസീസ് അല്ലെങ്കിൽ എക്സോഫ്താൽമിക് ഗോയിറ്റർ ഇസ് ദ കണ്ടീഷൻ? എന്താ അതിൻ്റെ കാരണം? എന്താണ്? ഹൈപ്പർ സെക്രീഷൻ ആണ് അല്ലേ, ഹൈപ്പർ സെക്രീഷൻ ഓഫ് തൈറോയ്ഡ് ഹോർമോൺ. ഹൈപ്പർ സെക്രീഷൻ ഓഫ് തൈറോയ്ഡ് ഹോർമോൺ, T3 T4 സെക്രീഷൻ ഹൈ ആകുമ്പോഴാണ് നമ്മൾ ഈ എക്സോഫ്താൽമിക് ഗോയിറ്റർ അല്ലെങ്കിൽ ഗ്രേവ്സ് ഡിസീസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ T3 T4 ഹോർമോണിൻ്റെ ഫങ്ഷനാണ് എന്താണ്? BMR. എന്താ BMR? ബേസൽ മെറ്റബോളിക് റേറ്റ്. അപ്പോൾ ഈ BMRൻ്റെ റെഗുലേറ്റ് ചെയ്യുക ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ. നമ്മൾ ടെക്സ്റ്റ് തന്നെ പറയുന്ന ആദ്യത്തെ വൺ ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് റെഗുലേറ്റ് ബേസൽ മെറ്റബോളിക് റേറ്റ്. അപ്പോൾ ഈ ബേസൽ മെറ്റബോളിക് റേറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഈ T3 T4 ഹോർമോൺസുകളാണ്, തൈറോയ്ഡ് ഹോർമോൺസുകളാണ്. അപ്പോൾ ഇവിടെ എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഹൈപ്പർ സെക്രീഷനാണ്. അപ്പോൾ T3 T4 സെക്രീഷൻ കൂടിയാൽ BMR എന്ത് പറ്റും? ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടത്തില്ലേ? അപ്പോൾ മെറ്റബോളിക് റേറ്റ് കൂടിയ മീൻസ് മെറ്റബോളിസം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന എനർജി എക്സ്പെൻഡിച്ചർ കൂടും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? BMR കൂടും, വെയിറ്റ് ലോസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടി, ലോ BMR അല്ല, BMR കുറയുന്നത് എപ്പോഴാണ്? BMR കുറയുന്നത് ഹൈപ്പോ സെക്രീഷൻ ആണെങ്കിൽ BMR കുറയും. പക്ഷേ ഇവിടെ ഹൈപ്പർ സെക്രീഷൻ ആണ്. സോ ഇൻക്രീസ് ദ BMR ആൻഡ് ദാറ്റ് ലീഡ്സ് ടു വെയിറ്റ് ലോസ്. ഓക്കെ, സോ ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. Okay, the next one, thyroid hormones T3 and T4 are synthesized. അപ്പോൾ T3 T4 synthesized എവിടുന്ന? ഓക്കെ, അപ്പോൾ T3 and T4, so these are amino acid derivatives. ഓക്കെ, ഇത് രണ്ടും അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ആണ്. ഏത് അമിനോ ആസിഡിൽ നിന്നാണ് T3 T4 ഉണ്ടാകുന്നത്? തൈറോക്സിൻ എന്നല്ലേ നമ്മൾ വിളിച്ചത്, ട്രൈ ഐഡോ അല്ലെങ്കിൽ ട്രൈ ഐഡോ തൈറോണിൻ, ടെട്രാ ഐഡോ തൈറോണിൻ അല്ലേ. അപ്പോൾ ഇവിടെ ആരൊക്കെ വരുന്നുണ്ട്? ട്രൈ ഐഡോ തൈറോണിൻ വരുന്നു, ടെട്രാ ഐഡോ തൈറോണിൻ. അപ്പോൾ ഇത് ഏത് അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ആണെന്ന് പറയുന്നത്? കണ്ടോ, ടൈറോസിൻ ആൻഡ് അയോഡിൻ. അപ്പോൾ നമുക്കറിയാം അയോഡിൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ സിന്തസിസ് ഓഫ് T3 and T4 ഹോർമോൺ. ടെക്സ്റ്റൽ സെൻറ്റൻസ് അല്ലേ. അപ്പോൾ അയോഡിൻ വേണം. അയോഡിൻ്റെ കൂടെ ഏത് അമിനോ ആസിഡാണ് ഡിറൈവ് ചെയ്യുന്നത്? ടൈറോസിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. ഇവരെന്ത് ചെയ്യുന്നു? ഈ ഒരു 3 അയോഡിനെ എടുത്തിട്ട് ഈ ടൈറോസിനുമായിട്ട് അങ്ങോട്ട് കമ്പൈൻ ചെയ്യിച്ചിട്ട് ഒരു ഹോർമോൺ അങ്ങ് റിലീസ് ചെയ്യും. അപ്പോൾ ചുമ്മാ പറഞ്ഞാണേ. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 അയോഡിൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം? ട്രൈ ഐഡോ തൈറോൺ എന്ന് വിളിക്കാം. 4 അയോഡിൻ ഉണ്ടെങ്കിൽ ടെട്രാ ഐഡോ തൈറോൺ എന്ന് വിളിക്കാം. ഓക്കെ, സോ ദ അമിനോ ആസിഡ് ടൈറോസിൻ ആൻഡ് അയോഡിൻ. ഗ്ലൈസിൻ അയോഡിൻ അല്ലല്ലോ, പിന്നെ ഉള്ളത് ടൈറോസിൻ ആൻഡ് അയണിൻ്റെ ആവശ്യമില്ല. കാൽഷ്യം ആൻഡ് അയോഡിൻ ഹോർമോണേ ഇല്ല അല്ലേ. സോ ആൻസർ ഓപ്ഷൻ 1. അടുത്തത്, വിച്ച് കണ്ടീഷൻ സ്റ്റിമുലേറ്റ് ദ റിലീസ് ഓഫ് പാരാതൈറോയ്ഡ് ഹോർമോൺ. അപ്പോൾ പാരാതൈറോയ്ഡ് ഹോർമോണിൻ്റെ റിലീസ് കണ്ടീഷൻ ഏതാണ്? പാരാതൈറോയ്ഡ് ഹോർമോണിനെ റിലീസിന് കാരണമുള്ള കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പാരാതൈറോയ്ഡ് ഹോർമോണും തൈറോ കാൽസിറ്റോണിനും 2 ഹോർമോൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ TCT നമുക്ക് ഷോർട്ടാക്കി തൈറോ കാൽസിറ്റോണിനെ TCT എന്ന് വിളിക്കാം, പാരാതൈറോയ്ഡ് ഹോർമോണിനെ എന്ത് വിളിക്കാം? PTH എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ TCT ആൻഡ് PTH, ദീസ് ആർ അൻറ്റഗോണിസ്റ്റിക് ഇൻ ആക്ഷൻ. പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവരുടെ ഫംഗ്ഷൻ എന്താണ്?
അപ്പം ഇവരുടെ ഫംഗ്ഷൻ ബ്ലഡ് കാൽഷ്യം ലെവൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ രണ്ട് ഹോർമോണിൻ്റെ ഫംഗ്ഷൻ. TCT ആണെങ്കിലും PTH ആണെങ്കിലും ദ റെഗുലേറ്റ് ബ്ലഡ് കാൽഷ്യം ലെവൽ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു, ബ്ലഡും ബോണും ഞാൻ എടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഞാനൊരു കണ്ടീഷൻ പറയാം. ഞാനിപ്പോൾ നല്ല കുറച്ച് കാൽഷ്യം കണ്ടൻറ്റ് കൂടുതലുള്ള ഫുഡ് കഴിച്ചു എന്ന് വിചാരിക്കും. കാൽഷ്യം കണ്ടൻറ്റുള്ള ഫുഡ് കഴിച്ചു. അപ്പോൾ എന്ത് സംഭവിക്കും? എൻ്റെ ബ്ലഡിൽ കാൽഷ്യം ലെവൽ കൂടത്തില്ലേ? ബ്ലഡ് കാൽഷ്യം ലെവൽ കൂടും അല്ലേ? കാൽഷ്യം കണ്ടൻറ്റുള്ള ഫുഡ് കഴിച്ചാൽ ബ്ലഡ് കാൽഷ്യം ലെവൽ കൂടും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ബ്ലഡിലെ കാൽഷ്യത്തിനെ, ഇപ്പോൾ ഹൈപ്പർ കാൽഷ്യമിക് കണ്ടീഷനാണ്, കുറയ്ക്കണം. എങ്ങനെ കുറയ്ക്കാൻ പറ്റും? ഈ ബ്ലഡിനെ ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ബോഡി എന്ത് ചെയ്യും? നേരെ എങ്ങോട്ട് കൊണ്ടുപോകും? ബോണിൽ കൊണ്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, അങ്ങനെ ബ്ലഡ് കാൽഷ്യം ലെവൽ, ബ്ലഡിൻ്റെ കാൽഷ്യത്തിൻ്റെ ബോണിൽ കൊണ്ട് സ്റ്റോർ ചെയ്തിട്ട് ബ്ലഡ് കാൽഷ്യം ലെവൽ കുറയ്ക്കും, മീൻസ് നോർമലാക്കും. ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാരാ? ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് തൈറോ കാൽസിറ്റോണിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. യെസ്, ദ മിനറലൈസേഷൻ പ്രോസസ് എന്ന് വിളിക്കാം അല്ലേ? ഇനി അടുത്ത കണ്ടീഷൻ ഞാൻ പറയുന്നു. എൻ്റെ ബ്ലഡ് കാൽഷ്യം ലെവൽ കുറഞ്ഞു, ഞാൻ കാൽഷ്യം കണ്ടന്റുള്ള ഫുഡൊന്നും കഴിക്കുന്നില്ല, ബ്ലഡ് കാൽഷ്യം ലെവൽ കുറഞ്ഞു. ദാറ്റ് മീൻസ് ഹൈപ്പോ കാൽഷ്യമീയ. അപ്പോൾ എന്ത് ചെയ്യണം? ബ്ലഡ് കാൽഷ്യം ലെവൽ കൂട്ടണം. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നേരത്തെ ബോണിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്തിരിക്കുന്ന കാൽഷ്യത്തിനെ നേരെ എങ്ങോട്ടേക്ക് കൊണ്ടുവരും? ബ്ലഡിലേക്ക് കൊണ്ടുവരും. അതുപോലെ തന്നെ റീനൽ ട്യൂബ്യൂൾസിൽ നിന്നും കാൽഷ്യത്തെ അബ്സോർബ് ചെയ്യാം, ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്നും കാൽഷ്യത്തിനെ അബ്സോർബ് ചെയ്ത് ഇവരെല്ലാം എങ്ങോട്ടേക്ക് കൊണ്ടുവരും? ബ്ലഡിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ബ്ലഡിലേക്ക് കൊണ്ടുവന്ന് ബ്ലഡ് കാൽഷ്യം ലെവൽ കൂട്ടുന്ന ആളാണ് PTH എന്ന് നമ്മൾ ഷോർട്ടാക്കി വിളിക്കുന്ന പാരാ തൈറോയ്ഡ് ഹോർമോൺ. അപ്പോൾ PTH എന്താ ചെയ്തത്? ബോണിൽ നിന്നും, ഓക്കെ, ഞാൻ ബോണിൽ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, ബോണിൽ നിന്ന് എടുക്കാം, ഡൈജസ്റ്റ് ഫുഡിൽ നിന്ന് എടുക്കാം, അതുപോലെ തന്നെ റീനൽ ട്യൂബ്യൂൾസിൽ നിന്നെല്ലാം കാൽഷ്യത്തിനെ അബ്സോർബ് എങ്ങോട്ടേക്ക് കൊണ്ടുവരും? ബ്ലഡിലേക്ക് കൊണ്ടുവന്നു, ബ്ലഡ് കാൽഷ്യം ലെവൽ കൂട്ടി. സോ ദ ഫംഗ്ഷൻ ഓഫ്, സോ വിച്ച് കണ്ടീഷൻ സ്റ്റിമുലേറ്റ് ദ റിലീസ് ഓഫ് പാരാതൈറോയ്ഡ് ഹോർമോൺ? ഏത് കണ്ടീഷനാണ്? റൈസ് ഇൻ ദ ബ്ലഡ് കാൽഷ്യം ലെവൽ ആണോ? അല്ലല്ലോ. ഫോൾ ഇൻ ബോൺ ഡെൻസിറ്റി ആണോ? അല്ല. സോ ഫോൾ ഇൻ ദി ബ്ലഡ് കാൽഷ്യം ലെവൽ. കണ്ടോ, ബ്ലഡ് കാൽഷ്യം ലെവൽ കുറയുന്ന കണ്ടീഷനിലാണ് ആര് വരുന്നത്? PTH വരുന്നു. ഓക്കെ, സോ PTH എപ്പോഴാണ് വന്നത്? ബ്ലഡ് കാൽഷ്യം ലെവൽ കുറഞ്ഞപ്പോൾ കൂട്ടാൻ വേണ്ടി വന്നു. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിച്ച് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ഈസ് പ്രൈമറിലി സപ്പോർട്ടഡ് ബൈ ദി തൈമസ്? ഓക്കെ, അപ്പോൾ പ്രൈമറിലി സപ്പോർട്ടഡ് ബൈ ദി തൈമസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തൈമസിൻ്റെ ഫംഗ്ഷൻ ആദ്യം അറിയണം. സോ വാട്ട് ദ ഫംഗ്ഷൻ ഓഫ് തൈമസ്? അപ്പോൾ തൈമസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? തൈമസ് നമുക്കറിയാം, ഇതൊരു ഏത് ടൈപ്പ് ഹോർമോണാണ്? അല്ലെങ്കിൽ ഹോർമോൺ അല്ല, അത് ആ ഗ്ലാൻഡിൻ്റെ പ്രത്യേകത എന്താ? തൈമസിലാണ് ഈ T ലിംഫോസൈറ്റുകൾ അല്ലേ? T ലിംഫോസൈറ്റിൻ്റെ മെച്ചുറേഷൻ നടക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, B ആൻഡ് T ലിംഫോസൈറ്റ്. ഈ B ആൻഡ് T ലിംഫോസൈറ്റ് സിന്തസൈസ് ചെയ്യുന്ന എവിടെയാണ്? സിന്തസൈസ് ഇൻ ബോൺ മാരോ. ബട്ട് ദ B ലിംഫോസൈറ്റിൻ്റെ മെച്ചുറേഷൻ നടക്കുന്നത് തൈമസിലാണ്. അപ്പോൾ തൈമസ് സെക്രീറ്റ് ഹോർമോൺ, ഇവർ സെക്രീറ്റ് ഹോർമോണിൻ്റെ പേരെന്തായിരുന്നു? തൈമോസിൻ അല്ലേ? തൈമോസിനാണ് ഹോർമോൺ. ആ തൈമോസിൻ ഹോർമോൺ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? B ലിംഫോസൈറ്റ്സിൻ്റെ മെച്ചുറേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ B ലിംഫോസൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ആണോ? അല്ല, പിന്നെ ഏത് ഇമ്മ്യൂണിറ്റിയാണ്? ഇറ്റ് ഇസ് കോൾഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും പാസീവ് ഇമ്മ്യൂണിറ്റിയൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ് പ്രൈമറി ഫംഗ്ഷൻ. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഞാൻ ആ ക്വസ്റ്റ്യൻ അതുകൊണ്ടാണ് പ്രൈമറിലി എന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവർക്ക് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി മാത്രമല്ല, B ലിംഫോസൈറ്റ് അല്ല, T ലിംഫോസൈറ്റ്. യെസ്, തൈമോസിൻ സ്റ്റിമുലേറ്റ് ദി മെച്ചുറേഷൻ ഓഫ് T ലിംഫോസൈറ്റ്. B അല്ല, T ലിംഫോസൈറ്റ്. ഓക്കെ, ആ T എന്ന് പറഞ്ഞാൽ തൈമസ് ലിംഫോസൈറ്റുകൾ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഈ പ്രൈമറിലി എന്ന് എടുത്ത് പറഞ്ഞത് അതുകൊണ്ടാണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി വന്നത് കേട്ടോ. ശരിക്കും ഈ തൈമോസിന് രണ്ട് ഇമ്മ്യൂണിറ്റിയിലും റോളുണ്ട്. സെൽ മീഡിയേറ്റിലുമുണ്ട്, ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആൻറ്റിബോഡി മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റിയും റോളുണ്ട്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ എടുത്ത് ചോദിച്ചത് പ്രൈമറിലി സപ്പോർട്ടഡ് ബൈ ദ തൈമസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽ മീഡിയേറ്റ് ആണ്. എങ്ങനെ ആൻറ്റിബോഡി മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യുന്നവർ അറിയാമോ? ഇവരെങ്ങനെ ആയിരിക്കും ആൻറ്റിബോഡി മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യുന്നത്? ടെക്സ്റ്റിലൊരു സെൻറ്റൻസ് ഉണ്ട്. ഓക്കെ, തൈമോസിൻ ഹെൽപ്സ് ടു ദി maturation of T lymphocyte and thereby they help in cell mediated immunity, and they can also support the production of antibodies and stimulate antibody mediated immunity എന്നൊരു സെൻറ്റൻസ് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ തൈമസിന് സെൽ മീഡിയേറ്റിൽ മാത്രമല്ല റോളുള്ളത്, ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയിലും റോളുണ്ട്.
അതുകൊണ്ട് ഇവിടെ പ്രൈമറിൽ നിന്ന് എടുത്ത് പറഞ്ഞത്. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, എങ്ങനെയായിരിക്കും ഇവർ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നത്? പറയാമോ? അത് നമുക്കറിയാം. ഈ ടി ലിംഫോസൈറ്റ് മെച്ചർ ആകുന്ന തൈമസിലാണ്. ഈ ടി ലിംഫോസൈറ്റ് പല ടൈപ്പുണ്ട്. ഹെൽപ്പർ ടി ലിംഫോസൈറ്റ്, സൈറ്റോടോക്സിക് ടി ലിംഫോസൈറ്റ്, സപ്രസർ ടി ലിംഫോസൈറ്റ്, മെമ്മറി ടി ലിംഫോസൈറ്റ്. ഹെൽപ്പർ ടി ലിംഫോസൈറ്റ്, സപ്രസർ ടി മീൻസ് സപ്രസർ, സൈറ്റോടോക്സിക്, മെമ്മറി, പല ടൈപ്പ് ടി ലിംഫോസൈറ്റ് ഉണ്ട്. ഇതിനകത്ത് TH ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹെൽപ്പർ ടി ലിംഫോസൈറ്റ് ആണേ. അപ്പോൾ ഈ ഹെൽപ്പർ ടി ലിംഫോസൈറ്റിൻ്റെ ഫങ്ഷൻ എന്താണ്? ഒന്ന് രണ്ട് ഫങ്ഷൻ ഉണ്ട്. അതിൽ വൺ ഓഫ് ദ ഫങ്ഷൻ ദേ ഹെൽപ്പ് ഓർ ദേ സപ്പോർട്ട്. ആരെ സപ്പോർട്ട് ചെയ്യുന്നു? ബി ലിംഫോസൈറ്റിനെ. They support B lymphocyte for the production of antibody. കണ്ടോ? അപ്പോൾ ഈ ഹെൽപ്പർ ടി ലിംഫോസൈറ്റ് ആരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ബി ലിംഫോസൈറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഹെൽപ്പർ ടി ലിംഫോസൈറ്റ് എവിടാ മെച്ചർ ആകുന്നത്? തൈമസിലല്ലേ. അപ്പോൾ തൈമസിന് ഇൻഡയറക്ട്ലി ആൻറ്റിബോഡി മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റി റോൾ വന്നില്ലേ? അപ്പോൾ ഇതാണ് ആ ടെക്സ്റ്റിലെ ആ സെൻറ്റൻസിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ, ക്ലിയർ അല്ലേ? That's all. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സോൺ ഓഫ് ദി അഡ്രീനൽ കോർട്ടെക്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്? അപ്പോൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് അല്ലേ, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആരാണ് സിക്രറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ അഡ്രീനൽ ഗ്ലാൻഡിലേക്ക് എത്തിയിരിക്കുന്നു. അഡ്രീനൽ ഗ്ലാൻഡ്, നമ്മൾ അഡ്രീനൽ ഗ്ലാൻഡ് ക്രോസ് സെക്ഷൻ എടുത്തു. അഡ്രീനൽ ഗ്ലാൻഡ് ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഏരിയ പറയാം, ഔട്ടർ കോർട്ടെക്സ് ആൻഡ് ഇന്നർ മെഡുല അല്ലേ. നമുക്ക് ഈ കോർട്ടെക്സിന് 3 ലെയർ ഉണ്ട്. ഓക്കെ, ഇതാ ഒരു ഔട്ടർ ലെയർ ഉണ്ട്, ഒരു മിഡിൽ ലെയർ ഉണ്ട്, ഔട്ടർ, മിഡിൽ ആൻഡ് ഇന്നർ ലെയർ. ആൻഡ് ദ ഔട്ടർ ലെയർ ഈസ് കോൾഡ്, ഏറ്റവും പുറമേയുള്ള നമുക്ക് എന്ത് വിളിക്കാം? ഇറ്റ് ഈസ് കോൾഡ് സോണ ഗ്ലോമെറുലോസ. ആൻഡ് ദ മിഡിൽ ലെയർ ഈസ് കോൾഡ് zona fasciculata, and the inner layer is called zona reticularis. Okay, അപ്പോൾ which is one of the alcohol is responsible for the production of glucocorticoid? അപ്പോൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് സെക്രേറ്റ് ചെയ്യുന്ന ആരാണ്? സോണ ഗ്ലോമെറുലോസ ആണോ, സോണ ഫാസിക്കുലേറ്റ ആണോ, സോണ റെറ്റിക്കുലാരിസ് ആണോ? സോ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഇറ്റ് ഈസ് സെക്രേറ്റഡ് ബൈ, നോക്കിക്കേ, സോണ ഗ്ലോമെറുലോസ സെക്രീറ്റ്സ് ആരാണ്? മിനറലോകോർട്ടിക്കോയിഡ്സ് ആണേ. സോണ ഗ്ലോമെറുലോസ സെക്രീറ്റ്സ് മിനറലോകോർട്ടിക്കോയിഡ് ലൈക്ക് ആൽഡോസ്റ്റിറോൺ മറക്കല്ലേ. ആൻഡ് ദ സോണ ഫാസിക്കുലേറ്റ റിലീസസ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ലൈക്ക് കോർട്ടിസോൾ. ആൻഡ് സോണ റെറ്റിക്കുലർ റിലീസസ് സെക്സ് കോർട്ടിക്കോയിഡ്സ്. അപ്പം സോണ ഗ്ലോമെറുലോസ അല്ല ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് റിലീസ് ചെയ്യുന്ന ആരാണ്? ഇറ്റ് ഈസ് സോണ ഫാസിക്കുലേറ്റ. ഓക്കെ, യെസ്. അടുത്തത്, വിച്ച് സ്റ്റിമുലേറ്റ് ദ റിലീസ് ഓഫ് പാൻക്രിയാറ്റിക് എൻസൈം? പാൻക്രിയാറ്റിക് എൻസൈംസിൻ്റെ അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് ജ്യൂസിൻ്റെ റിലീസിന് കാരണം ആരാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? ഇത് നമ്മുടെ ആക്സസറി എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ പഠിക്കുമ്പോൾ അവിടെ പറയുന്നതാണ്. സോ ഇറ്റ് ഈസ് റിലീസ്ഡ് ബൈ cholecystokinin, CCK ആണല്ലേ. CCK stimulate the gallbladder and pancreas for the release of bile and pancreatic juice എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സെക്രീറ്റിൻ്റെ ഫംഗ്ഷൻ എന്താ? സെക്രീറ്റിൻ ഹെൽപ്സ് ഇൻ ദി റിലീസ് ഓഫ്, ഇവരാരെ സ്റ്റിമുലേറ്റ്? പാൻക്രിയാസ് സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് വാട്ടർ ആൻഡ് ബൈകാർബണേറ്റ് അല്ലേ, വാട്ടർ ബൈകാർബണേറ്റ് ആണ്. അതുപോലെ ഗ്യാസ്ട്രിൻ ഹെൽപ്സ് ഇൻ ദി സെക്രീഷൻ ഓഫ്, സ്റ്റിമുലേറ്റ് ദ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്. ഓക്കെ, ഗ്യാസ്ട്രിക് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ആരെ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടി? HCl ആൻഡ് പെപ്സിനോജിൻ. ഇൻസുലിൻ അറിയാമല്ലോ, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൺട്രോൾ ചെയ്യുന്നു. സോ ആൻസർ ഓപ്ഷൻ 2. The Leydig cells that secrete testicular hormones are located. Leydig cells that secrete testicular hormones. അപ്പോൾ Leydig cells ആണ് നമ്മുടെ ടെസ്റ്റിക്കുലർ ഹോർമോൺസ്. അതാരാണ്? ടെസ്റ്റോസ്റ്റിറോൺ പോലെയുള്ള ടെസ്റ്റിക്കുലർ ഹോർമോൺസുകൾ റിലീസ് ചെയ്യുന്നത് അല്ലേ ആരാണ്? ലേഡിക് സെൽസ് ആണ്. ഈ ലേഡിക് സെൽസ് എവിടെയാണ് കാണുന്നത്? നമുക്കറിയാം ടെസ്റ്റിസ്. നമ്മൾ ടെസ്റ്റിസ് എടുക്കുന്നു. ടെസ്റ്റിസിനകത്ത് നമുക്കറിയാം ഇവിടെ
എന്താണ് കമ്പാർട്ട്മെൻറ്റുകളുണ്ടല്ലേ. യെസ്, ഇതുപോലെ ഡിഫറെൻറ്റ് കമ്പാർട്ട്മെൻറ്റ്സുകളുണ്ട്. ഈ കമ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് എന്ന് വിളിക്കും. അതിനകത്ത് ഹൈലി കോൾഡ് ട്യൂബുകൾ കാണുന്നുണ്ട്. ഈ ഹൈലി കോൾഡ് ട്യൂബുകൾ നമ്മൾ സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ന് വിളിക്കും. അപ്പോൾ ദാ ഹൈലി കോൾഡ് സെമിനിഫറസ് ട്യൂബ്യൂൾ, ഹൈലി കോൾഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഇതൊരു സെമിനിഫറസ് ട്യൂബ്യൂളാണ്. ഇത് അടുത്ത സെമിനിഫറസ് ട്യൂബ്യൂളാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ ലൈൻ ചെയ്തുകൊണ്ട് ജേർമൽ എപ്പിത്തീലിയം ഉണ്ടെന്ന് അറിയാമല്ലോ അല്ലേ. അവിടെ സ്പെർമാറ്റോഗോണിയും സട്ടോളിസെൽസും ഒക്കെ ഉണ്ടെന്നറിയാം. ഇനിതാ ഇതിനിടയ്ക്ക് ഈ രണ്ട് സെമിനിഫറസ് ട്യൂബ്യൂൾസിന് ഇടയ്ക്കുള്ള സ്പേസിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് വിളിക്കും. അപ്പോൾ അവിടെ കാണുന്ന സെൽസുകളാണ് ആര്? ലേഡിക് സെൽസ്. അപ്പോൾ എവിടെയാണ് കാണുന്നത്? സ്പേസ് ബിറ്റ്വീൻ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആൻഡ് ദ സ്പേസ് ഇസ് കോൾഡ് ഇൻ ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസ്. ഓക്കെ അല്ലേ, അത്രേ ഉള്ളൂ. So what is the main endocrine role of progesterone secreted by the corpus luteum? Corpus luteum progesterone release ചെയ്യുന്നുണ്ട്. അവരുടെ ഫംഗ്ഷൻ എന്താണ്? വളരെ സിമ്പിളാണ് അല്ലേ. അപ്പോൾ കെമിക്കൽ കോഡിങ്സ് പറയുന്നുണ്ട് ദാറ്റ് ഹെൽപ്സ് ഇൻ പ്രഗ്നൻസി ഓർ മെയിൻറ്റെയിൻ പ്രഗ്നൻസി, മെയിൻറ്റെയിൻ യൂട്രൈൻ എൻഡോമെട്രിയം ഫോർ ഇംപ്ലാന്റേഷൻ. കേട്ടോ, പ്രൊജസ്റ്ററോൺ കുറഞ്ഞത് പറ്റും, എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരും. ദാറ്റ് ലീഡ്സ് ടു മെൻസ്ട്രേഷൻ. സോ ദ ഫംഗ്ഷൻ ഈസ് ടു മെയിൻറ്റെയിൻ ദ യൂട്രൈൻ എൻഡോമെട്രിയം ഫോർ ഇംപ്ലാന്റേഷൻ. Then which organ acts as the accessory endocrine gland by producing the hormone erythropoietin? പറഞ്ഞേ പെട്ടെന്ന് പറഞ്ഞേ. എറിത്രോപോയിറ്റിൻ സെക്രീറ്റ് ചെയ്യുന്ന ആരാ? എറിത്രോപോയിറ്റിൻ ഇസ് സെക്രീറ്റ് ബൈ ദി കിഡ്നി അല്ലേ. കിഡ്നിയിൽ സെക്രീറ്റ് ചെയ്യുന്നത് എന്തിനാ? എപ്പോഴാണ് കിഡ്നി സെക്രീറ്റ് ചെയ്യുന്നത്? കിഡ്നിയിലേക്കുള്ള അല്ലെങ്കിൽ കിഡ്നിയിലെ സെൽസുകൾക്ക് ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ. ഓക്കെ, കിഡ്നി സെൽസുകൾക്ക് ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ എറിത്രോപോയിറ്റിൻ റിലീസ് ചെയ്യും. അത് ബോൺമാരെ സ്റ്റിമുലേറ്റ് ചെയ്ത് RBC പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ endocrine gland producing hormone erythropoietin, that is kidney. Which of the following hormone type typically binds to intracellular receptors? Which of the following hormone typically binds to intracellular? Intracellular means എവിടെയാണ്? സെല്ലിനകത്തല്ലേ റിസപ്റ്റർ ഇരിക്കുന്നത്? റിസപ്റ്റർ പ്രസൻറ്റ് വിത്തിൻ ദ സെൽ അല്ലേ. അപ്പോൾ സെല്ലിനകത്തുള്ള റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയുള്ള ഹോർമോണുകളായിരിക്കണം? മീൻസ് ആ സെല്ലിനകത്തേക്ക് ഡയറക്റ്റായിട്ട് എൻട്രി ചെയ്യാൻ പറ്റുന്ന ഹോർമോൺസുകളായിരിക്കണം. മീൻസ് ലിപ്പോഫിലിക് ഹോർമോൺസുകളായിരിക്കണം അല്ലേ. ലിപ്പോഫോബിക്ക് പറ്റുമോ? ലിപ്പോഫിലിക് ആയിരിക്കും അല്ലേ. അപ്പോൾ അതാരാണ്? സ്റ്റീറോയിഡ്. പെപ്റ്റൈഡ്, അമിനോ ആസിഡ്, പ്രോട്ടീൻസ് ആർ ലിപ്പോഫോബിക്. അവർക്ക് സെല്ലിനകത്ത് എൻട്രി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ റിസപ്റ്റർ എവിടെയായിരിക്കും ഇരിക്കുന്നത്? റിസപ്റ്റർ പ്രസൻറ്റ് ഇൻ ദി മെംബ്രെയിൻ. അത് മെംബ്രെയിൻ മൗണ്ട് റിസപ്റ്റേഴ്സ് വിളിക്കും. ഇത് ഇൻട്രാ സെല്ലുലർ റിസപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ലിപ്പോഫിലിക് ആയിട്ടുള്ള ഹോർമോൺസ് ലൈക്ക് സ്റ്റീറോയിഡ്സ്. ദെൻ നമ്മൾ പോകുന്നു ദ ലാസ്റ്റ് question. In the context of hormone signaling, the hormone itself that binds to the cell surface receptors is considered to be. Okay, അപ്പോൾ ഹോർമോൺ സിഗ്നലിങ്ങിൽ ഹോർമോൺ വരുന്നു. ഇതാണ് ഹോർമോൺ. ഓക്കെ, ഇതാണ് ടാർഗറ്റ് സെൽ. ഓക്കെ, അപ്പോൾ ടാർഗറ്റ് സെല്ലിലേക്ക് ഹോർമോൺ വരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിത് പറയുന്നു, ഈ ഒരു ഹോർമോൺ ലിപ്പോഫോബിക് ആണെന്ന് വിചാരിക്കുക. അമിനോ ആസിഡ് ഡെറിവേറ്റ് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഏതാണ്? പെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ് ഹോർമോൺസോ അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവർ അറ്റാച്ച് ചെയ്യുന്ന എവിടെയായിരിക്കും? ഈ മെംബ്രെയിൻ മൗണ്ട് റിസപ്റ്റേഴ്സിലായിരിക്കും. അപ്പോൾ ഹോർമോൺ വന്ന് മെംബ്രെയിൻ മൗണ്ട് റിസപ്റ്റേഴ്സിലേക്ക് അറ്റാച്ച് ചെയ്യും. ഇത് നമുക്കറിയാം, ഇവർ സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം അല്ലേ. ഇവർ സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ഉണ്ടാക്കും. ഇപ്പോൾ ഇവരുണ്ടാക്കുന്ന സെക്കൻഡ് മെസ്സഞ്ചറാണ്. എന്തുകൊണ്ട് ഇതിനെ ഫസ്റ്റ് മെസ്സഞ്ചർ വിളിക്കാത്തത്? ബിക്കോസ് ദി ഹോർമോൺ ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് മെസ്സഞ്ചർ. ആ ഹോർമോൺ ഫസ്റ്റ് മെസ്സഞ്ചറായിട്ട് വരുന്നു. അതുകൊണ്ടാണ് ആ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് ആരെ ഉണ്ടാക്കുന്നു? സെക്കൻഡ് മെസ്സഞ്ചേഴ്സിനെ ഉണ്ടാക്കുന്നത്. ലൈക്ക് സൈക്ലിക് AMP, IP3, കാൽഷ്യം അയോൺസ് പോലുള്ള സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ഉണ്ടാക്കി. സോ ദേ ആർ കോൾഡ് സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ബിക്കോസ് ദ ഹോർമോൺ ഈസ് നോൺ ആസ് ദി ഫസ്റ്റ് മെസ്സഞ്ചർ. സോ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഹോർമോൺ സിഗ്നലിംഗ്, ദ ഹോർമോൺ ഇറ്റ് സെൽഫ് ദാറ്റ് ബൈൻഡ് ടു ദി സെൽ സർഫസ് റിസപ്റ്റേഴ്സ് ഈസ് കൺസിഡർഡ് ആസ് ദി ഫസ്റ്റ് മെസ്സഞ്ചർ. ഓക്കെ, so that's all about this live for this discussion. So I hope you got the idea about these two chapters. നമ്മൾ ആ ഒരു സെയിം എന്താണ് ആ ഒരു പാറ്റേണിൽ തന്നെ നമ്മൾ ചാപ്റ്ററിൻ്റെ പാറ്റേൺ തന്നെ പോയതുകൊണ്ട് ചെറിയ റിവിഷൻ പോലെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. സോ താങ്ക് യു സോ മച്ച്. പിന്നെ കാണാം. Brilliant Study Center, India's #1 coaching center for NEET and JEE.